ഹലോ, ഗുഡ് ഈവനിങ്. മക്കളെ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഓഡിയോ വീഡിയോ എല്ലാം ഓക്കെ ആണല്ലോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണേ. മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് നീറ്റ് എക്സാമിന് അല്ലേ? ബോട്ടണി ചാപ്റ്റേഴ്സിലെ ഏറ്റവും നല്ല വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ് ഇത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, +2 ഇപ്പോൾ നമുക്ക് ചാപ്റ്റർ വളരെ കുറവാണ്. അതായത് പുതിയ സിലബസ് പ്രകാരം ഡിലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ്, ഇപ്പോൾ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതിന് അതുപോലെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ദെൻ ഫസ്റ്റ് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഓർഗാനിസം. അപ്പോൾ +2 ടോപ്പിക്കിൽ ഓവറോൾ ഇപ്പോൾ ബോട്ടണി ബേസ്ഡ് ആയിട്ട് 5 ചാപ്റ്ററേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഈ ഒരു ചാപ്റ്റർ സാധാരണ നീറ്റ് എക്സാമിന് ശരിക്കും ഒരു 4 ക്വസ്റ്റ്യൻ വരെ വെയിറ്റേജ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ചാപ്റ്ററാണ്. ഏറ്റവും കുറഞ്ഞത് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ടൊരു 4 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ വെയിറ്റേജ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഇത് പഠിക്കാൻ ഈസിയുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ഈസിയായിട്ട് പഠിക്കാൻ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയ അല്ലേ, ഒരു അടിപൊളി ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നീറ്റ് എക്സാമിന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പഠിക്കേണ്ടതുണ്ട്. ഫുൾ പോയിൻറ്റ്സ് അറിയണം, എന്നാലും നമുക്ക് ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ആരൊക്കെയാണ് നിങ്ങൾക്ക്, നിങ്ങളെ ക്ലാസ്മേറ്റ്സ് ആരൊക്കെ അറിയുന്നവരുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടെ പഠിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫുൾ പോയിന്റ് പഠിച്ചെടുക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, നിങ്ങൾക്കറിയാം, ഒരു പ്ലാന്റിൽ ഒരു ആൻജിയോസ്പെർമിലെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവർ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഫ്ലവറിൽ തന്നെ. അപ്പോൾ ശരിക്കും ഫ്ലവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേറെയും ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിൽ ഫ്ലവറിൻ്റെ പാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. ഇനി അതുപോലെ പ്ലാന്റ് കിങ്ഡത്തിലുണ്ടായിരുന്നു ആൻജിയോസ്പേംസ് ഒരു ഭാഗം അല്ലേ? അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ ഒക്കെ ഏകദേശം നമുക്ക് ചെറുതായിട്ടൊക്കെ അതിൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു പോർഷനും പ്ലാന്റ് കിങ്ഡത്തിലെ ലാസ്റ്റ് ലൈഫ് സൈക്കിൾ എന്ന ടോപ്പിക്കും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ അവിടെ അറിയണം, പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ് അല്ലേ, ഡിപ്ലോയിഡ് ആയ ബോഡിയാണ്. അവർ റീപ്രൊഡക്ഷൻ ടൈമിൽ എന്ത് ചെയ്യുന്നത്? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമുക്കിവിടെ ആദ്യത്തെ ഒരു ഹെഡിങ് ആണ് ഫ്ലവർ, എ ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് ആൻജിയോസ്പെർം. ഫ്ലവർ എന്ന് പറഞ്ഞ ആൻജിയോസ്പെർമിൽ ഒരു ഫാസിനേറ്റിംഗ് ഓർഗനാണ്. എത്രയോ വർഷങ്ങളായിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ ഹാപ്പിനെസ്, ഗ്രീഫ്, മോർണിങ്സ് അല്ലേ, സന്തോഷം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കാം ഫ്ലവർ. സാധാരണ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലൊക്കെ അല്ലേ റീത്ത് വെക്കാറുണ്ട്, അതിനുപയോഗിക്കുന്ന ഫ്ലവേഴ്സാണ്. ഇനി ഒരാൾ ആദരിക്കാൻ വേണ്ടി അല്ലെ, എന്ത് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു റെപ്രസെൻറ്റീവ് ആണ് എന്ത്, ശരിക്കും ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നോക്കാം നമുക്ക് ഫ്ലവറിൽ എങ്ങനെയാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്. നമുക്ക് ഒരു ആൻജിയോസ്പെർമിനെ ഫ്ലവർ എന്ന് പറയുമ്പം ഇറ്റ്സ് ജസ്റ്റ് എ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്. അതൊരു റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്ലവറിൻ്റെ പാർട്സ് കാര്യങ്ങളും നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന പോയിന്റ് തന്നെയാണ്, വാട്ട് ആർ ദി പാർട്സ് ഓഫ് ഫ്ലവർ. ഇത് മോർഫോളജിയിലൊക്കെ പഠിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് റിവൈസ് ചെയ്ത് നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. എന്തൊക്കെയാണ് ഒരു ഫ്ലവറിന്റെ പാർട്സ്? ഇപ്പൊ ഇതാ ഈ പിക്ചറിൽ നിങ്ങൾ പറ, ഏതൊക്കെയാണ് ഫ്ലവറിന്റെ പാർട്സ്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എസെൻഷ്യൽ ആയ പാർട്ട്, പിന്നെ ഒന്ന് നോൺ എസെൻഷ്യൽ ആയ പാർട്ട്. നോൺ എസെൻഷ്യൽ പാർട്ട് അതിന് പറയാറുണ്ട് ആക്സസറി പാർട്സ്. അതിൽ ഏറ്റവും പുറത്തു വരുന്ന ഗ്രീൻ കളേർഡായ ഈ റീജിയൻ ഇതിനെന്താ പറയാ? കാലിക്സ് അല്ലെ. കാലിക്സ് ഇസ് ദി ഔട്ടർ മോസ്റ്റ് ഹോൾ. കാലിക്സ് ആണ് ഔട്ടർ മോസ്റ്റ് ഹോൾ. കാലിക്സിന് ഒന്നിനും എന്താ പറയുന്നത്? കാലിക്സിന് ഒന്നിന് പറയുന്ന പേര് സെപ്പൽ അല്ലെ. ദെൻ കാലിക്സിന് പുറത്തായിട്ട് എന്ത് പറയും? കൊറോള അല്ലെ. ഇത് രണ്ടും ഏതിലാണ് വരിക? കാലിക്സ് ആൻഡ് കൊറോള ഇറ്റ് ബിലോങ് ടു ആക്സസറി പാർട്ട്. അതൊരു സപ്പോർട്ടിങ് സ്ട്രക്ചർ മാത്രമാണ്. കാലിക്സിൽ ഒന്നിന് പറയുന്നത് സെപ്പൽ, കൊറോളയുടെ ഒന്നിന് പറയുന്നത് എന്താണ്? പെറ്റൽ. യെസ്.
Then inner to the corolla. അത് എസെൻഷ്യൽ പാർട്ടാണ്. അതിന് പറയാം റീപ്രൊഡക്റ്റീവ് പാർട്ട്. പറ മക്കളെ, റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതൊക്കെയാ? യെസ്, ഏതാണ്? ആൻഡ്രീഷ്യം ഉണ്ട്. ഇതാണ് എന്ത്? ആൻഡ്രീഷ്യം. അതിലൊന്നിന് പറയുന്നത് എന്താണ്? സ്റ്റേമെൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് സ്റ്റേറ്റഡ് ആസ് ആൻഡ്രീഷ്യം ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് സ്റ്റേറ്റഡ് ആസ് ഗൈനീഷ്യം. ഓക്കെ, ഗൈനീഷ്യം. അപ്പോൾ അതുകൊണ്ട് 4 ഹോൾസ് ആയിട്ട് നമുക്കൊരു ഫ്ലവറിനെ ഡിവൈഡ് ചെയ്യാം. ഔട്ടർമോസ്റ്റ് ഹോൾ ഇൻ ദി കാലിസ്, സിംഗിൾ യൂണിറ്റ് ഈസ് സെപ്പൽ. Then inner to the calyx corolla, single unit is petal. Inner to the corolla andrecium, single unit is stamen. And gynoecium is the female reproductive part, single unit is carpel. അപ്പോൾ ആൻഡ്രീഷ്യത്തിലെ ഒന്നിന് പറയുന്ന പേരാണ് എന്ത്? സ്റ്റേമൻ. യെസ്, ഗൈനീഷ്യത്തിൽ എന്താണ്? കാർപ്പൽ. ഓക്കെ, ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഇനി നോക്ക്, NCERT പറയുന്ന ഒരു പ്ലാന്റ് ശരിക്കും അതിൻ്റെ ഫ്ലവറിങ്ങിലുള്ള ഡിസിഷൻ അത് ശരിക്കും എപ്പോഴാന്ന് പറഞ്ഞാൽ മച്ച് ബിഫോർ ദ ആക്ച്വൽ ഫ്ലവറിംഗ് എന്ന് പറയുന്നത്. ഫ്ലവറിങ്ങിൻ്റെ ഒത്തിരി മുമ്പേ, ഫ്ലവറിങ് നടന്നില്ല, അതിന് മുമ്പേ പ്ലാന്റ് അതിന് റെഡി ആകുന്നുണ്ട്. എങ്ങനെയാണ് റെഡി ആകുന്നത്? ഇറ്റ് ഇനീഷ്യേറ്റ്, അല്ലെ? ആ സ്റ്റേറ്റ്മെന്റ് മെൻഷൻ ചെയ്യുന്ന ഇങ്ങനെയായിരുന്നു: ഇറ്റ് ഇനീഷ്യേറ്റ് സ്ട്രക്ചറൽ ആൻഡ് ഹോർമോണൽ ചേഞ്ചസ് ലീഡിങ് ടു ഡിഫറൻഷിയേഷൻ ഓഫ് ഫ്ലോറൽ പ്രൈമോഡിയം. ഒരു ഫ്ലോറൽ ബഡ്, ഒരു ഫ്ലോറൽ പ്രൈമോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അത് ചില സ്ട്രക്ചറൽ ചേഞ്ചിലൂടെയാണ്, ഹോർമോണൽ ചേഞ്ചിലൂടെയാണ്. അപ്പോൾ ഫ്ലവറിങ്ങിനൊരു ഹോർമോൺ ഉണ്ട്. ഫ്ലവറിങ്ങിൻ്റെ ഹോർമോണിനെ കുറിച്ച് പറയുന്നുണ്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ ഫോട്ടോപീരിയോഡിസം എന്ന ടോപ്പിക്കിൽ ശരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവറിങ് ഹോർമോൺ, ഒരു ഹോർമോണൽ സബ്സ്റ്റൻസ്, അതിൻ്റെ പേര് പറയാം ഫ്ലോറിസിൻ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഫ്ലോറിസിൻ്റെ കാര്യമൊന്നും നമുക്കിവിടെ പഠിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്ലവറിൻ്റെ പാർട്ടുകളെല്ലാം പറഞ്ഞു. ഇനി നേരെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിലേക്ക് പോവാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഇവൻറ്റ്സ് ഏതൊക്കെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഇവൻറ്റ്സ് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദി മെയിൻ ഇവൻറ്റ്, that is the fertilization, we can divide into whole events into 3. ഏതൊക്കെയാണ്? Events before fertilization, which is named as pre-fertilization, അല്ലേ? Pre-fertilization, then അടുത്ത എന്താണ്? Fertilization, then after that post-fertilization. So total events 3 ആയി ഡിവൈഡ് ചെയ്യാം. അതിലേറ്റവും ആദ്യം pre-fertilization. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? പ്രീ ഫെർട്ടിലൈസേഷനിലെ സ്ട്രക്ചർ ഇവൻറ്റ്സ് നമുക്ക് പറയാം ഇവൻറ്റ്സ് പ്രധാനമായിട്ട് 2 ആയി ഡിവൈഡ് ചെയ്യാം. പ്രീ ഫെർട്ടിലൈസേഷനിലെ ഒന്നാമത്തെ ഇവൻറ്റ് മൈക്രോസ്പോറോജെനിസിസ്. ഇതാണ് ഇതിലെ ഒരു ഇവൻറ്റ്, മൈക്രോസ്പോറോജെനിസിസ്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ്, ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ്, അല്ലേ? മൈക്രോസ്പോർ ഉണ്ടാവും, അതിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമീറ്റോഫൈറ്റ്. ദെൻ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഉണ്ടാവുന്നതിനപ്പോൾ എന്താ പറയുക? മെഗാസ്പോറോജെനിസിസ്. മെഗാസ്പോറോജെനിസിസ് is the formation of megaspore. ഇതിൽ നിന്നാണ് എന്തുണ്ടാവുക? ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഉണ്ടാവുക. ഇത് രണ്ടും ഇതിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സാണ്. പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുക, എംബ്രിയോ സാക്ക് ഉണ്ടാവുക, അതായത് ഗാമീറ്റ് ഫോർമേഷനാണ്. അപ്പോൾ നമുക്കറിയാം പ്രീ ഫെർട്ടിലൈസേഷൻ, ബിഫോർ ഫെർട്ടിലൈസേഷൻ ആര് റെഡി ആവണം? ഗാമീറ്റ്സ് റെഡി ആവണം. മെയിൽ ഗാമീറ്റ് റെഡി ആവണം, ഫീമെയിൽ ഗാമീറ്റ് റെഡി ആവണം. മെയിൽ ഗാമീറ്റ് റെഡി ആവാൻ ആരെ വേണ്ട? ഗാമീറ്റോഫൈറ്റ് വേണം. അതാണ് പൊള്ളൻ ഗ്രെയിൻ, അതിലാണ് മെയിൽ ഗാമീറ്റ്. ദെൻ എംബ്രിയോ സാക്ക് റെഡി ആവണം, അതാണ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ്, അതിലാണ് എഗ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്. ദെൻ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പെർമിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എങ്ങനെയാണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ, അല്ലേ? കാരണം ഇതിൽ 2 ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും, സിംഗമി ഉണ്ടാവും, ട്രിപ്പിൾ ഫ്യൂഷൻ ഉണ്ടാവും. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സ്. എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സിൽ വരുന്നത്? നോക്ക്, പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ അതിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും, സൈഗോട്ട് എംബ്രിയോ ആവും. അതോടൊപ്പം ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നായിരുന്നു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതിൽ നിന്നും എൻഡോസ്പേം ഉണ്ടാവും, എൻഡോസ്പേം. ക്ലിയർ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്താവും മക്കളെ? എൻഡോസ്പേം ആവും. ദെൻ അടുത്ത സൈഗോട്ട് which develop into embryo. സൈഗോട്ട് എംബ്രിയോ ആയി മാറും. ദെൻ നെക്സ്റ്റ് അടുത്ത എന്ത് പറയാം? എംബ്രിയോ ആയി കഴിഞ്ഞാൽ ഓവ്യൂൾ which develop into seed. ഓവ്യൂൾ എന്താകുന്നത്? സീഡ്. ആൻഡ് ഓവറി into ഫ്രൂട്ട്. ഓവറി എന്താകുന്ന? ഫ്രൂട്ട് ആകുന്നു. ഇത്രയാണ് ഇവിടെ വരുന്ന ഇവൻറ്റ്സ്. ക്ലിയർ?
ഓവറി എന്താകുന്നു? ഫ്രൂട്ട് ആകുന്നു. യെസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ള മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്, ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിക്കാനുണ്ട്, ദെൻ പോളിനേഷൻ. അതായത് സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സിൽ ഈ ഒരു ഫോർമേഷൻ ഓഫ് മെയിൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് കഴിഞ്ഞാൽ ഒരു ഇവൻ്റ് ആണ് എന്ത്? പോളിനേഷൻ. അപ്പോൾ ഇവിടെ വരുന്നതാണ് പോളിനേഷൻ. ടൈപ്പ് ഓഫ് പോളിനേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ദെൻ അതിനുശേഷം zygote into embryo, primary endosperm nucleus into endosperm, ovule into seed and ovary into fruit. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം അതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ, അതിൽ സ്ട്രക്ചർ ഇവൻറ്റ്സിൽ നമ്മൾ പറയുന്ന മൈക്രോസ്പോറോജനിസ്, അതായത് മെയിൽ ഗാമിറ്റിൻ്റെ ഫോർമേഷനാണ്. അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ അടുത്ത അതിൻ്റെ സിംഗിൾ യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റേമൻ. നമ്മൾ ഒരു കമ്പാരിറ്റീവ് ആയിട്ടാണ് പോകുന്നത്. ഓർക്കാൻ എളുപ്പമുണ്ട്, പഠിക്കാൻ എളുപ്പമുണ്ടാവും നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം സ്റ്റേമൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. അതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് കാർപ്പിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേമൻ എങ്ങനെയാണ്? സ്റ്റേമന് രണ്ട് പാർട്ടുണ്ട്. ഒരു ലോങ് സ്റ്റോക്ക് ഉണ്ടാവും, അതിന് വിളിക്കുന്നതാണ് ഫിലമെൻ, and also an anther, a long stalk called a filament and an anther. Okay, ഇതാണ് anther. Okay, ഇതിനെന്താ വിളിക്കുന്ന? filament. Okay, this is the two part of a stamen, filament and anther. Filamentന് രണ്ട് എൻഡ് പറയാം. ഒന്ന് പ്രോക്സിമൽ എൻഡ് ആണ്, പിന്നെ ഒന്ന് ഡിസ്റ്റൽ എൻഡ്. ദിസ് ഇസ് ദി പ്രോക്സിമൽ എൻഡ്. ക്ലിയർ? ഇതെന്താണ്? ഡിസ്റ്റൽ എൻഡ്. അപ്പോൾ നോക്ക്, പ്രോക്സിമൽ എൻഡ് എവിടേക്ക് അറ്റാച്ച് ചെയ്യുന്നത്? പ്രോക്സിമൽ എൻഡ് അറ്റാച്ച്ഡ് ഇൻ ടു തലാമസ് അല്ലെങ്കിൽ കൊറോള. എപ്പോഴും പ്രോക്സിമൽ എൻഡ് അറ്റാച്ച് ചെയ്യുന്നത് എവിടേക്കും? തലാമസിലായിരിക്കും അല്ലെങ്കിൽ കൊറോളയിലായിരിക്കും. അപ്പോൾ എന്താണ് തലാമസ്? പെഡിസൽ എൻഡ് ചെയ്യുന്ന ഫ്ലാറ്റൻ റിസെപ്റ്റക്കിളിന് എന്താ പറയുക? തലാമസ്, അറിയാലോ. അതിലേക്കായിരിക്കും ഈ ഒരു പ്രോക്സിമൽ എൻഡ് അറ്റാച്ച് ചെയ്യുന്നത്. ഡിസ്റ്റൽ എൻഡ് എപ്പോഴും അറ്റാച്ച് ചെയ്യുന്നത് എവിടേക്കാണ്? അത് ആന്തറിലേക്കാണ്. ക്ലിയർ? അപ്പോൾ ഒന്നെങ്കിൽ തലാമസിൽ അല്ലെങ്കിൽ കൊറോളയിൽ. കൊറോളയിലേക്ക് അറ്റാച്ച് ചെയ്ത് നമ്മൾ പറയുന്നതാണ് എന്ത്? എപ്പിപെറ്റാലസ്. ഡിസ്റ്റൽ എൻഡ് ഈസ് ഓൾവേസ് അറ്റാച്ച്ഡ് ഓൺ ആന്തർ. ഓക്കെ, ദെൻ ആന്തർ. വാട്ട് അബൌട്ട് ആന്തർ? ആന്തർ ഈസ് ബൈലോബ്ഡ്. ആന്തർ എന്ന് പറഞ്ഞാൽ പറ മക്കളെ എങ്ങനെയാണ്? ബൈലോബ്ഡ് ആണ് ആന്തർ. എന്താണ് ആന്തറിന്റെ ബൈലോബ് എന്ന് പറയുമ്പോൾ? നിങ്ങൾക്കറിയാം, ഒരു ആന്തറിന്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം രണ്ട് ലോബ് ഉണ്ടാവുന്ന അല്ലേ? ഹാവിങ് ടു ലോബ്സ്. എങ്ങനെയാണ് ഒരു ആന്തർ? ബൈലോബ്ഡ് ആണ്. രണ്ട് ലോബിനെ കണക്ട് ചെയ്യുന്നത് എന്തായിരുന്നു? രണ്ട് ലോബിനെ കണക്ട് ചെയ്യുന്നത് ഇതിനെന്താ പറയുക? കണക്റ്റീവ്. സിസ്റ്റം ആസ് കണക്റ്റീവ്. ക്ലിയർ? ഇനി ഈ രണ്ട് ലോബ് ഉള്ളതോടൊപ്പം ഓരോ ലോബും എന്താണ്? ഡൈത്തിക്കസ് ആണ്. ഈ ലോബ് ഈസ് ഡൈത്തിക്കസ്. എന്തുകൊണ്ട്? കാരണം ഈ ആന്തറിൽ അതിൻ്റെ ഈ ഒരു പൊസിഷൻ ഇതിനെ വിളിക്കുക ലൈൻ ഓഫ് ഡെഹിസൻസ്. ഇതൊരു ലൈൻ ഓഫ് ഡെഹിസൻസ് ആണ്. ഡിഹൈസ് ചെയ്യുന്ന പോയിന്റ് ആണ്, ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇതൊരു ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഈ പെന്ന് ഇതൊക്കെ സിലിണ്ട്രിക്കലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സിലിണ്ട്രിക്കലിൽ ഇവിടെ ഒരു നീഡിൽ വെച്ച് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഒരു ഗ്രൂവ് ഉണ്ടാക്കിയാൽ അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു സർക്കുലർ ഔട്ട്ലൈൻ ഉണ്ടാവില്ല. ഒരു ചോക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു പെന്ന് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അതിന് സർക്കുലർ ഔട്ട്ലൈനാണ്. അപ്പോൾ ഒരു ലൈൻ ഓഫ് ഡെഹിസൻസ് എന്ന് പറഞ്ഞ ഒരു ലെങ്തി ആയ ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിലാണ് ഡിഹൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പോയിന്റ് നമ്മൾ ലൈൻ ഓഫ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. സോ ഇതുള്ളത് കൊണ്ട് ഈ ഒരു ലോബ് രണ്ട് ചേംബർ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതൊരു ചേംബറാണ്, ഇതൊരു ചേംബറാണ്. ടു ചേംബർ, അതാണ് ഡൈത്തിക്കസിന്റെ മീനിങ്. ക്ലിയർ? രണ്ട് ചേംബർ ഉണ്ട്. ഈ ചേംബർ ഹാവിങ് എ മൈക്രോസ്പൊറാൻസിയം. ഓരോ ചേംബറിലും എന്തുണ്ടാവും? ഒരു മൈക്രോസ്പൊറാൻസിയം ഉണ്ടാവും. ക്ലിയർ? മൈക്രോസ്പൊറാൻസിയം. ഇപ്പോൾ ടോട്ടൽ എത്ര മൈക്രോസ്പൊറാൻസിയം ഉണ്ടാവും? 4 മൈക്രോസ്പൊറാൻസിയം ഉണ്ടാവും. സോ നമുക്ക് പറയാം ആന്തറിന്റെ പ്രത്യേകത, ആന്തർ ബൈലോബ്ഡ് ആണ്. ഇവൻ അത് ഡൈത്തിക്കസ് ആണ്. ഓരോ ലോബും ഡൈത്തിക്കസ് ആണ്. സോ എ സിംഗിൾ ആന്തർ കൺസിസ്റ്റിംഗ് 4 ചേംബേഴ്സ്. ഈ ചേംബർ ഹാവിങ് എ സിംഗിൾ മൈക്രോസ്പൊറാൻസിയം. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നീറ്റിൽ വന്ന ക്വസ്റ്റ്യനിൽ ഒരു ഫോർമാറ്റ് ഇങ്ങനെയായിരുന്നു. അതായത് സപ്പോസ് എ സിംഗിൾ മൈക്രോസ്പൊറാൻസിയം കൺസിസ്റ്റിംഗ് 100 pollen mother cell
100 pollen mother cell ഉണ്ട് ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ. അങ്ങനെയാണെങ്കിൽ select the number of pollen grains released by anther if the microsporangium having 100 pollen mother cell. എന്തായിരിക്കും ആൻസർ? ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ 100 പൊള്ളൻ മദർ സെൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഗാമീറ്റ് മദർ സെൽ അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന മദർ സെല്ലാണ് പൊള്ളൻ മദർ സെൽ, മൈക്രോസ്പോർ മദർ സെൽ എന്നും പറയും. അത് 100 എണ്ണം ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആന്തർ നൽകുന്ന പൊള്ളൻ ഗ്രെയിൻസിന്റെ എണ്ണം, ഒരു പൊള്ളൻ മദർ സെല്ലിന് മിയോസിസ് നടന്നാൽ എത്ര ഉണ്ടാവാം പറ? ഒരു പൊള്ളൻ മദർ സെല്ലിന് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവാം 4 പൊള്ളൻ ഗ്രെയിൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് എത്ര ഉണ്ടാവും? 4 × 100 400. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു മൈക്രോസ്പൊറാഞ്ചിയം നൽകുന്ന പൊള്ളൻ ഗ്രെയിൻസിന്റെ എണ്ണം അല്ല, ആന്തർ നൽകുന്ന പൊള്ളൻ ഗ്രെയിൻസിന്റെ എണ്ണം. എത്ര ആൻസർ വരും മക്കളെ? 4 × 400. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1600. ക്ലിയർ? മനസ്സിലായല്ലോ? ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ആന്തറിൽ നിന്നും എത്ര ഉണ്ടാവും എന്ന് നമ്മൾ നോക്കാൻ. ഓക്കെ, സോ നമ്മൾ സ്റ്റേമൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേമൻ്റെ പാർട്സ് ഇത്രയാണ്. ലെറ്റ്സ് ഗോ ഫോർ കാർപ്പൽ. കാർപ്പലിൻ്റെ പാർട്ട് എങ്ങനെയാണ്? വാട്ട് ആർ ദി പാർട്സ് ഓഫ് കാർപ്പൽ? നോക്ക്, ഒരു കാർപ്പലിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ ഒരു സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റിഗ്മ, ദെൻ സ്റ്റൈൽ, ദെൻ ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ, then ovary. Okay. Stigma, style, ovary. ഇതല്ലേ ഒരു കാർപ്പൽ. Stigma is the receptive surface of pollen grain. Stigma is the receptive surface of pollen grain. Pollen grain reception area ആണ് എന്ത്? Stigma. Style is a long tube which connect the stigma with the ovary. Clear? Style ഒരു long tube ആണ്. അത് stigma ഓവറിയുമായി കണക്ട് ചെയ്യും. Ovary carrying ovule. It is the basal part of carpel. ഇതാണ് കാർപ്പലിൻ്റെ ഏറ്റവും താഴെ വരുന്ന ബേസൽ പാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ. ഓവറി മെച്ചുവർ ആയി കഴിഞ്ഞാലാണ് മക്കളെ എന്താവുക? ഫ്രൂട്ട് ആകുന്ന. ഒവ്യൂൾ മെച്ചുവർ ആയാൽ എന്താകും? സീഡ്. ഇതല്ല ഒരു കാർപ്പൽ. ഇപ്പോൾ നമ്മൾ ഒരു കാർപ്പലിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കാർപ്പലിന് വാരിയേഷൻസ് ഉണ്ടാവാം. ഫ്ലവറിൽ കാർപ്പലിൻ്റെ നമ്പർ വാരിയബിൾ ആണ്. ചിലപ്പോൾ ഫ്ലവറിൽ കാർപ്പലിൻ്റെ എണ്ണം ഒറ്റൊന്നാവാം. ഫ്ലവർ കൺസിസ്റ്റിംഗ് ഓൺലി 1 carpel is termed as monocarpellary. എന്താ പറയാ? മോണോകാർപ്പല്ലറി. If flower consisting more than 1 carpel, then it is termed as multicarpellary. Clear? Multicarpellary. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അല്ലേ. മോണോകാർപ്പല്ലറി എന്ന് പറയുമ്പോൾ G1 വരുന്ന ഒരു ഫാമിലി, ഇപ്പം ഫാബേഷ്യ നമ്മൾ പഠിക്കുന്ന ഫാമിലിയാണ് മോർഫോളജിയിൽ. ഫാബേഷ്യ ലെഗിമിനോസയുടെ സബ് ഫാമിലി. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാന്റ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു പ്ലാന്റ് പറയുമ്പോൾ അല്ലേ, ഏതാ പ്ലാന്റ് പറയാം? പി പറയാം. പി, ഫാബേഷ്യയിൽ പി പറയാം. ഓക്കെ. ഇനി അതുപോലെ മൾട്ടി കാർപ്പലറി എന്ന് പറയുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. മൾട്ടി കാർപ്പലറിക്ക് 2 ഓപ്ഷൻ. ഒന്ന് സിൻകാർപ്പസ് ആവാം. സിൻകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മീൻസ് യുണൈറ്റഡ് കാർപ്പൽസ്. ഇഫ് കാർപ്പൽസ് ആർ യുണൈറ്റഡ് then it is termed as സിൻകാർപ്പസ്. എക്സാമ്പിൾ ടെക്സ്റ്റിൽ ഈ സാമ്പിൾ പറയുന്ന എക്സാമ്പിൾ പറ. സിൻകാർപ്പസിന് എക്സാമ്പിൾ ഈ സാമ്പിൾ ഏതായിരുന്നു? പെപ്പാവർ അല്ലേ? യെസ്, പെപ്പാവർ. എന്നാൽ അപ്പോകാർപ്പസ് മൾട്ടി കാർപ്പലറി ആണ്, അപ്പോകാർപ്പസ് ആണ്. ഈ സാമ്പിൾ എക്സാമ്പിൾ പറയുന്നത് മൈക്കീലിയ. ക്ലിയർ? മൈക്കീലിയ. അപ്പോൾ നമ്മൾ ഈ ടേം കൂടെ അറിഞ്ഞു വെക്കണം. മോണോകാർപ്പലറി എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഹാവിംഗ് ഓൺലി 1 carpel, മൾട്ടി കാർപ്പലറി മോർ ദാൻ 1 carpel. സിൻകാർപ്പസ് യുണൈറ്റഡ് കാർപ്പൽ എക്സാമ്പിൾ പെപ്പാവ. ദെൻ അപ്പോകാർപ്പസ് ഫ്രീ കാർപ്പൽ എക്സാമ്പിൾ മൈക്കീലിയ. ക്ലിയർ? സോ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തിപ്പോൾ? സ്റ്റേമൻ പറഞ്ഞു, കാർപ്പൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആൻഡീഷ്യൻ, അതിൽ സ്റ്റേമൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ദെൻ കൈനീഷ്യത്തിൽ കാർപ്പലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോസ്പൊറാൻസിയം, മെഗാസ്പൊറാൻസിയം. ഇപ്പോൾ സ്റ്റേമനിൽ എവിടെയാണ് മൈക്രോസ്പൊറാൻസിയം? ഏതാണ് മൈക്രോസ്പൊറാൻസിയം? ആന്തറിനുള്ളിലാണ് മൈക്രോസ്പൊറാൻസിയം ഉള്ളത്. കാർപ്പൽ ഏതാണ്? മെഗാസ്പൊറാൻസിയം. ദിസ് ഒവ്യൂൾ ഈസ് നെയിംഡ് ആസ് മെഗാസ്പൊറാൻസിയം. ഒവ്യൂളിൻ്റെ പേരാണ് എന്ത്? മെഗാസ്പൊറാൻസിയം. ഓക്കെ, ഒവ്യൂളിൻ്റെ വേറെ പേരായത് മെഗാസ്പൊറാൻസിയം. നെക്സ്റ്റ് ഇനി നമ്മൾ പോകുന്നത്
മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം, സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം. നോക്കൂ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ അപ്പോൾ നേരത്തെ നമ്മൾ വരച്ചു. ഓക്കെ, ആന്തറിൽ മൈക്രോസ്പൊറാഞ്ചിയം എവിടെ നമ്മൾ നേരത്തെ ലാബിൽ ചെയ്തു. അപ്പോൾ ആ മൈക്രോസ്പൊറാഞ്ചിയം അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. ദാ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഒരു ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സെക്ഷൻ. നോക്ക്, ഇതിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എന്ത്? എപ്പിഡെർമിസ്. ഔട്ടർമോസ്റ്റ് ലെയർ ഈസ് ടേംഡ് ആസ് എപ്പിഡെർമിസ്. ഇന്നർ ടു ദി എപ്പിഡെർമിസ് പറ. ഇന്നർ ടു ദി എപ്പിഡെർമിസ് എന്താണ്? എൻഡോത്തീഷ്യം. ക്ലിയർ? ഇന്നർ ടു ദി എപ്പിഡെർമിസ് ഇസ് എൻഡോത്തീഷ്യം. ദെൻ എൻഡോത്തീഷ്യത്തിനുള്ളിലായിട്ട് എന്ത്? ഇന്നർ ടു ദി എൻഡോത്തീഷ്യം ഇസ് ഫ്യൂ ലേയേഴ്സ് വിച്ച് ഇസ് കോൾഡ് മിഡിൽ ലേയേഴ്സ് അല്ലേ? യെസ്. അപ്പം എൻഡോത്തീഷ്യത്തിനുള്ളിൽ കാണുന്നത് മിഡിൽ ലേയേഴ്സ് ആണ്, അതായത് ഫ്യൂ ലേയേഴ്സ് ആണ്. ദെൻ അത് കഴിഞ്ഞ് അടുത്ത ലെയർ നമുക്ക് പറയാം എന്താണ്? ടെപ്പീറ്റം. ദ ലാസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ഈസ് നെയിംഡ് ആസ് ടെപ്പീറ്റം. അപ്പോൾ ടെപ്പീറ്റം എന്ന് പറയുമ്പോൾ ടെപ്പീറ്റം. ക്ലിയർ? ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും? ടെപ്പീറ്റം ഉണ്ടാവും. ടെപ്പീറ്റത്തിനുള്ളിലായിട്ട് എന്തുണ്ടാവുക? മൈക്രോസ്പൊറാഞ്ചിയം ഉള്ളത്. ക്ലിയർ? അതിനുള്ളിലായിട്ടാണ് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാവുക. സോ മൈക്രോസ്പൊറാഞ്ചിയം നമുക്കുള്ളിൽ കാണിക്കാം. ഇത് മൈക്രോസ്പൊറാഞ്ചിയം. ഓക്കെ, സോ ഞാനൊന്ന് ലാബിൽ ചെയ്യാം. Outermost layer is epidermis, second layer is endothelium, then inner to the endothelium is middle layers. Middle layers കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താണ്? ടെപ്പീറ്റം. The last layer is named as ടെപ്പീറ്റം. നോക്കൂ മക്കളെ, ഇതിൽ എന്താണ് ഈ ലേയേഴ്സിന്റെ ഫംഗ്ഷൻ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം ആൻഡ് മിഡിൽ ലേയേഴ്സ് ഡൂയിങ് ദി ഫംഗ്ഷൻ ഓഫ്. ഈ മൂന്ന് ലെയർ, ആദ്യത്തെ മൂന്ന് ലേയേഴ്സിന്റെ റോൾ എന്താ? ഇസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ. Provide protection and dehiscence of anther. Protection ആണ് ഒരു ഫംഗ്ഷൻ. പിന്നെ ഒന്ന് എന്താണ്? dehiscence of anther. Dehiscence of anther. ഇതിനാണ് എന്ത്? ആദ്യത്തെ മൂന്ന് ലെയർ. But last layer ടെപ്പീറ്റം which provide nourishment to developing pollen grain. ടെപ്പീറ്റത്തിൻ്റെ റോള് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യലാണ്. Nourishment to developing pollen grains. ഇപ്പോൾ നോക്കണേ, ടെപ്പീറ്റൽ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് അറിയേണ്ടതുണ്ട്. നറിഷ്മെന്റ് മാത്രമല്ല ടെപ്പീറ്റത്തിന് റോളുണ്ട്. നറിഷ്മെന്റ് അതിൽ ഇമ്പോർട്ടൻറ്റ് റോളാണ്. എന്നാൽ അതല്ലാതെയും ചില റോളുണ്ട്. നറിഷ്മെന്റ് ഒരു റോളാണ്. പ്ലസ് ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്, ദേ പ്രൊഡ്യൂസ് യുബിഷ് ഗ്രാന്യൂൾസ് ഓർ യുബിഷ് ബോഡീസ്. അവർ യുബിഷ് ബോഡീസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ടെപ്പീറ്റം എന്ന് പറഞ്ഞാൽ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് സെക്രീറ്ററി ടെപ്പീറ്റമാണ്, പിന്നെ ഒന്ന് അമീബോയിഡ് ടെപ്പീറ്റമാണ്. ഇത് ടെക്സ്റ്റ് ബേസ്ഡ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അമീബോയിഡ് ടെപ്പീറ്റമാണ് നറിഷ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നത്. അമീബോയിഡ് ടെപ്പീറ്റത്തിന്റെ ഒരു ഫംഗ്ഷനാണ് ശരിക്ക് എന്ത്? നറിഷ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ സെക്രീറ്ററി ടെപ്പീറ്റമാണ് യുബിഷ് ബോഡീസ് ഉണ്ടാക്കുന്നത്. യുബിഷ് ബോഡീസ് സെക്രീറ്ററി ടെപ്പീറ്റത്തിന്റെ ഫംഗ്ഷനാണ്. സെക്രീറ്ററി ടെപ്പീറ്റം നോക്ക്, യുബിഷ് ബോഡീസ് ഉണ്ടാക്കും. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ യുബിഷ് ബോഡീസിൽ നിന്നും ഉണ്ടാകും. അതിലൊന്നാണ് പൊള്ളൻ കീറ്റിൻ്റെ സെക്രീഷൻ. പൊള്ളൻ കീറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി ആവാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയത് പൊള്ളൻ കീറ്റ്, ഒരു ഓയിലി സബ്സ്റ്റൻസ്. ഇനി അതുപോലെ വേറൊരു ഫംഗ്ഷനാണ് കാലൈസ് എന്ന എൻസൈമിൻ്റെ സെക്രീഷൻ. കാലോസ് വാള് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാലൈസ് എന്ന എൻസൈം എന്താവും സെക്രീറ്റ് ചെയ്യാറുണ്ട്. ഇനി അത് മാത്രമല്ല വേറെയും ചില ഫങ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്, ഈ ടെപ്പീറ്റത്തിലുണ്ട്. ബട്ട് ടെക്സ്റ്റിൽ നമുക്ക് ആ പോയിന്റ്സ് അത്രയും ഡീപ്പായിട്ടില്ല. സോ നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കുക ഫങ്ഷൻ എന്താണ്? നറിഷ്മെന്റ്. ഇനി സ്പോറോപോളനിനെ ഉണ്ടാക്കാം, അതും ഇവിടെ വരുന്നതാണ് കേട്ടോ. യുബിഷ് ബോഡീസിൽ കാലൈസ് എന്ന എൻസൈം സ്പോറോപോളനിനെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതുപോലെ പൊള്ളൻ കീറ്റ് സെക്രീഷൻ. ഇതൊക്കെ നമുക്ക് ഇവിടെ പറയാവുന്ന ഫങ്ഷൻ തന്നെയാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഓർത്തു വെക്കാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടെപ്പീറ്റം ഇവർക്ക് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്, മോർ ദാൻ വൺ ന്യൂക്ലിയർ ഉണ്ട്. ടെസ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന വേറൊരു പോയിന്റ് നറിഷ്മെന്റ് ആണ്. പ്ലസ് ദേ ഹാവ് ഡെൻസ് സൈറ്റോപ്ലാസം.
dense cytoplasm and more than one nuclei. ഈ പോയിന്റ് കൂടെ നിങ്ങൾ അതിനെ കൂടെ ഓർത്തേക്കണം. ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് മോർ ദാൻ വൺ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് 4 ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ എൻലാർജ്ഡ് ആയ ഒരു ഡയഗ്രം, NCERT ഉള്ള ഡയഗ്രം അല്ലേ ഇത്. ഈ ഡയഗ്രത്തിലുള്ള ഓരോ പാർട്ടും നോക്കുക. നിങ്ങളൊന്ന് ലാബിൽ ചെയ്ത് നോക്കുന്നില്ല. ഫസ്റ്റ് ലെയർ ഏതാ? ഇതേതാ? ദിസ് ഈസ് എപ്പിഡെർമിസ് അല്ലേ? എപ്പിഡെർമിസ്. ദെൻ ഇതെന്താണ്? സെക്കൻഡ് ലെയർ എൻഡോത്തീഷ്യം. യെസ്, എൻഡോത്തീഷ്യം. ദെൻ അടുത്ത ലെയേഴ്സ് എന്താണ്? മിഡിൽ ലെയേഴ്സ്. ആൻഡ് ലാസ്റ്റ് ലെയർ എന്താണ്? ടെപ്പിറ്റം. ഏതാണ് ടെപ്പിറ്റം? ഇതാണ് ടെപ്പിറ്റം. ഓക്കെ, ഈ ലെയറാണ് ടെപ്പിറ്റം എന്ന് വരുന്നത്. എന്നാൽ ഇതെന്താണ്? പോളൻ മദർ സെല്ലാണ്. PMC, പോളൻ മദർ സെൽസ്, അതായത് മൈക്രോസ്പോർ മദർ സെൽ. അപ്പോൾ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഗോ ഫോർ നെക്സ്റ്റ് മെഗാസ്പൊറാൻസിയം, അതായത് ഇതെന്താണ്? ഒവ്യൂളാണ്. അതായത് മെഗാസ്പൊറാൻസിയം. ക്ലിയർ? ഇപ്പോൾ NCERT തന്ന ഒരു ഓവ്യൂളിൻ്റെ ഡയഗ്രം ഇല്ലേ, അതേ ഓവ്യൂൾ തന്നെയാണ്. പക്ഷേ ടെക്സ്റ്റിൽ അത് അപ്രൈറ്റ് ആയിട്ടാണ് കൊടുത്തത്, ഇവിടെ അത് ഇൻവേർട്ടഡ് ആയിട്ടാണ്. ശരിക്കും ഈ ഓവ്യൂൾ നമ്മൾ പറയുക അനാട്രോപ്പസ് ഓവ്യൂൾ എന്നാണ്. ടിപ്പിക്കൽ ഓവ്യൂൾ ഓഫ് ആൻജിയോസ്പെർം ഈസ് നെയിംഡ് ആസ് അനാട്രോപ്പസ് ഓവ്യൂൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാട്രോപ്പസ് ഓവ്യൂൾ എന്ന് ഈ ടൈപ്പിനെ വിളിക്കുന്നത്? ഇതാണ് ഏറ്റവും കൂടുതൽ ആൻജിയോസ്പെർമിൽ ഉണ്ടാവാറ്. ഇതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ മൈക്രോപൈൽ അത് ഫ്യൂണിക്കിളിന് പാരലൽ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്താണ് മൈക്രോപൈൽ, എന്താണ് ഫ്യൂണിക്കിൾ? നമുക്ക് ഓരോ പാർട്ട് വൈസ് നോക്കാം. ഒരു ഓവ്യൂളിന്റെ പാർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റോക്കിനെ വിളിക്കുന്നത് സ്റ്റോക്ക് ഓഫ് ഓവ്യൂൾ ഈസ് നെയിംഡ് ആസ് നോക്ക് ഫ്യൂണിക്കിൾ. സ്റ്റോക്ക് ഓഫ് ഓവ്യൂളിനെ വിളിക്കുന്നത് എന്താണ്? ഫ്യൂണിക്കിൾ. ദെൻ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ദ ബോഡി ഓഫ് ഓവ്യൂൾ ഈസ് നെയിംഡ് ആസ്. എന്താണ് ഈ ജംഗ്ഷൻ? ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഹൈലം. ഓക്കെ. ദെൻ 2 ലെയർഡ് പ്രൊട്ടക്റ്റീവ് കവറിങ്, ഈ 2 ലെയർ പ്രൊട്ടക്റ്റീവ് കവറിങ്, ഇതിനെ വിളിക്കുന്ന പേര് ഇൻഡഗ്യുമെന്റ്സ്. ദെൻ നെക്സ്റ്റ് എന്താണ്? എ സ്മോൾ ഓപ്പണിംഗ് ഇൻ ഇൻഡഗ്യുമെന്റ് is named as micropyle. അല്ലേ, എന്താ ഈ റീജിയനെ വിളിക്കുന്ന എന്ത്? micropyle. Then region opposite to the micropyle is named as chalazal pole. ആ റീജിയനെ ടോട്ടലി പറയാൻ chalazal pole. ഇതേതാണ്? മൈക്രോപൈലാർ പോൾ. ഇത് chalazal pole. പോയിന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി മൈക്രോപൈൽ ആണ് എന്ത്? ചലാസ. ദെൻ അടുത്ത എന്താണ്? the space enclosed by integument is named as ന്യൂസെല്ലസ്. അതിനെ വിളിക്കുന്നത് എന്താണ്? ന്യൂസെല്ലസ്. ദെൻ ദ ഫീമെയിൽ ഗാമിറ്റോഫൈഡ് ഈസ് നെയിംഡ് ആസ് എംബ്രിയോസാക്. ഫീമെയിൽ ഗാമിറ്റോഫൈഡിനെ പറയുന്ന പേരാണ് എംബ്രിയോസാക്. അപ്പം ഇത്രയാണ് ഒരു ഓവ്യൂളിലെ പാർട്ടുകൾ. മനസ്സിലായല്ലോ? ഓവ്യൂളിന്റെ പാർട്ട് ഒന്നുകൂടെ പറയാം. സ്റ്റോക്ക് ഓഫ് ഓവ്യൂൾ ഈസ് നെയിംഡ് ആസ് ഫ്യൂണിക്കിൾ. ദെൻ ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ബോഡി ഓഫ് ഓവ്യൂൾ ഈസ് നെയിംഡ് ആസ് ഏതാണ്? ഹൈലം. ദെൻ അടുത്തേതാണ്? 2 ലെയർഡ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഈസ് നെയിംഡ് ആസ് ഇൻഡഗ്യുമെന്റ്, ഔട്ടർ ഇൻഡഗ്യുമെന്റ് ആൻഡ് ഇന്നർ ഇൻഡഗ്യുമെന്റ്. ദെൻ എ സ്മോൾ ഓപ്പണിംഗ്, മൈന്യൂട്ട് ഓപ്പണിംഗ് which is named as micropyle. Region opposite to the micropyle is named as chalaza. And 2 layered protective the space enclosed by integument is named as nucellus. And the female gametophyte is the embryosac. Clear? അപ്പോൾ നമ്മൾ മൈക്രോസ്പൊറാൻസിയം മെഗാസ്പൊറാൻസിയം രണ്ടും നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ വെച്ചാണ് എന്തുണ്ടാവുക? മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പോർ, അതായത് അതിൽ നിന്നാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. ഇവിടെ മെഗാസ്പൊറാഞ്ചിയത്തിൽ നിന്നാണ് എംബ്രിയോസാക് എന്ന ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവുക. സോ ഇനി പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. ഈ ചാപ്റ്ററിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെഗാസ്പോറോജെനസിസ്. അപ്പോൾ നോക്കാം എന്താണ് മൈക്രോസ്പോറോജെനസിസ്, എന്താണ് മെഗാസ്പോറോജെനസിസ്. നോക്കുക, മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുമ്പോൾ what is microsporogenesis? It is the formation of microspore from microspore mother cell or pollen mother cell through meiosis.
മിയോസിസിലൂടെ PMസിൽ നിന്ന് മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിന് എന്താ പറയുക? മൈക്രോസ്പോറോജെനിസിസ്. അപ്പോൾ എന്താ മെഗാസ്പോറോജെനിസിസ്? സെയിം പാറ്റേൺ തന്നെ പറയും. ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ്. ജസ്റ്റ് എന്താണ് ആ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു തരും. ക്ലിയർ? മൈക്രോസ്പോർ ഉണ്ടാവാം, മെഗാസ്പോർ ഉണ്ടാവാം. ആ പ്രോസസ്സിനാണ് ഇങ്ങനെ മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്. രണ്ടിലും ഡിവിഷൻ മിയോസിസ് ആണ്. കാരണം ഇവർ ഡിപ്ലോയിഡ് ആയ മദർ സെല്ലിൽ നിന്നാണ് ഡിവിഷൻ നടക്കുന്നത്. സോ മൈക്രോസ്പോറോജെനിസിലെ ഇവന്റ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏറ്റവും ആദ്യം ഒരു യങ് ആന്തറിൽ നമ്മൾ മൈക്രോസ്പോറാഞ്ചിയം നോക്കിക്കഴിഞ്ഞാൽ, ഒരു യങ് ആന്തറാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ ഡയഗ്രം വരച്ചു. അതിൽ മൈക്രോസ്പോറാഞ്ചിയത്തിനുള്ളിൽ കാണുന്നത് എ ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ്. ഒരു കൂട്ടം കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയ, അടുത്തടുത്ത് അറേഞ്ച് ചെയ്ത ഒരേപോലുള്ള ഒരു കൂട്ടം സെല്ലാണ്, ഡിപ്ലോയിഡ് ആയ സെല്ലാണ് ഉണ്ടാവുക. ഇതിന് നമ്മൾ പറയുന്നതാണ് സ്പോറോജീനസ് ടിഷ്യൂ. എന്താ പറയുക? സ്പോർ ഉണ്ടാവാനുള്ള ടിഷ്യൂ. സ്പോറോ ജീനസ് മീൻസ് ജനറേറ്റിംഗ് അല്ലേ? സ്പോറോജീനസ് ടിഷ്യൂ. ഇതാണ് ഒരു യങ് ആന്തറിൽ ഉണ്ടാവുക. അപ്പോൾ സ്പോർ ഉണ്ടാവാനുള്ള ഒരു ടിഷ്യൂ. അതിൽ ഓരോ സെല്ലുമാണ് പൊള്ളൻ മദർ സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എഴുതാം ഇവിടെ സ്പോറോജീനസ് ടിഷ്യൂ. ഫസ്റ്റ് സ്പോറോജീനസ് ടിഷ്യൂ. പ്ലോയിഡി, എല്ലാത്തിനെയും പ്ലോയിഡി നമ്മൾ ഓർത്ത് വെക്കണം. ഇതൊക്കെ എന്താണ് പ്ലോയിഡി? ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് ആയ ടിഷ്യൂ ആണ് സ്പോറോജീനസ് ടിഷ്യൂ. Each cell of sporogenous tissue is the pollen mother cell, അതായത് മൈക്രോസ്പോർ മദർ സെൽ. അപ്പോൾ സ്പോറോജിനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും എന്താണ്? പൊള്ളൻ മദർ സെല്ലാണ്. അപ്പോൾ ഇതൊരു പൊള്ളൻ മദർ സെൽ, ഡിപ്ലോയിഡ് ആയ പൊള്ളൻ മദർ സെൽ. അതിന് മിയോസിസ് നടന്നു. രണ്ടോ മിയോസിസ് ആൻഡ് ഫോം 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർ which are connected in a single point. ഇപ്പം ഇങ്ങനെയുള്ള 4 സെല്ലിന്, മിയോസിസിലുണ്ടാകുന്ന 4 സെല്ലിന് എന്താ വിളിക്കുക? ഡയാഡ് എന്നാണോ പറയുക? ടെട്രാഡ് എന്നാണോ പറയുക? ടെട്രാഡ് എന്നല്ല പറയാം. സോ എന്താ പറയാം? പൊള്ളൻ മദർ സെൽ undergo മൈക്രോസ്പോർ, undergo meiosis and form microspore tetrad. Clear? Microspore tetrad. ഇങ്ങനെ ടെട്രാഡ് ഉണ്ടായി. അപ്പോൾ മിയോസിസ് നടന്നു കഴിഞ്ഞാൽ മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി. അവരിങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നമുക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാം. ടെട്രാഹെഡ്രൽ ആയ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. ലീനിയർ ആയ അറേഞ്ച്മെന്റ് അല്ല, ടെട്രാഹെഡ്രൽ ആയ ഒരു അറേഞ്ച്മെന്റ് ആണ് മൈക്രോസ്പോർ ടെട്രാഡിൽ ഓരോ സെല്ലിനും. അതിന് നോക്ക്, അടുത്ത എന്താണ്? ആസ് ആന്തർ മെറ്റ്സോർ ആൻഡ് ഡീഹൈഡ്രേറ്റ്. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. എപ്പോഴാണ് ഈ ഒരു ടെട്രാഡ് സെപ്പറേഷൻ നടക്കുന്നത്? NCERT പറയുന്ന ആസ് ആന്തർ മെറ്റ്സോർ ആൻഡ് ഡീഹൈഡ്രേറ്റ്. മെറ്റ്സുറേഷൻ നടന്നു, ഡീഹൈഡ്രേഷൻ നടന്നു. Then this tetrad undergo separation into free microspores, and this free microspores develop into pollen grain. ഈ ഫ്രീ മൈക്രോസ്പോർ അതാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? pollen grains ആയിട്ട് മാറുന്നത്. ഓക്കെ, pollen grains. ക്ലിയർ? ഇങ്ങനെ മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെ എന്താ വിളിക്കുക? മൈക്രോസ്പോറോജെനിസിസ്. പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ഇല്ല. ഇവിടെ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? പോളൻ ഗ്രെയിൻസിലാണ്. മൈക്രോസ്പോർ ഒരിക്കലും പുറത്ത് ഫ്രീ ലിവിങ് ആയിട്ടല്ല ഗാമിറ്റോഫൈറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജിംനോസ്പമിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു, ജിംനോ ആയാലും ആൻസിയോ ആയാലും ഒരുപോലെയാ. Unlike bryophyte and pteridophyte, in gymnosperm, male and female gametophyte do not have free living, independent free living existence. അതുകൊണ്ട് പൊള്ളൻ ഗ്രെയിൻസ് മൈക്രോസ്പോറിൽ നിന്ന് നേരെ ഡെവലപ്പ് ചെയ്യും. അവർ ഒരിക്കലും ഫ്രീ ലിവിങ് ആയിട്ട് പുറത്തല്ല ഡെവലപ്പ് ആകുന്ന, അല്ലെങ്കിൽ അവർ സർവൈവ് ചെയ്യുന്ന. ഉറപ്പായിട്ടും അവരെവിടെ ഉണ്ടാവാം? മൈക്രോസ്പോറാഞ്ചിയത്തിനുള്ളിൽ തന്നെ ഉണ്ടാവാം പൊള്ളൻ ഗ്രെയിൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ഡെവലപ്മെന്റൽ സീക്വൻസ്. കറക്റ്റ് സീക്വൻസ് ഒറ്റ ഞാൻ ചോദിച്ചാൽ തെറ്റിക്കൂലല്ലോ. ഇതൊന്നുകൂടെ. ഏറ്റവും ആദ്യം സ്പോറോജിനസ് ടിഷ്യൂ, ദെൻ പൊള്ളൻ മദർ സെൽ, ദെൻ മൈക്രോസ്പോർ ടെട്രാഡ്, ഫ്രീ മൈക്രോസ്പോർസ്, ദെൻ പൊള്ളൻ ഗ്രെയിൻസ്. മൈക്രോസ്പോർ അല്ലെങ്കിൽ ഫ്രീ മൈക്രോസ്പോർ എന്ന് പറയാം, അത് പൊള്ളൻ ഗ്രെയിൻസ് ആണ്. ഓക്കെ, ഇതാണ് മൈക്രോസ്പോറോജെനിസിസ്. സോ വാട്ട് അബൌട്ട് മെഗാസ്പോറോജെനിസിസ്? നമുക്ക് നോക്കാം എങ്ങനെയാണ് മെഗാസ്പോറോജെനിസിസ്. നോക്ക്, ഒരു യങ് മെഗാസ്പൊറാൻസിയം, ഇത് യങ് ആന്തർ, അതിലുള്ള യങ് ആയ മൈക്രോസ്പൊറാൻസിയം ആയിരുന്നു. ഇവിടെ ഒരു മെഗാസ്പൊറാൻസിയമാണ്, ഒവ്യൂളാണ്. ഓവ്യൂളിനുള്ളിൽ കാണുന്നത് ന്യൂസെല്ലസ് ടിഷ്യൂ ആണ്. അപ്പോൾ ഇനീഷ്യലി ഓവ്യൂൾ എന്തില്ല? എംബ്രിയോസാക്കില്ല. അപ്പോൾ നേരത്തെ നമ്മൾ എംബ്രിയോസാക്ക് ലാബിൽ ചെയ്തു. ബട്ട് ഇനീഷ്യലി എംബ്രിയോസാക്കില്ല, ന്യൂസെല്ലസ് ഉണ്ടാവും. ന്യൂസെല്ലസിലെ ഒരു സെൽ, വൺ ന്യൂസെല്ലാർ സെൽ,
ഒരൊറ്റ സെല്ല്. ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? ഡിപ്ലോയിഡ്. വൺ ന്യൂസെല്ലാർ സെൽ. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നത്? MMC ആവും. അപ്പൊ എത്ര MMC ഉണ്ടാവും? ഓൺലി 1 MMC. ഇവിടെ എത്ര PMC ഉണ്ടാവും? ന്യൂമറസ് PMC ഉണ്ടാവും. ഒരുപാട് സെല്ലുണ്ട്, ഓരോരുത്തരും PMC ആകുന്ന. ഇവിടെ ഓൺലി 1 MMC. മെഗാസ്പോർ മദർ സെൽ ഒരൊറ്റ ഒന്ന് മാത്രം. ക്ലിയർ? Then MMCക്ക് മിയോസിസ് നടന്നു. MMC that means megaspore mother cell undergo meiosis and form പറയ് 4 megaspore which are termed as megaspore tetrad. Megaspore tetrad ഉണ്ടാകും. ക്ലിയർ? അതായത് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റിൽ കാണിക്കേണ്ട ഡയഗ്രാം ഇതാ. ഇങ്ങനെ 4 മെഗാസ്പോർ ടെട്രാഡ്. അറേഞ്ച്മെന്റ് ലീനിയർ ആണ്. നേരത്തെ മൈക്രോസ്പോർ ടെട്രാഡ് ടെട്രാഹെഡലി അറേഞ്ച്ഡ് ആണെങ്കിൽ ഇവിടെ മെഗാസ്പോർ ടെട്രാഡ് ലീനിയർ ആയ അറേഞ്ച്മെന്റ് ആണ്. ഇതൊക്കെ ഡിഫറൻസിൽ നമ്മളെ മൈൻഡിൽ വേണം കേട്ടോ. ഇതെല്ലാം നമ്മൾ അറിയണേ. ഇനി ഇതില് 4 മെഗാസ്പോറിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യുന്ന. ആദ്യത്തെ 3 എണ്ണാണോ അവസാനത്തെ 3 എണ്ണാണോ ഡീജനറേറ്റ് ചെയ്യുന്നത്? ഏതായിരിക്കും? ആദ്യത്തെ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യും. ഇവര് പോവും, ഇയാള് പോവും. എന്നാൽ ലാസ്റ്റത്തെ ഒന്നാണ് എന്താവും? ഫങ്ഷൻ ആവാം. സോ ഏത് റീജിയനിലുള്ള മെഗാസ്പോർ ആണ് ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആവാം എന്ന് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓർത്ത് വെച്ചേക്കാം, ഇത് ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. Cell pole, not at micropylar pole. Clear? Megaspore at micropylar pole develop into functional megaspore. That is a wrong statement. Right one. Megaspore at the cell pole develop into a functional megaspore. That megaspore was develop into an embryo sac. So megaspore tetrad ninnum one functional megaspore. Okay. One functional megaspore which develop into embryo sac. ഇതാണ് embryo sac ആകുന്നത്. That is the female gametophyte. Clear? Pollen grains are the male gametophyte. Embryo sac is the female gametophyte. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. സോ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റ് ഒരു പേര് ഉപയോഗിക്കും. ടെസ്റ്റിൽ പ്രത്യേകം പറയുന്ന പോയിന്റാ. Out of 4 megaspore, 3 will degenerate, 1 become functional megaspore. That development of embryo sac is named as monosporic development. Is named as monosporic development. 4 എണ്ണം ഉള്ളതിൽ നിന്നും 3 എണ്ണം പോയി, 1 മാത്രം ഫങ്ഷണൽ ആയി. അതിന് വിളിക്കുന്ന പേരായിരുന്നു മോണോസ്പോറിക് ഡെവലപ്മെന്റ്. സോ ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ്. നോക്കണേ, മൈക്രോസ്പോറോജനസിസ്, മെഗാസ്പോറോജനസിസ്. ഇവിടെ ഓൾ പൊള്ളൻ മദർ സെൽസ്, അതായത് എവിടെയാണ് സ്പോറോജിനസ് ടിഷ്യൂല്, അതിൽ ഓരോ സെല്ലും ഈച്ച് സെൽ ഓഫ് സ്പോറോജിനസ് ടിഷ്യൂ ഡെവലപ്പ് ഇൻ ടു എ പൊള്ളൻ മദർ സെൽ അല്ലെ? എല്ലാ സെല്ലും പൊള്ളൻ മദർ സെല്ലാകുന്ന. എവിടെയോ ഓൺലി 1 ന്യൂസെല്ലാർ സെൽ ഡെവലപ്പ് ഇൻ ടു മെഗാസ്പോർ മദർ സെൽ. ക്ലിയർ? ഇതാണ് ഒരു ഡിഫറൻസ്. ഒന്നാമത്തെ പോയിന്റ്, all cells of sporogenous tissue develop into pollen mother cell. And എവിടെയോ only 1 nucellar cell develop into megaspore mother cell. അടുത്ത PMCക്ക് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ എന്താ? മൈക്രോസ്പോർ ടെട്രാഡ് എങ്ങനെയായിരിക്കും? അറേഞ്ച്ഡ് ഇൻ tetrahedral manner. എന്നാൽ മെഗാസ്പോർ ടെട്രാഡ് അറേഞ്ച്ഡ് ഇൻ ലീനിയർ മാനർ. ലീനിയർ ആയിട്ടാണ് മെഗാസ്പോർ ടെട്രാഡിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ക്ലിയർ? ദെൻ ഈ കേസിൽ നമുക്ക് പറയാം എന്താണ്? മൈക്രോസ്പോർ ടെട്രാഡില് എല്ലാ സെല്ലും ഈ സെല്ലോ മൈക്രോസ്പോർ ടെട്രാഡ് ഡെവലപ്പ് ഇൻ ടു പൊളൻ ഗ്രെയിൻ. ക്ലിയർ? എല്ലാ മൈക്രോസ്പോറും പൊളൻ ഗ്രെയിൻ ആവും. ഓൾ മൈക്രോസ്പോർസ് ഡെവലപ്പ് ഇൻ ടു പൊളൻ ഗ്രെയിൻ. എന്നാൽ ഇവിടെയോ ഔട്ട് ഓഫ് 4 മെഗാസ്പോർ ഓൺലി 1 മെഗാസ്പോർ ബിക്കം ഫങ്ഷണൽ വിച്ച് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ സാക്. ഇവിടെ ഒരു സെല്ല് മാത്രമേ എന്താകുന്നുള്ളൂ? എംബ്രിയോ സാക്കായി മാറുന്നുള്ളൂ. ഇവിടെയോ മുഴുവൻ സെല്ലും മുഴുവൻ മൈക്രോസ്പോറും എന്താവും? പൊളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. പിന്നെ ഒരു ഡിഫറൻസ് എന്താ പറയാ? നമുക്കിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് പറയാം. മോണോസ്പോറിക് ഡെവലപ്മെന്റ് അതെവിടെ ഇല്ല? മൈക്രോയിലില്ല. മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഈസ് ആബ്സെന്റ്, മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഈസ് പ്രസന്റ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത എന്താണ്? മൈക്രോസ്പോറോജനസിസ് ആൻഡ് മെഗാസ്പോറോജനസിസ്. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്ക്, pollen grain and embryo sac. Pollen grains are the male gametophyte. ഞാൻ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ എഴുതാം, മെയിൽ gametophyte. മെയിലിന്റെ സിമ്പിൾ അറിയാലോ അല്ലേ? മെയിൽ gametophyte.
this is the female gametophyte. Female gametophyte. Okay. And look, embryo sac pollen grain development, pollen grain structuring and embryo sac structuring and point like a pollen grain structuring, structure of pollen grain. Pollen grain ncert, it show a variety of architecture. That in architecture is a variety, variation in the size, structure, color. Then our design, variation. That's variety of architecture. Now, size, shape, size of pollen grain ncert. Numerical question down 25 to 50 micrometer. 25 to 50 micrometer. Clear? And the shape of pollen grain, shape generally spherical. Sadharana spherical shape. And variation in the shape variation in the hydrophilia, zostera, ribbon shaped pollen grain. But generally shape is spherical shape. Okay. In your pollen grain develop at a young stage, microspore is a single haploid cell. Mature pollen grain size increase. Cytoplasm, quantity vacuole duplication, tested developmental sequence. Then the division unequal mitosis. Unequal mitosis and the unequal mitosis and the unequal mitosis. Pollen grain structure. Pollen grain structure and the one serious cell one valley cell. Then the outer protective walls and layer on etum porthu layer exine. Ullil കാണുന്ന indine. Okay? Outermost layer is named as exine. Inner layer is named as indine. Then P cells in the വലിയ cell പേര് എന്താണ് vegetative cell എന്നാണ്. അതിന് പ്രത്യേകത shapeless ആയ nucleus ഉണ്ട്. ഒരു definite shape ഇല്ല. Shapeless എന്ന് പറയാൻ പറ്റില്ല എന്നാണ് irregular shaped. അപ്പോൾ shapeless എന്ന് പറഞ്ഞാൽ എന്താ ഒരു shape ഇല്ല എന്ന് പറയാൻ പറ്റുമോ? Not a normal shape, irregular shaped nucleus. Then serious cell is generative cell. So this is explain. Small cell is named as generative cell. Large cell is named as vegetative cells. Okay, so we one by one. Exine. Exine is made up of exine material is sporopollenin. എല്ലാവരും പഠിച്ചേക്കണേ ഓർത്തേക്കണേ സ്പോറോപൊള്ളനിൻ നിങ്ങൾ പഠിച്ചതാണ് റിവൈസ് ചെയ്യുക ആ ഒരു മെറ്റീരിയൽ ആണ് സ്പോറോപൊള്ളനിൻ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സ്പോറോപൊള്ളനിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ മോസ്റ്റ് ഹാർഡ് റെസിസ്റ്റന്റ് ആയ ഒരു ഓർഗാനിക് മെറ്റീരിയൽ അല്ലേ സ്പോറോപൊള്ളനിൻ അതെ മോസ്റ്റ് ഹാർഡ് ആയ ഒന്നാണ് ഇത് ഓർഗാനിക് മെറ്റീരിയൽ ഏറ്റവും സ്ട്രോങ് ആയ ഒന്നാണ് എന്ത് സ്പോറോപൊള്ളനിൻ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു This statement question previous year Neet exam statements wrong statement out in the question. Sporopollenin can withstand high temperature. High temperature and also strong acids and alkali. Acid strong alkali activity resist hard. Then there is no enzyme for the breakdown of sporopollenin so far known. In the very enzyme or enzyme break the second point or sporopollenin sporopollenin gempor in the point absent. This is a wrong statement. Sporopollenin is present at the point on gempor, that is wrong. It is absent at the point on gempor. So what is gempor? What is gempor? Exile openings in the gempor. I just label gempor a minute aperture in exile. Gempor is the minute aperture. Clear? For what? For the passing of pollen tube. Indine outgrowth pollen tube. So indine extension pollen tube through gempor. So exile exine is a discontinuous layer. Are discontinuous? Exine is discontinuous. Passation.
Exine is a discontinuous. Reason, exine having germ pause. That is the correct explanation. Germ pore എന്ന ഓപ്പണിംഗ് ഉണ്ട്, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് അല്ല. എന്നാൽ ഇൻഡൈനിൽ എന്തില്ല? germ pore ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ലെയർ ആണ്. ക്ലിയർ? ഇൻഡൈൻ ഇസ് എ കണ്ടിന്യൂസ് ലെയർ, എക്സൈൻ ഇസ് ദി ഡിസ്കണ്ടിന്യൂസ് ലെയർ. ഇനി നോക്കുക, സ്പോറോപോളിന്റെ പ്രത്യേകത ആണ് അത് ഹാർഡ് ആയതുകൊണ്ട്, മോസ്റ്റ് ഹാർഡ് ആയതുകൊണ്ട് അത് നമുക്ക് പോളൻ ഗ്രെയിൻസ് ഫോസിലായിട്ട് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. Pollen grains can preserved as fossil. That is the assertion. എന്തായിരിക്കും റീസൺ? ബിക്കോസ് exine is made up of sporopollen. സ്പോറോപോളിൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് exine എന്ന ഔട്ടർ ലെയർ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ലോങ് ടേം എക്സിസ്റ്റൻസ് ആണ്, ഇത് ഫോസിലായിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്പോറോപോളിൻ റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്ത് ഇൻഡൈൻ ആണ്. ഇൻഡൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് പറയും സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഏതാണ് ഇൻഡൈൻ? ഇൻഡൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ക്ലിയർ? ഇനി ഇൻഡൈൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടിന്യൂസ് ലെയർ ആണ്. ഇൻഡൈനുള്ളിലാണ് രണ്ട് സെല്ലുള്ളത്. ഒരു സിംഗിൾ സെല്ലായിരുന്നു, അതിന് അൺഈക്വൽ മൈറ്റോസിസ് നടന്നു. അതിന് റീസൺ എന്താ? വൈ അൺഈക്വൽ മൈറ്റോസിസ്? റൈറ്റ് റീസൺ, ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് അസിമെട്രിക് സ്പിൻഡിൽ. ഡയഗ്രത്ത് കാണിക്കേണ്ട ലാബിലിംഗ് അസിമെട്രിക് സ്പിൻഡിൽ. അതുകൊണ്ട് ഇത് അൺഈക്വൽ മൈറ്റോസിസിൽ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമായി. ഇനി നോക്ക്, വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത എന്താ? അതിൽ ഞാൻ പറഞ്ഞു ഷേപ്പ്ലെസ് ന്യൂക്ലിയസ് ആണ്, ഹാവിങ് അബണ്ടൻസ് ഓഫ് ഫുഡ് റീസോം. ജനറേറ്റീവ് സെല്ലിന്റെ ഫംഗ്ഷൻ ഹാവിങ് അബണ്ടൻസ് ഓഫ് ഫുഡ് റീസോം. ഇറ്റ് ഈസ് വിത്ത് ഷേപ്പ്ലെസ് ഇറഗുലർ ഷേപ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് വന്നു, അതായത് ഷേപ്പ്ലെസ് എന്ന് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത് മക്കളെ? ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ്. ഇപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ഷേപ്പ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ്. ജനറേറ്റീവ് സെല്ലോ, ഇറ്റ് ഈസ് ദി സ്മോൾ സെൽ. സെല്ലിന്റെ ഷേപ്പ് ആണ് പറയുന്നത്, ന്യൂക്ലിയസിന്റെ ഷേപ്പ് അല്ല. ഏത് ഷേപ്പാണ്? സ്പിൻഡിൽ ഷേപ്പ്. സ്പിൻഡിൽ ഷേപ്ഡ് ആയ സെല്ലാണ് ജനറേറ്റീവ് സെൽ, വിച്ച് ഫ്ലോട്ട് ത്രൂ ഔട്ട് ദി സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. എന്ന് പറയുമ്പോൾ ശരിക്കും വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഉള്ളിലല്ല കേട്ടോ, ഫ്ലോൺ ത്രൂ ഔട്ട് ദി സർഫസ് ഓഫ് സൈറ്റോപ്ലാസം വെജിറ്റേറ്റീവ് സെൽ എന്നാണ് റൈറ്റ് കോൺസെപ്റ്റ്. ശരിക്കും NCERT ഉപയോഗിച്ചത് ത്രൂ ദി സൈറ്റോപ്ലാസം എന്ന രീതിയിലാണ്. വിത്തിൻ സൈറ്റോപ്ലാസം ശരിക്കും ഒരു സെല്ലിനുള്ളിൽ വേറെ സെല്ലില്ല, ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ സർഫസിലൂടെ ഫ്ലോട്ടിങ്ങിലാണ് എന്ത്? ജനറേറ്റീവ് സെൽ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് സെല്ലിന്റെ കാര്യം പറഞ്ഞു. ജനറേറ്റീവ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗിവ് റൈസ് ടു 2 മെയിൽ ഗാമീറ്റ്സ്. ഇയാളിൽ നിന്നാണ് 2 മെയിൽ ഗാമീറ്റ്സ്, 2 മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകുന്നത്. ഇയാൾക്കൊരു ഡിവിഷൻ നടന്നു കഴിഞ്ഞാലാണ് 2 മെയിൽ ഗാമീറ്റ്. വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്നോ അയാളുടെ ജോലി എന്താ? നറിഷ്മെന്റ് ടു ഡെവലപ്പിംഗ് ഗാമീറ്റ്സ്. ഇയാൾക്ക് നറിഷ്മെന്റ്, അയാളുടെ കയ്യിൽ ഫുഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഓർത്തു വെക്കാം. ക്ലിയർ? പൊള്ളൻ ഗ്രെയിന് നറിഷ്മെന്റ് കൊടുക്കുന്നത് ടെപ്പി2 ആയിരുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്തു വെക്കുക, ഈ ഒരു പൊള്ളൻ ഗ്രെയിൻ ഡെവലപ്പ് ആകുമ്പം എത്ര ഡിവിഷൻ ഉണ്ടാവും? ഒരു പൊള്ളൻ മദർ സെല്ലിൽ നിന്നും പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന സമയത്ത് 1 മിയോസിസും 2 മൈറ്റോസിസും. ഇതൊരു പ്രീവിയസ് ഇയർ ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു മൈറ്റോസിസ് എവിടെയാ? ഒരു മിയോസിസ് എവിടെയാ? PMCക്ക് മിയോസിസ് നടന്നു, അപ്പോഴാണ് മൈക്രോസ്പോർ ഉണ്ടായത്. ദെൻ ആ മൈക്രോസ്പോറിലാണ് ഇപ്പൊ പറഞ്ഞു ഒരു മൈറ്റോസിസ് നടന്നപ്പോഴാണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ആയത്. ഇപ്പൊ മൈറ്റോസിസ് 1 ആയി. ദെൻ അടുത്ത മൈറ്റോസിസ് ജനറേറ്റീവ് സെല്ലിന് മാത്രമാണ്. അപ്പോഴേ ഇതുണ്ടായത് 2 മെയിൽ ഗാമീറ്റ്സ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ 1 മിയോസിസ് ആൻഡ് 2 മൈറ്റോസിസ്. ക്ലിയർ? ഇത്രയും ഓക്കെ അല്ലേ? പോളൻ ഗ്രെയിൻസിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പറയണം. ഇനി പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് ഷെഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സെല്ല് എങ്ങനെയായിരിക്കും നോക്ക്. ഇൻ മോർ ദാൻ 60% ആൻജിയോസ്പേം, ടെസ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. മോർ ദാൻ 60% ആൻജിയോസ്പേം ഷെഡ് ദിയർ പോളൻ ഗ്രെയിൻസ് ഇൻ 2 സെൽഡ് സ്റ്റേജ്. 2 സെല്ലാണ് ഉണ്ടാവുക, 2 സെൽഡ് സ്റ്റേജ്. ക്ലിയർ? ഏതൊക്കെയാണ് 2 സെല്ല്? ഏതൊക്കെയായിരിക്കും പറ? ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലാണ്, പിന്നെ ഒന്ന് ജനറേറ്റീവ് സെൽ അല്ലേ? അപ്പൊ 2 സെല്ലാണ്. എന്നാൽ ഇൻ ലെസ് ദാൻ ദാറ്റ്, ഇപ്പൊ മോർ ദാൻ 60 ഇങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 40% റെസ്റ്റ് ഓഫ് ദി ആൻജിയോസ്പേം, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ലെസ് ദാൻ 40%. They shed their pollen grain in 3 celled stage. 3 celled സ്റ്റേജിലാണ്. ഏതൊക്കെയായിരിക്കും? ഒരു വെജിറ്റേറ്റീവ് സെൽ ഉണ്ടാവും പ്ലസ് 2 മെയിൽ ഗാമീറ്റ്, 2 മെയിൽ ഗാമീറ്റ്സ്. ജനറേറ്റീവ് സെല്ലിൽ ഡിവിഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെക്കുക, മോർ ദാൻ 60% ആൾക്കാർക്കും പോസ്റ്റ് പോളിനേഷണൽ ഗാമറ്റോജെനസിസ് ആണ്.
എന്നാൽ ലെസ് ദാൻ 40 റെസ്റ്റ് ഓഫ് ദി ആൻജിയോസ്പെർം പ്രീ പോളിനേഷണൽ ഗാമിറ്റോജനസിസ്. പോളൻ ഗ്രെയിൻ പുറത്തു വരുന്നതിന് മുമ്പേ, പോളിനേഷന് മുമ്പേ തന്നെ എന്താവും, മെയിൽ ഗാമീറ്റ്സിലായിട്ട് മാറും. ഈ കാര്യം കൂടെ ഇവിടെ ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു പോളൻ ഗ്രെയിൻ റിലേറ്റ് ചെയ്തുകൊണ്ട് അറിയേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എംബ്രിയോ സാക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ്, എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നോക്കാം. നമുക്ക് എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് അല്ലേ, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ നോക്ക്, എംബ്രിയോ സാക്കില് ഡെവലപ്മെന്റ് എവിടെ നിന്നാ, മെഗാസ്പോറിൽ നിന്നാണ്. ഫങ്ഷണൽ മെഗാസ്പോർ. ഇപ്പൊ ഞാനിവിടെ കാണിക്കുക, ഇതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. എ ഫങ്ഷണൽ മെഗാസ്പോർ. ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോ പറ ഏത് ഡിവിഷനാണ്, മൈറ്റോസിസ്. ഇത് ഓൾറെഡി ഹാപ്ലോയിഡ് അല്ലേ, ഇപ്പൊ ഡിവിഷൻ എന്തായിരിക്കും, ഹാപ്ലോയിഡ്, മൈറ്റോസിസ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മൈറ്റോസിസ്, ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ, 2 സെൽഡ് സ്റ്റേജ് അല്ലെ, 2 സെൽഡ് സ്റ്റേജ് എംബ്രിയോ സാക്ക് ആണ് ഉണ്ടാവുക. ഇനി അടുത്ത സെക്കൻഡ് മൈറ്റോസിസ് നടന്നാലോ 4 സെൽഡ് സ്റ്റേജ് ആയി. ക്ലിയർ? ഇപ്പൊ NCERT പറയുന്ന ബൈ ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ ഇറ്റ് ലീഡ് ടു 2 സെൽഡ് സ്റ്റേജ് ഓഫ് 2 ന്യൂക്ലിയസ് സ്റ്റേജ് ഓഫ് എംബ്രിയോ സാക്ക്, 2 ന്യൂക്ലിയസ് സ്റ്റേജ് ഓഫ് എംബ്രിയോ സാക്ക്. Then by second mitosis and third mitosis it lead to formation of 4 nucleate and then 8 nucleate stage embryo sac. 8 nucleate stage എന്ന് പറയുമ്പോൾ മുകളിൽ 4 താഴെ 4. ഓക്കെ, അങ്ങനെ 8 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജിലെത്തി. ദെൻ അതിൽ നിന്നും അടുത്ത എന്താണ്, 8 ന്യൂക്ലിയസ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത one of the nucleus from opposite pole move toward the center. 4-ൽ നിന്നും 1 സെൻട്രലിലോട്ട്, 4-ൽ നിന്നും 1 സെൻട്രലിലോട്ട്. അപ്പം ഓരോ ന്യൂക്ലിയസ് സെൻട്രലിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ സെൻട്രലിലാണ് 2 ന്യൂക്ലിയസ് ഉള്ളത്, മുകളിൽ 3 താഴെ 3 ഉണ്ട്. ദെൻ ഈ സെൻട്രലായിട്ട് വന്ന ഈ ന്യൂക്ലിയസ് അല്ലേ, അവരാണ് എന്താവാ, ദേ ബിക്കം പോളാർ ന്യൂക്ലിയർ ബിക്കോസ് ദേ ആർ കം ഫ്രം ഓപ്പോസിറ്റ് പോൾ. അവർ പോൾസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. സോ അവർ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയർ. ഇത് മെച്ചൂർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നാണ് എന്തൊരു മെച്ചൂർ എംബ്രിയോ സാക്ക്. സോ വാട്ട് ഈസ് ദി സ്ട്രക്ചർ ഓഫ് മെച്ചൂർ എംബ്രിയോ സാക്ക്? ഒരു മെച്ചൂർ എംബ്രിയോ സാക്കിന് നമുക്ക് 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അതിൻ്റെ മൈക്രോപൈല റീജിയൻ ആണ്. മൈക്രോപൈൽ അടുത്തുള്ള ഭാഗം. ഇപ്പം മൈക്രോപൈൽ മുകളിലാവാം താഴെയാവാം. ടെക്സ്റ്റിലെ ഡയഗ്രത്തിൽ താഴെയായിട്ട് കാണിക്കുന്ന ആ എഗ് അപ്പാരറ്റസ് താഴെ കാണിക്കാൻ കാരണം മൈക്രോപൈൽ എന്തുണ്ട്, ഓവ്യൂൾ അനാട്രോപ്പസിൽ താഴെ കാണിക്കുന്നുണ്ട്. സോ ഞാനിവിടെ അതേപോലെ കാണിക്കുന്നത് ഇതെന്താണ്, എഗ്. ദെൻ ഇതെന്താണ്, synergids. clear? 1 egg and 2 synergids. ഒരു എഗ് 2 സൈനർജിഡ്, അതിനെ ടോട്ടലി വിളിക്കും എഗ് അപ്പാരറ്റസ്. ടോട്ടലി വിളിക്കുന്ന പേര് എഗ് അപ്പാരറ്റസ്. ഓക്കെ, റെഡി? ദെൻ മുകളിൽ ഈ ഭാഗത്ത് എന്ത് കാണിക്കാം, ആന്റിപോഡൽ. 3 ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ നിന്നുണ്ടാകുന്ന 3 സെല്ലിനെ നമ്മൾ ടോട്ടലി വിളിക്കുന്ന ടേമാണ് ആന്റിപോഡൽസ്. ആന്റിപോഡൽസ്. ഓക്കെ, ദെൻ സെൻട്രലിൽ 2 ന്യൂക്ലിയസ് ഉണ്ട്. സെൻട്രലിൽ കാണുന്ന ഈ 2 ന്യൂക്ലിയസ് അവർ വന്നത് പോൾസിൽ നിന്നായിരുന്നു. സോ ദേ കോൾഡ് ആസ് പോളാർ ന്യൂക്ലിയായി. പോളാർ ന്യൂക്ലിയായി. ഈ പോളാർ ന്യൂക്ലിയസ് ഉള്ള ഈ വലിയ സെല്ലിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, സെൻട്രൽ സെൽ, ദ ലാർജ് സെൻട്രൽ സെൽ. ക്ലിയർ? ഇതാണ് എന്ത്, എംബ്രിയോ സാക്ക്. അപ്പോൾ നമ്മൾ മെയിൽ ഗാമിറ്റോഫൈറ്റ് പറഞ്ഞു, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് പറഞ്ഞു. ഒരു ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ റീജിയൻസ് മനസ്സിലായല്ലോ ഏതൊക്കെയാണെന്നുള്ള. ഒന്ന് മൈക്രോപൈല റീജിയൻ ആണ്, അവിടെയാണ് എന്തുണ്ടാവുക, എഗ് അപ്പാരറ്റസ് ഉണ്ടാവുക. എഗ് അപ്പാരറ്റസിൽ 1 എഗ്, ദാറ്റ് ഈസ് ഫീമെയിൽ ഗാമിറ്റ് ആൻഡ് 2 സൈനർജിൻ. ദെൻ ചലാസൽ പോളിലാണ് 3 ആന്റിപോഡൽസ് ഉള്ളത്. ദെൻ ആ വലിയ സെല്ല് 2 ന്യൂക്ലിയസ് ഉള്ള വലിയ സെല്ലിന്റെ പേരാണ് എന്ത്, സെൻട്രൽ സെൽ. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ഫീമെയിൽ ഗാമിറ്റോജെനിസിസ് ആണ്. സോ ഗാമിറ്റോജെനിസിസ്, ഫോർമേഷൻ ഓഫ് ഗാമിറ്റ് എന്ന ആ ഒരു ഇവന്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പോകുന്നത് അടുത്ത എങ്ങോട്ടാണ്, ട്രാൻസ്ഫർ ഓഫ് ഗാമിറ്റ്, അതായത് പോളിനേഷനിലേക്കാണ്. ഇത്രയും പോയിന്റ്സ് ഓക്കെ അല്ലേ മക്കളെ, റെഡി അല്ലേ, മനസ്സിലായല്ലോ? നോക്ക്, ബിഫോർ ദാറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗാമിറ്റ്സ് പറയുന്നതിന് മുമ്പായിട്ട് ടെക്സ്റ്റിൽ വരുന്ന 1-2 പോയിന്റ് ഉണ്ട്. ജസ്റ്റ് നോക്കാം. ഹാംഫുൾ ഇമ്പാക്ട് ഓഫ് പോളൻ ഗ്രെയിൻ. വാട്ട് ആർ ദി ഹാംഫുൾ ഇമ്പാക്ട് ഓഫ് പോളൻ ഗ്രെയിൻ? പോളൻ ഗ്രെയിൻസിൽ ചില പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാക്കുന്നുണ്ട്, പോളൻ അലർജി ഉണ്ടാക്കുന്നു. പോളൻ അലർജി, ഇതാണ് ഒരു എഫക്റ്റ്. അലർജിക്കായ പോളൻ ഗ്രെയിൻ ഉണ്ടാക്കുന്ന
ഒരു പ്ലാന്റ് ആണ് എന്ത് പാർത്തീനിയം അല്ലെങ്കിൽ അതിന് വേറെ പേര് ക്യാരറ്റ് ഗ്രാസ്. പാർത്തീനിയം അതായത് ക്യാരറ്റ് ഗ്രാസ്. എന്നാൽ ഇപ്പോൾ പൊള്ളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ്, അതായത് പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് പാർത്തീനിയം അതായത് ക്യാരറ്റ് ഗ്രാസ്. നമുക്കറിയാം വീറ്റ് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വന്ന ഒന്നായിരുന്നു എന്ത് പാർത്തീനിയം എന്ന ഒരു വീട്. ഏറ്റവും ഡേഞ്ചറസ് ആയ വീടാണ് എന്ത് പാർത്തീനിയം എന്ന് പറയുന്നത്. വേൾഡിൽ ഏറ്റവും കൂടുതൽ ക്രോപ്പ് ലോസ് ഉണ്ടാക്കിയ ഒന്ന് പാർത്തീനിയം ആണ്. അപ്പോൾ ആ പേരൊന്ന് ഓർത്ത് വെക്കണേ, പാർത്തീനിയം. ഇനി അതുപോലെ കണ്ടിന്യൂസ് എക്സ്പോഷർ ടു പൊള്ളൻ ഗ്രെയിൻ വിച്ച് മേ ലീഡ് ടു ക്രോണിക് ഡിസീസ് അല്ലെ, ക്രോണിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ പല ഡേഞ്ചറസ് ആയ ഡിസീസ് ലൈക്ക് ആസ്മ. തുടർച്ചയായിട്ട് ഒരാൾ ഇങ്ങനെ ഇതിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ് ആസ്മ ഉണ്ടാവും, ബ്രോങ്കൈറ്റിസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും എന്താവാം ഒരു പൊള്ളൻ ഗ്രെയിൻ കൊണ്ട് ഉണ്ടാവാം. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഹാംഫുൾ ഇമ്പാക്റ്റിൽ ഓർത്ത് വെക്കേണ്ടത്. പൊള്ളൻ അലർജി ആവാം, ആസ്മ ആവാം, ബ്രോങ്കൈറ്റിസ് ആവാം. അലർജി പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാക്കുന്ന പ്ലാന്റിന്റെ പേര് ഓർക്കാം, പാർത്തീനിയം. യൂസ്ഫുൾ ഇമ്പാക്ട് ഓഫ് പൊള്ളൻ ഗ്രെയിൻ. പൊള്ളൻ ഗ്രെയിൻ്റെ യൂസസ് എന്താണ്? നിങ്ങൾ പറയും എന്താണ് യൂസ്? പൊള്ളൻ ഗ്രെയിൻസ് കൊണ്ട് നമ്മൾ പലതും, അതായത് പൊള്ളൻ ഗ്രെയിൻസിൽ റിച്ച് എമൗണ്ട് ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ വെജിറ്റേറ്റീവ് സെല്ലിൽ അബണ്ടൻസ് ഓഫ് ഫുഡ് റിസർവ് ഉണ്ട്. അപ്പോൾ ആ ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഫുഡായിട്ട് ഉപയോഗിക്കാം. ഇന്ന് വെസ്റ്റേൺ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണ് ഈ പൊള്ളൻ പ്രൊഡക്ട്സുകൾ. ക്ലിയർ? അവിടെ ഇതൊരു പാഷനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പൊള്ളൻ ഗ്രെയിൻസ് നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം. ഇപ്പം സാധാരണ ഈ റേസ് ഹോഴ്സസിനും അതോടൊപ്പം പന്തയ കുതിരകൾ, അതോടൊപ്പം സാധാരണ അത്ലറ്റ്സിനും, ഇപ്പോൾ ഒളിമ്പിക്സിലേക്ക് പങ്കെടുക്കുന്ന അത്ലറ്റ്സ് അവർക്കെല്ലാം ഈ പ്രൊഡക്ട്സ് കഴിക്കാം. ഇത് എനർജി എൻഹാൻസ്മെന്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ക്ലിയർ? അതുകൊണ്ട് യൂസ്ഫുൾ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പൊള്ളൻ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കലാണ്. അത് പൊള്ളൻ ടാബ്ലറ്റുകളാവാം, അല്ലെങ്കിൽ സിറപ്സ് ആവാം, ക്രീംസ് ആവാം. ഇങ്ങനെയുള്ള പൊള്ളൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കാം. ഇപ്പോൾ ടെക്സ്റ്റിൽ ഒരു ഡയഗ്രാം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൽ ലാബിലിംഗ് കാണാം, ബി പൊള്ളൻ. ബി പൊള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ബ്രാൻഡ് നെയിമാണ്. ബി പൊള്ളൻ ഇംഗ്ലണ്ടിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് എന്ത് ബി പൊള്ളൻ. അവർ പൊള്ളൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൽ അവർ പേറ്റന്റ് എടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ പ്രൊഡക്റ്റ്, അതായത് ടാബ്ലറ്റുകൾ, അതൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ടാബ്ലറ്റിനൊക്കെ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് NCERT കണ്ടിട്ടുണ്ടാവും. അതിൽ എഴുതിയിട്ടുണ്ട് 30 ഡേയ്സിൽ 30 ടാബ്ലറ്റ്സ് ആണ്. അപ്പം 30 ടാബ്ലറ്റ്സ് 30 ഡേയ്സ് ആണ്. സോ അതിൻ്റെ ഡോസേജ് 1 ടാബ്ലറ്റ് പെർ ഡേ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ പൊള്ളൻ പ്രൊഡക്ട്സിൻ്റെ കാര്യം ഇതാണ്, യൂസ്ഫുൾ ആയ ഇമ്പാക്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് പൊള്ളൻ വയബിലിറ്റിയെ കുറിച്ചാണ്. അടുത്തൊരു പാരഗ്രാഫ് ആയിരുന്നു അവിടെ എന്ത് പൊള്ളൻ വയബിലിറ്റി. പൊള്ളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി എന്ന് പറയുന്നത് മീൻസ് ചെയ്യുന്നത് എന്താ? അതിൻ്റെ ആക്റ്റീവായ പീരീഡ് ആണ് എന്ത് പൊള്ളൻ വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മാക്സിമം ടൈം അപ് ടു ഇറ്റ്സ് ജെർമിനേറ്റ്, അത് ജെർമിനേറ്റ് ചെയ്യുന്നവരെ വരുന്ന ആ ഒരു മാക്സിമം ടൈം ഇല്ലേ, അതാണ് അതിൻ്റെ വയബിലിറ്റി ടൈം എന്ന് പറയുന്നത്, അതിൻ്റെ ആക്റ്റീവായ പീരീഡ്. അപ്പോൾ ആ വയബിലിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയല്ല, അത് വാരിയബിളാണ്. എന്നാലും ഏറ്റവും കൂടുതൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് പൊള്ളൻ വയബിലിറ്റി മോസ്റ്റ്ലി ഡിറ്റർമൈൻഡ് ബൈ ദി ടെമ്പറേച്ചർ, മോയ്സ്ചർ അല്ലേ. ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ മോയ്സ്ചർ, ഹ്യൂമിഡിറ്റി, ഇതൊക്കെയാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുക പൊള്ളൻ വയബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ അത് മാത്രമല്ല ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്. ചില ആൾക്കാർക്ക് പൊള്ളൻ വയബിലിറ്റിയുടെ ഡ്യൂറേഷൻ കൂടുതലാണ്, ചില ആൾക്കാർക്ക് വളരെ കുറവാണ്. രണ്ട് പ്ലാന്റിൽ ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളൂ, 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ രണ്ട് പ്ലാന്റിൽ. ഏത് രണ്ട് പ്ലാന്റിലാണ് 30 മിനിറ്റ്സ് മാത്രം വയബിലിറ്റി പീരീഡ് ഉള്ളത്? ഓർക്ക് റൈസ്, പിന്നെ ഏതാണ് വീറ്റ്, റൈസ് ആൻഡ് വീറ്റ്. ബട്ട് ഇൻ സം ഫാമിലീസ് എന്താവാം വയബിലിറ്റി ക്യാൻ എക്സ്റ്റെൻഡ് ഫോർ മന്ത്സ്, മാസങ്ങളോളം എക്സ്റ്റെൻഡ് ആകുന്ന ഫാമിലിയിൽ വരുന്നതാണ് റോസേഷ്യേ, പിന്നെ ഏതാണ് ലെഗ്യുമിനോസെ, ദെൻ സൊളാനേഷ്യേ. 3 ഫാമിലി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ഓർത്തേക്കണേ. റോസേഷ്യേ, ലെഗ്യുമിനോസെ, സൊളാനേഷ്യേ, ഈ 3 ഫാമിലിയിലും വയബിലിറ്റി മാസങ്ങളോളം എന്താവാം എക്സ്റ്റെൻഡ് ആവാം. ഓക്കെ, റെഡി. ദെൻ പൊളൻ ബാങ്ക്. ഇങ്ങനെ റൈസിലും വീറ്റിലും വയബിലിറ്റി പീരീഡ് വളരെ കുറവാണെങ്കിൽ 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഈ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ കഴിയുക. നമ്മൾ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കിയ പ്ലാന്റ് അല്ല റൈസും വീറ്റും ഒക്കെ, ഒരുപാട് ഹൈബ്രിഡ്സ് ഉണ്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷനിൽ ഇങ്ങനെയുള്ള പ്ലാന്റിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് അവരുടെ വയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വെരി ലോ ടെമ്പറേച്ചറിൽ അവരെ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ പുറത്തുള്ള ഹ്യൂമിഡിറ്റി എല്ലാം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വയബിലിറ്റി എന്താവാം, കുറഞ്ഞു പോവാം.
അപ്പോൾ അത് കാരണം അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന. എന്നാൽ ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സാധാരണ വെരി ലോ ടെമ്പറേച്ചറിൽ ഇത് സ്റ്റോർ ചെയ്യാറുണ്ട്. എത്ര ലോ ടെമ്പറേച്ചർ? അത് 0 ഡിഗ്രി അല്ല, അതിൻ്റെ ടെമ്പറേച്ചർ -196 ഡിഗ്രി സെൽഷ്യസ്. -196 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇത്രയും ലോ ടെമ്പറേച്ചർ ഉള്ള ഒരു മെറ്റീരിയൽ പറയൂ, ഏതാണ്? ലിക്വിഡ് നൈട്രോജൻ. ഇപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ അല്ല, റൈറ്റ് വൺ ലിക്വിഡ് നൈട്രോജൻ. അതിനാണ് എന്ത്? -196. അപ്പോൾ ആ ഒരു ന്യൂമറിക്കൽ ഓർക്കണം, ആ മെറ്റീരിയൽ ഓർക്കണം. ഇതിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റോറേജിന് പറയുന്ന എന്ത്? പൊളൻ ബാങ്ക്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ക്രയോ പ്രിസർവേഷൻ. ദാറ്റ് പ്രോസസ് ഈസ് നെയിംഡ് ആസ് ക്രയോ പ്രിസർവേഷൻ. എന്തൊരു മെറ്റീരിയലും നമ്മൾ അതിൻ്റെ നേച്ചർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലിക്വിഡ് നൈട്രജൻ സ്റ്റോർ ചെയ്യുമ്പം അതിന് പറയുന്ന ടേം ഇത് തന്നെയാണ്, ക്രയോ പ്രിസർവേഷൻ. ക്ലിയർ? ആ പോയിന്റ് ഓക്കെ അല്ലേ? സോ നമ്മളിപ്പോൾ മെയിൽ ഫീമെയിൽ ഗാമിറ്റോജനസിസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഗോ ഫോർ ഗാമിറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് ദി പോളിനേഷൻ. അടുത്ത ഇവൻ്റ് ആണ് എന്ത്? പോളിനേഷൻ. നോക്കാം. ബിഫോർ ദാറ്റ് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യണേ. നിങ്ങൾ ആൻസർ പറയണേ. സൈനർജിഡ്സ് ആർ പ്ലോയിഡി ഓർ സൈനർജിഡ്? പറഞ്ഞോളൂ. പ്ലോയിഡി എന്താണ്? ഹാപ്ലോയിഡ്. എന്തുകൊണ്ട്? സൈനർജിഡ് എവിടെയാ? എംബ്രിയോ സാക്കിലല്ലേ? എംബ്രിയോ സാക്കിലാണ് എന്ത്? സൈനർജിഡ് ഉള്ളത്. അപ്പോൾ എംബ്രിയോ സാക്കിൽ സൈനർജിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എംബ്രിയോ സാക്കിന്റെ പ്ലോയിഡി ഹാപ്ലോയിഡാണ്. കാരണം അതുണ്ടായത് മെഗാസ്പോറിൽ നിന്ന്. പ്ലോയിഡിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കേണ്ടത്? ഇപ്പം ന്യൂസെല്ലസ് തന്നു, അല്ലെങ്കിൽ സൈനർജിഡ്, ആന്റിപോഡൽ, ഇതിനൊക്കെ പ്ലോയിഡി ഒട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കണം എവിടെയാണ് മിയോസിസ്. മിയോസിസിനെ ലൊക്കേറ്റ് ചെയ്യണം. മിയോസിസിന് ശേഷമാണ് ഉറപ്പാണ് ഹാപ്ലോയിഡ്. മിയോസിന് മുമ്പെയാണ് ഉറപ്പാണ് ഡിപ്ലോയിഡ്. ഇപ്പം ന്യൂസെല്ലസിന്റെ പ്ലോയിഡി ചോദിച്ചു, നമ്മൾ നോക്കണം ന്യൂസെല്ലസ് മിയോസിസിന് മുമ്പേ ഉള്ള അല്ലെങ്കിൽ ശേഷമുണ്ടാവും. അപ്പം മിയോസിസിന് മുമ്പേ ആണ് ന്യൂസെല്ലസ്. കാരണം എന്താ? ന്യൂസെല്ലസ് അല്ലേ MMC ആവാം. MMCയിൽ നിന്നല്ലേ മെഗാസ്പോർ ഉണ്ടാവുന്നത്. അപ്പം MMCക്കാണ് മിയോസിസ് ഉള്ളത്. അപ്പം അതിന് മുമ്പേ ഉള്ള ന്യൂസെല്ലസ് എന്താണ്? ഡിപ്ലോയിഡ്. ക്ലിയർ? ഇനി ഒരു എംബ്രിയോ സാക്കിൽ ഏത് സെല്ലിനെ ചോദിച്ചാലും നമുക്ക് പറയാം ഹാപ്ലോയിഡ്. കാരണം മെഗാസ്പോറിൽ നിന്ന്. മെഗാസ്പോർ മിയോസിസിന് ശേഷം ഉണ്ടായതാ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്ലോയിഡി എളുപ്പം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഇവിടെ പ്ലോയിഡി സൈനർജിഡിൽ ഏതാണ്? ഹാപ്ലോയിഡ്. എംബ്രിയോ സാക്ക് ചോദിച്ചാൽ ഹാപ്ലോയിഡാ. പ്ലോയിഡി ചോദിക്കുമ്പോഴും DNA കണ്ടന്റ് ചോദിക്കുമ്പോൾ എല്ലാം നമ്മൾ നോക്കേണ്ട പെർ ന്യൂക്ലിയസ് ആണ്. അതും കൂടെ ഓർക്കണം. ഒരു എംബ്രിയോ സാക്കിൽ ഇപ്പോൾ 7 സെല്ലുണ്ട് അല്ലെ, 8 ന്യൂക്ലിയസ് ഉണ്ട്. 7 സെല്ലാണ്, 8 ന്യൂക്ലിയേറ്റ് ആണ് എംബ്രിയോ സാക്ക്. അപ്പൊ അതുകൊണ്ട് ആ ഒരു എംബ്രിയോ സാക്കിന്റെ പ്ലോയിഡി നമ്മൾ 8 ന്യൂക്ലിയസിനൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. പെർ ന്യൂക്ലിയസ് ആ പറയണ്ടത്. അപ്പോൾ സൈനർജിഡും ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക അപ്പോൾ എംബ്രിയോ സാക്ക് എങ്ങനെ ഹാപ്ലോയിഡ് പറയാം? എംബ്രിയോ സാക്കിന്റെ ഹാപ്ലോയിഡ് തന്നെ പറയണ്ടത്. ഒരു സെല്ലിന് പ്ലോയിഡി, ഒരു ന്യൂക്ലിയസിന് പ്ലോയിഡി എന്താണ്? ഹാപ്ലോയിഡ്. ഓക്കെ, റെഡി? നെക്സ്റ്റ്. ജേംപോർ ഇസ് ദി റീജിയൻ. പറ ആൻസർ പറ. വേർ എക്സൈൻ ഈസ് ആബ്സെന്റ്. ക്ലിയർ? ജേംപോർ ഇസ് ദി റീജിയൻ വേർ എക്സൈൻ ഈസ് ആബ്സെന്റ്. ശരിയല്ലേ? എക്സൈൻ ഉണ്ടോ അവിടെ? ഇല്ല, എക്സൈൻ ഇല്ല. സ്പോറോപോളിൻ ഇല്ല. Through which pollen tube is formed. ശരിയല്ലേ? യെസ്, അതിലൂടെയാണ് pollen tube ഉണ്ടാവുക. Through which the indine grows out. So right one എന്താണ്? All of this. Okay, അല്ലേ? റെഡി അല്ലേ? Then in about 60% flowering plant pollens are shed at the. ഇപ്പൊ പറഞ്ഞു about 60%, almost more than 60% angiosperm. They shed their pollen grains in എത്രയാണ്? 2 celled stage. Less than that എത്രയാണ്? 3 cell stage. ഏതൊക്കെയാ? 2 cell, vegetative cell and generative cell. Select the correct statement regarding the structure of mature embryo sac. Egg apparatus situated toward the cell line? No. Egg apparatus എവിടെ ഉണ്ടാവാ പറയേ? Micropylar pole, micropylar region. Antipodes are situated towards the micropylar end? No. എവിടെയാണ്? cell line. A typical angiospermic embryo sac is 7 celled 8 nucleate maturity. ശരിയല്ലേ? സോ ഇവിടെ ട്രൂ സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺലി 3 ആണ്. 3 ഓൺലി. ഓപ്ഷൻ ഏതാണ് മക്കളെ? സി അല്ലേ? യെസ്. സോ നമ്മൾ നെക്സ്റ്റ് ടൈം ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. സോ നമ്മളൊന്ന് ഫാസ്റ്റായിട്ട് പോവാണ്. എല്ലാം ഈസിയായ കാര്യങ്ങളാണ്. ശരിക്കും ഓരോ പോയിന്റും എൻ്റെ കൂടെ തന്നെ പഠിച്ച് പോവാം. പോളിനേഷൻ. എന്താണ് പോളിനേഷൻ? വെരി ഈസി. ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. അല്ലെ? ഒരു ഫ്ലവറിലെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്കുള്ള പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫറിനാണ് എന്ത് പറയാ? പോളിനേഷൻ. ഓക്കെ,
പോളിനേഷൻ നമുക്ക് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയയിൽ ക്ലാസിഫൈസ് ചെയ്യാം. ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? ഇത് എന്ത് ബേസിസിലാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ്റെ സോഴ്സ് ബേസ്ഡ് ആയിട്ടാണ്. സോഴ്സ് ഓഫ് പോളൻ ഗ്രെയിൻ, സോഴ്സ് ബേസ്ഡ് ആയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. എന്ന് പറഞ്ഞാൽ ഒരു പോളൻ ഗ്രെയിൻ ഒരു സ്റ്റിഗ്മയിലേക്ക് വന്നത് എന്തിൽ നിന്നാണ്? അതാണ് ഇവിടെ നോക്കുന്നത്. നോക്കുക, ഇപ്പം ഞാനൊരു ഡയഗ്രം വരയ്ക്കും. ഒരു പ്ലാന്റ് ഞാൻ സിമ്പിളായിട്ട് വരയ്ക്കുകയാണ്. അപ്പം ഇതാണ് ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവർ എന്ന് വിചാരിക്കും. ഓക്കെ, ആ ഫ്ലവറിൽ ഇതാ ഇത് അതിൻ്റെ ആന്തേഴ്സ് ആണ്, ഇതാണ് അതിൻ്റെ സ്റ്റിഗ്മ. അപ്പം ഈ ഫ്ലവറിലെ ആന്തർ ടു സ്റ്റിഗ്മ ട്രാൻസ്ഫർ നടക്കുന്നത് ദാ സെയിം ഫ്ലവറിൽ തന്നെയാണ്. എങ്ങനെയാണ്? ആന്തർ ടു സ്റ്റിഗ്മ അത് സെയിം ഫ്ലവർ തന്നെയാണ് അതിൻ്റെ ട്രാൻസ്ഫറിങ്. ഇതിനൊരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. നോ നീഡ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ ഫ്ലവർ അല്ലെങ്കിൽ പ്ലാന്റ് സെൽഫായിട്ട് പോളിനേഷൻ എന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊരു സെൽഫ് പോളിനേഷനാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോഗമി, അല്ലേ? സോ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ വിച്ച് ഇസ് നെയിംഡ് ആസ് ഓട്ടോഗമി. ഓട്ടോഗമി സക്സസ്ഫുൾ ആയി നടക്കണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഒരു കണ്ടീഷൻ എന്താ? പൊള്ളൻ റിലീസ് ചെയ്യുന്ന ടൈമും സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന ടൈമും ഒരേ സമയമായിരിക്കണം. പൊള്ളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി മസ്റ്റ് ബി സിങ്ക്രണൈസ്ഡ്. ഒരുമിച്ചായാലേ എന്ത് ചെയ്യൂ? ഓട്ടോഗമി സക്സസ് ആവും. 2 ടൈമിലാണ് നടക്കുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇപ്പോൾ ഈ ആന്തറും ഈ സ്റ്റിഗ്മയും അടുത്തടുത്തായതുകൊണ്ട് നടന്നു. അതൊരു ഡിഫറെൻറ്റ് പൊസിഷനാണ്, നടക്കില്ല. സോ ദേ ഷുഡ് ലൈ ക്ലോസ് ടുഗദർ. ആന്തർ സ്റ്റിഗ്മ ഷുഡ് ലൈ ക്ലോസ് ടുഗദർ. അത് രണ്ടും അടുത്തടുത്ത് വരണം. പൊള്ളൻ റിലീസ് ചെയ്യുന്ന ടൈമും സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയവും ഒരേ സമയമായിരിക്കണം, സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. ഇതാണ് ഓട്ടോഗമിയുടെ കണ്ടീഷൻ. ഓക്കെ, ഇങ്ങനെ ഓട്ടോഗമി കാണിക്കുന്ന ഫ്ലവറിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓട്ടോഗമി കാണിക്കുന്ന ഫ്ലവറിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓട്ടോഗമി കാണിക്കുന്ന 2 ടൈപ്പ് ഫ്ലവർ? ഒന്ന് നോക്ക്, ഒന്ന് ചാസ്മോഗാമസ് ഫ്ലവർ. ചാസ്മോഗാമസ് ഇതാണ് ഒരു ടൈപ്പ്. പിന്നെ ഒന്ന് ക്ലീസ്റ്റോഗാമസ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. എന്താണ് ഇത് രണ്ടിൻ്റെയും പ്രത്യേകത? ചാസ്മോഗാമസ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് എന്താണ് പ്രത്യേകത? നോക്കാം. ചാസ്മോഗാമസിന്റെ പ്രത്യേകത, ഫ്ലവേഴ്സ് ആർ വെൽ എക്സ്പോസ്ഡ്. They having well exposed anther and stigma. Well exposed ആയ anther ഉണ്ട്, stigma ഉണ്ട്. Well exposed anther and stigma. Okay. എന്നാൽ ക്ലീസ്റ്റോഗാമസ് വെൽ എൻഗ്ലോസ്ഡ് എന്ന് പറയാം. ജസ്റ്റ് ഓപ്പോസിറ്റ്, വെൽ എൻഗ്ലോസ്ഡ്. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ വെൽ എൻഗ്ലോസ്ഡ് ഇൻസൈഡ് ദി കൊറോള. കൊറോളയുടെ ഉള്ളിൽ ക്ലോസ്ഡ്. അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും ഒരു ഡിഫറൻസ്, ചാസ്മോഗാമസ് ആയ ആൾക്കാർക്ക് ക്രോസ് പോളിനേഷൻ ആവാം, മേ ബി, അല്ലേ? ചാസ്മോഗാമസിൽ എന്താവാം? ക്രോസ് പോളിനേഷൻ നടക്കാം, കാരണം അവർ വെൽ എക്സ്പോസ്ഡ് ആണ്. എന്നാൽ മോർ ചാൻസ്, ഇപ്പോൾ ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്നത്, ഇതാണ് ഒരു ഫ്ലവർ എന്ന് വിചാരിക്കും. ഈ ഫ്ലവറിൽ അതിൻ്റെ കൊറോള ഇതാ, അപ്പോൾ ഇതിലിങ്ങനെ ഇതാ സ്റ്റിഗ്മ ഇവിടെ ഉണ്ട്, സ്റ്റിഗ്മ പുറത്തോട്ട് എക്സ്പോസ്ഡ് ആണ്. ഇനി ആന്തറും ഇങ്ങനെ എക്സ്പോസ്ഡ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ഈ കളറിംഗ് ബ്രഷിൻ്റെ ടിപ്പ് പോലെ കുറേ സാധനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആന്തറിൻ്റെ സ്റ്റിഗ്മ ഇൻ പോളൻ ഗ്രെയിൻ ഇങ്ങനെ ഇങ്ങോട്ട് വീഴാൻ തന്നെ ചാൻസ്, മോർ ചാൻസ് ടു ഓട്ടോഗമി. ബട്ട് മേ ബി ഒരു പോളിനേറ്റിംഗ് ഏജന്റ് വന്നിട്ട് എന്ത് ചെയ്യാം? പോളൻ ഗ്രെയിൻ ഡെപ്പോസിറ്റ് ചെയ്യാം. ചുറ്റും ആന്തേഴ്സ് ഉണ്ട്, ബട്ട് മേ ബി പോളിനേഷൻ ക്രോസ് പോളിനേഷൻ ആവാം. എന്നാൽ ക്ലീസ്റ്റോഗാമസ് വെൽ എൻഗ്ലോസ്ഡ് ആണ്. ആന്തർ സ്റ്റിഗ്മ വെൽ എൻഗ്ലോസ്ഡ് ആണെങ്കിൽ no chance to cross pollination, invariably autogamy. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ, ക്ലീസ്റ്റോഗാമസ് flowers show invariably autogamy. Clear? They are autogamous flower. ഏതാണ് invariably autogamous ആയ ഫ്ലവർ? ഒറ്റയെന്ന് ചോദിച്ചാൽ പറയാം ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. ഒരിക്കലും അതിലെന്തില്ല? ഒരു ക്രോസ് പോളിനേഷൻ ഇല്ല, സെൽഫ് പോളിനേഷൻ മാത്രമേ ഉള്ളൂ. ഈ 2 ടൈപ്പ് ഫ്ലവറും കാണിക്കുന്ന 3 പ്ലാന്റിന് എക്സാമ്പിൾ: പ്ലാന്റ്സ്
showing both sesamogamous and cleistogamous flower. പറ വയോള. ഒന്നേതാണ് വയോള. വയോളയ്ക്ക് കോമൺ നെയിം കോമൺ പാൻസി അല്ലേ. Then oxalis. Another one comilina. Viola, oxalis, comilina. Clear? Viola, oxalis, comilina. ഇതിൽ ആരാണ് കോമൺ പാൻസി? ഒപ്റ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഏതാ ആൻസർ ഒപ്റ്റ് ചെയ്യേണ്ടത്? വയോള is the common pansy. ഓക്കെ അല്ലേ മക്കളെ? റെഡി? നെക്സ്റ്റ് ഗെയ്റ്റനോഗമി. സോ വാട്ട് ഈസ് ഗെയ്റ്റനോഗമി? നോക്കണേ. ഇപ്പം ഞാനിവിടെ ഒരു ഫ്ലവർ കാണിച്ചു, അതിൽ ഓട്ടോഗമി ഞാൻ കാണിച്ചു. അടുത്ത് ഞാൻ കാണിക്കുന്ന ഇവിടെ ഗെയ്റ്റനോഗമി. നോക്ക്, ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് സെയിം ഫ്ലവറിലേക്കല്ല പോയത്, മറിച്ച് ഡിഫറെന്റ് ഫ്ലവർ ആണ്, ബട്ട് പ്ലാന്റ് സെയിം ആണ്. പ്ലാന്റ് സെയിം ആണ്. അതായത് ഇതാ പ്ലാന്റ് സെയിം ആണ്, പ്ലാന്റ് മാറിയില്ല, ഫ്ലവർ മാറി. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. ഫസ്റ്റ് ടൈപ്പ് ഓട്ടോഗമി, സെക്കൻഡ് ടൈപ്പ് ഇത് ഗെയ്റ്റനോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് ഫ്ലവർ സെയിം പ്ലാന്റ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് മാറാത്തത് കൊണ്ട് ഇത് ജനറ്റിക്കലി സെയിം അല്ലേ. ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റനോഗമി ആർ ജനറ്റിക്കലി സിമിലർ. കാരണം എന്താ, പ്ലാന്റ് മാറിയില്ല. ഒരു പ്ലാന്റ് എല്ലായിടത്തും ഒരേ ജനറ്റിക്സ് ഉണ്ടാവാം. ഇപ്പം എൻ്റെ ശരീരത്തിൽ എല്ലായിടത്തും കാലിലായാലും തലയിലായാലും ഒക്കെ സെല്ലില് DNA മാറ്റമില്ല, കാരണം മൈറ്റോട്ടിക് പ്രൊഡക്റ്റാണ്. എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിൽ പോയാൽ ജനറ്റിക്സിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സോ ഇവ രണ്ടും എന്താണ്, ജനറ്റിക്കലി സിമിലർ. ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റനോഗമി ജനറ്റിക്കലി സിമിലർ. മറക്കല്ലേ, ജനറ്റിക്കലി സിമിലർ. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് തിരിച്ചു കൊടുക്കും. ഓട്ടോഗമി ആൻഡ് സിനോഗമി, ഗെയ്റ്റനോഗമി ആൻഡ് സിനോഗമി. ക്ലിയർ? റൈറ്റ് വൺ. ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റനോഗമി ആർ ജനറ്റിക്കലി സിമിലർ. ആൻഡ് സിനോഗമി, സോ വാട്ട് ഈസ് സിനോഗമി? സിനോഗമി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് ഫ്ലവർ ഡിഫറെന്റ് പ്ലാന്റ്. പ്ലാന്റ് തന്നെ ഡിഫറെന്റ്, അപ്പം ഇത് വേറെ പ്ലാന്റ്, അതിലെ സ്റ്റിഗ്മയിലേക്കാണ് ട്രാൻസ്ഫറിങ് നടക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെയാണ്, അതിനാണ് എന്താ പറയുക, സിനോഗമി. ഇപ്പം ഈ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻ ഈ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിനെന്ത് പറയുന്നു? സിനോഗമി എന്ന് പറയുന്നത്. ഇതാണ് തേർഡ് ടൈപ്പ്. അപ്പോൾ ഫസ്റ്റ് വൺ സെയിം ഫ്ലവർ, സെക്കൻഡ് വൺ ഡിഫറെന്റ് ഫ്ലവർ സെയിം പ്ലാന്റ്, തേർഡ് വൺ ഡിഫറെന്റ് ഫ്ലവർ ഡിഫറെന്റ് പ്ലാന്റ്. ഓക്കെ, റെഡി? ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ സോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദി പോളിനേറ്റിംഗ് ഏജൻസ്. ഏജൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരുപാട് ഏജൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടലി ഇവരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബയോട്ടിക് ഏജൻസ്, അബയോട്ടിക് ഏജൻസ്. ബയോട്ടിക് ഏജൻസിൽ ഒത്തിരി എണ്ണം ഉണ്ട്, നോക്കാം. നോക്ക്, പ്ലാന്റ്സ് യൂസ് 2 അബയോട്ടിക് ഏജൻസ്, wind and water, and 1 biotic agents. അബയോട്ടിക്കിൽ രണ്ടെണ്ണം പറയാം, wind and water. ബയോട്ടിക്കിൽ എന്താണ്? ആനിമൽസ് ആണ്. അപ്പം ആനിമൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ടേമുകൾ, ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. NCERT ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പം വിൻഡ് പോളിനേഷൻ ഇത് എവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡ് പോളിനേഷൻ ടേം എന്താ? ആനിമോഫിലി. ആനിമോ എന്ന് പറഞ്ഞാൽ വിൻഡാണ്, ഫിലി മീൻസ് ലവിങ്, വിൻഡ് ലവിങ്. ഇതാണ് ആനിമോഫിലി, വിൻഡ് പോളിനേഷൻ. അപ്പം ബയോട്ടിക് ഏജൻസ് ഉണ്ട്, അബയോട്ടിക് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. അബയോട്ടിക് ആൻഡ് ബയോട്ടിക്. അബയോട്ടിക്കിൽ രണ്ടെണ്ണം, വിൻഡ്, വാട്ടർ. വിൻഡിന്റെ ടേം ആനിമോഫിലി. വാട്ടറിന്റെ ടേം എന്തായിരിക്കും? ഹൈഡ്രോഫിലി. വാട്ടർ ഏതാണ്? ഹൈഡ്രോഫിലി. അറിയാലോ, വെരി ഈസി. വാട്ടർ ലവിങ്. ബയോട്ടിക് ഏജൻസിൽ നമുക്ക് ഒത്തിരി ഏജൻസ് പറയാം. അതിലൊന്ന് ഇൻസെക്ട്. ഇൻസെക്ട് ആകുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? എൻഡമോഫിലി അല്ലേ. എൻഡമോളജി, ദി സ്റ്റഡി ഓഫ് ഇൻസെക്ട്. ബേർഡ്സ് ആകുമ്പോൾ എന്താ പറയുന്നത്? ബേർഡ്സ്. ഓർണിത്തോ. ഞാൻ ഫുൾ ചെയ്യുന്നില്ലേ. ബേർഡ്സ് ഓർണിത്തോ ആണ്. ബാറ്റ്സ് ആണെങ്കിൽ കൈറോപ്റ്റിറോഫിലി. Then Chiroptero. Okay. Then snails ആണെങ്കിൽ
സ്നെയിൽസിന് പറയാം മാലക്കോഫിലി. സ്നേക്ക് ആണെങ്കിൽ ഒഫിയോ എന്ന ടേം ഉപയോഗിക്കുക. സ്റ്റഡി ഓഫ് സ്നേക്ക് ആണെങ്കിൽ ഒഫിയോളജി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒഫിയോ ഗ്ലോസം, വലിയ ക്രോമസോം നമ്പർ, ഏറ്റവും വലിയ കൂടുതൽ ക്രോമസോംസ് ഉള്ള സെല്ല് ഈ ഒരു പ്ലാന്റിലായിരുന്നു, ഈ ഒരു ഫേണിലായിരുന്നു. ഒഫിയോ ഫിലി സ്നേക്കിന് പറയുന്ന ടേമാണ്. അപ്പോൾ ഒഫിയോഗ്ലോസം എന്ന് പറഞ്ഞാൽ ഒരു സ്നേക്കിന്റെ പേര് വെച്ചാണ് ആ പേര് വന്നത്. ആഡേഴ്സ് ടെങ് എന്ന് പറയുന്ന ഒരു സ്നേക്ക് ബേസ്ഡാണ്. അപ്പോൾ ഇത്രയും ഓർക്കുക. ഇനി ആനിമൽസിന് പറയുന്നത് എന്താണ്? അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച ടേം സൂഫിലി. ഇപ്പോൾ പല ആനിമൽസ് ഉണ്ട്, ടോട്ടലി പറയാം സൂഫിലി. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഏജൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഏജൻസ്. അതിൽ അബയോട്ടിക് ഏജൻസിൽ ഏറ്റവും ആദ്യത്താണ് എന്ത്? വിൻ പോളിനേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. വിൻ പോളിനേഷൻ. വിൻ പോളിനേഷൻ അതായത് ആനിമോഫിലി ഇത് ഫീച്ചർ ഓഫ് ഗ്രാസ് ഫാമിലി. ഗ്രാസ് ഫാമിലിയുടെ ഒരു ഫീച്ചറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഫാമിലി മോർഫോളജിയിൽ പോയേഷ്യ അല്ലേ, പഠിച്ചില്ലേ? പോയേഷ്യ ലാസ്റ്റ് ഫാമിലി ആയിരുന്നു, മോസ്റ്റ് ഇവോൾവ് ആയ ഫാമിലി. അവർക്കാണ് ഇങ്ങനെ വിൻഡ് പോളിനേഷൻ ഉള്ളത്. അപ്പോൾ ആ വിൻ പോളിനേഷനുള്ള ഫ്ലവേഴ്സ്, അതായത് ആ പ്ലാന്റ്സിലെ ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പം ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ഏരിയ ആണ്. നോക്കുക, എന്താണ് ഫീച്ചേഴ്സ്? വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് പറയാം? ഒന്ന്, പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും. എന്നാലേ ആയിരിക്കും ഈ പോളൻ ഗ്രെയിൻ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാം, ഫോർ ദി ഈസി ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻ അല്ലേ. രണ്ട്, ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്കസ്. ചെറിയ ഫ്ലവേഴ്സ് ഇൻകോൺസ്പിക്കസ് ആണ്, നോട്ട് എ വെൽ ഡിഫൈൻഡ്. ശരിക്കും നിങ്ങൾക്കറിയാം, അതിൽ ഇൻഫ്ലോറസൻസ് പോയേഷ്യൽ പറയുന്നുണ്ട് റൊസിമോസ് ആണ്. ഇൻഫ്ലോറസൻസ് ഏതാണ്? റൊസിമോസ് ആണ്. പക്ഷെ ചെറിയ ഫ്ലവേഴ്സ് ആണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവാം. ഇത് ഫ്ലോറലാക്സിസ് ആണെങ്കിൽ ഇങ്ങനെ ഇതാ ചെറിയ ഫ്ലവേഴ്സ്, സെസൈൽ ഫ്ലവർ ആണ്, പെഡിസലൊന്നുമില്ല, നേരെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ്. റെസിമോസിലെ വരെ യങ് ഫ്ലവേഴ്സ് ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടാവാം. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ കാണാം അതിൻ്റെ ഒരു ടാസൽ എന്ന് പറഞ്ഞാൽ, അപ്പം നമുക്ക് കോൺകോബ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കോൺകോബ് അതായത് അതിലിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കാണുന്നതെന്നാണ് ടാസൽ എന്ന് പറയുന്നത്. ടാസൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ സ്റ്റൈലാവാം, സ്റ്റിഗ്മ സ്റ്റൈലാവാം, അല്ലെങ്കിൽ ഫിലമെന്റ് ആന്തേഴ്സ് ആവാം. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ഫ്ലവേഴ്സ് ആണ് സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്കസ് ഫ്ലവേഴ്സ്. ദെൻ അടുത്ത, ഫ്ലവേഴ്സ് ഹാവ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആൻഡ് ഫെദറി സ്റ്റിഗ്മ. സ്റ്റേമൻ ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ എക്സ്പോസ്ഡ് ആണ്, ഫിലമെന്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക പുറത്തേക്ക്. ഇനി സ്റ്റൈലായാലും, കാരണം എന്താണ്, സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ഈസി ആയിട്ട് വരണമെങ്കിൽ സ്റ്റൈൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം, പുറത്തായിരിക്കണം. ഉള്ളിലാണെങ്കിൽ ഒരിക്കലും പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിക്ക് ആവാനുള്ള സാധ്യത ഇല്ല. രണ്ടാമത്തെ കാര്യം, സ്റ്റൈൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതുപോലെ ഫിലമെന്റും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താലേ ആന്തറിലെ പോളൻ ഗ്രെയിൻസ് എളുപ്പം പുറത്തു പോകും. സോ വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ഉണ്ട്. ഇനി ഫെദറി സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മ ഫെദറി ആവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ റഫ് ആവാം. അപ്പോൾ ഒരു വെൽവെറ്റ് അപ്പിയറൻസ് എങ്ങനെ അതുപോലെ, എന്നാലേ അതിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാപ്ഡ് ആവും. ക്ലിയർ? ദെൻ ഫ്ലവേഴ്സ് ഓഫൻ ഹാവ് എ സിംഗിൾ ഓവ്യൂൾ. ഫ്ലവറിൽ എപ്പോഴും ഒരു ഓവ്യൂളേ ഉണ്ടാവാറുള്ളൂ, ഒരു കാർപ്പിൽ ഒരു ഓവ്യൂൾ എന്ന് പറയുമ്പോൾ എന്തിനാ? പോളൻ ഗ്രെയിൻ്റെ റിക്വയർമെന്റ് കുറയ്ക്കാനാണ്. അപ്പം ഇതൊരു ഷുവർ പോളിനേഷൻ അല്ലേ, ഇതൊരു ചാൻസ് പോളിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അബയോട്ടിക് ഏജന്റിന് ഒരിക്കലും ഡയറക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ബയോട്ടിക് ആണെങ്കിൽ ഉറപ്പായിട്ട് അവരവിടെ വിസിറ്റ് ചെയ്യും, കാരണം അവർക്ക് അവിടെ റിവാർഡ് ഉണ്ട്. ഇവിടെ റിവാർഡൊന്നുമില്ല, ഇവിടെ ഡയറക്ഷൻ ഒന്നുമില്ല. സോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഷുവർ പോളിനേഷൻ അല്ല, ചാൻസ് പോളിനേഷനാണ്. സോ ടു എൻഹാൻസ് ദി ചാൻസസ് ഓഫ് പോളിനേഷൻ ദേ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻ. അവർ ഒത്തിരി പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ആ പോളൻ ഗ്രെയിൻസ് അവരുടെ റിക്വയർമെന്റ് കുറയ്ക്കാൻ വേണ്ടി ഓവറിയിൽ ഒരു ഓവ്യൂളേ ഉണ്ടാവാറുള്ളൂ, ഓൺലി വൺ ഓവ്യൂൾ. ക്ലിയർ? ഓവറി കൺസിസ്റ്റിംഗ് ഓൺലി വൺ ഓവ്യൂൾ. ഇപ്പോൾ പ്ലാസന്റേഷൻ ഏതായിരിക്കും? ബേസൽ പ്ലാസന്റേഷൻ. ക്ലിയർ? ഓർമ്മയുണ്ടോ? പ്ലാസിൻ്റെ പ്രസന്റ് അറ്റ് ദി ബേസ് ഓഫ് ദി ഓവറി, സിംഗിൾ ഓവ്യൂൾ അറ്റാച്ച് ടു ഇറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ ഒരു അറേഞ്ച്മെന്റ്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതിലൂടെ മെൻഷൻ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ, കോൺകോം. ടാസൽസ് ഫൗണ്ട് ഇൻ കോൺകോം. കോൺകോമിൽ മെയ്സ്, കോൺ, അതിൻ്റെ ഇൻഫ്ലോറസൻസിൽ പുറത്തേക്ക് വരുന്ന ആ ടാസൽ അവർ സ്റ്റിഗ്മ സ്റ്റൈലായിരിക്കാം. ക്ലിയർ? സ്റ്റിഗ്മ സ്റ്റൈലാണ് എന്തുണ്ടാവുക, പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാറ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ടാസൽ പോലെ ആക്ട് ചെയ്യുന്നത് ശരിക്കും എന്താണ്? സ്റ്റൈലാണ്. ക്ലിയർ? അപ്പോഴാണ് അതിൻ്റെ ഈസി ഒരു ട്രാപ്പിംഗ് നടക്കുന്നത്. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് പോളിനേഷനിലേക്ക് പോവാം. ഏതാണ് നെക്സ്റ്റ് ടൈപ്പ്? ഹൈഡ്രോഫില്ലി. അപ്പോൾ നോക്ക്, ഹൈഡ്രോഫില്ലി എന്ന് പറയുമ്പോൾ എന്താണ് ഹൈഡ്രോഫില്ലി? വാട്ടർ പോളിനേഷൻ. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട, പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ചില പോയിന്റുകൾ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഇതാണ്, ഇവര് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഹൈഡ്രോഫില്ലി ഇസ് ലിമിറ്റഡ് ടു ഓൺലി 30 ജനറ. ദാ നോട്ട് സ്പീഷീസ്, ഇറ്റ് ഈസ് ജനറ. ഓർക്കണം, എന്തൊക്കെ റോങ്ങിന് പോസിബിലിറ്റി എന്ന് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. കാരണം അതന്നെ അവർ മാറ്റുന്ന 30 genera of angiosperm and mostly monocotyledons. Mostly monocotyledons, not dicot, monocotyledons. എന്തുകൊണ്ട് ഇങ്ങനെ? അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്, മോണോകോട്ടിലിഡൻസിൽ ആണ് ഇവർ കൂടുതലുള്ള. 30 ജനറയിൽ മാത്രമേ ഉള്ളൂ. ഹൈഡ്രോഫൈറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ജനറയുടെ നമ്പർ 30 ഒന്നുമല്ല, ഒത്തിരി ഉണ്ട്. ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് ഒരുപാട് പ്ലാന്റ് ഇല്ലേ. ഇപ്പോൾ വാട്ടർ ലില്ലി പറയാം, ലോട്ടസ് പറയാം, ഇനി വാട്ടർ ഹയസിൻ പറയാം, അതായത് ഐക്കോർണിയ. ദെൻ പിസ്റ്റിയ, വാട്ടർ ലെറ്റ്യൂസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പിസ്റ്റിയ. നമ്മൾ പിസ്റ്റിയ, ഐക്കോർണിയ, ഓഫ്സെറ്റിനൊക്കെ എക്സാമ്പിളായിട്ട് മോർഫോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ അവരൊന്നും ഈ കാറ്റഗറിയിൽ വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ 300 and above ജനറ നമുക്ക് കാണാൻ പറ്റും ഹൈഡ്രോഫൈറ്റ് എന്ന ഗ്രൂപ്പിൽ. ബട്ട് ഹൈഡ്രോഫിലി ഉള്ളത് 30 ജനറയിൽ മാത്രം. എന്തുകൊണ്ട്? കാരണം മെജോറിറ്റി ആൾക്കാർക്കും അവരുടെ ഫ്ലവേഴ്സ് എമർജൻ്റ് ആണ്. ദേ ആർ എക്സ്പോസ്ഡ് ടു എയർ. എയറിലേക്ക് എക്സ്പോസ്ഡ് ആണ്, പുറത്തല്ലേ ഫ്ലവർ, നല്ല കളർഫുൾ അല്ലേ. ഇപ്പോൾ ഐക്കോർണിയയുടെ ഫ്ലവറിൻ്റെ കളറിനെ കുറിച്ചൊക്കെ ടെസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. എൻവയോൺമെൻ്റൽ ഇഷ്യൂ എന്ന ആ ഡിലീറ്റഡ് ചാപ്റ്ററിലൊക്കെ ഉണ്ട്, മോർ കളർഡ്, വെരി അട്രാക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു ഫ്ലവറിൽ കളർഫുൾ ആണ്. സോ ഷുവർ ഏജൻ്റ് ആരായിരിക്കും? വാട്ടർ ആണെങ്കിൽ ഏത് കളർഫുൾ ആവോ? വെള്ളം വരാൻ ഇങ്ങനെ കളർഫുൾ ആയിട്ട് കാര്യമുണ്ടോ? നോ. അപ്പം അതുകൊണ്ട് അവിടെ ഏജൻസ് എന്താണ്? ഇൻസെക്ട്സ് ആണ്. അപ്പം അതുകൊണ്ട് ഇൻസെക്റ്റ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ടാണ് കൂടുതൽ ഹൈഡ്രോഫൈറ്റ്സിലുള്ളത്. പിന്നെ ആർക്കാണ്? വാട്ടറിൽ സബ്മേഴ്സ്ഡ് ആയി കാണുന്ന ഫ്ലവേഴ്സ് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം എന്താണ്? വാട്ടറാണ് ഏജന്റ്. അങ്ങനെയുള്ള ഹൈഡ്രോഫില്ലി അത് വളരെ കുറച്ച് ആൾക്കാർക്ക് 30 ജനറയിൽ മാത്രം. പിന്നെ ഒരു പോയിന്റ്, ലോവർ ഗ്രൂപ്പിൽ ബ്രയോ ആവട്ടെ ടെറിഡോ ആവട്ടെ അവർക്കെല്ലാം വാട്ടറിലൂടെയല്ലേ ഗാമീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ അവരെ ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൂടെ? പറ്റുമോ? ഇല്ല. കാര്യം അവിടെ ഗാമീറ്റ് ആണ്, അത് സെൽഫായിട്ടാണ്, അതൊരു ഏജന്റ് അല്ല. അത് ഗാമീറ്റ് സ്വയം പോകുന്ന, ദാറ്റ് നോട്ട് ബിലോങ് ടു പോളിനേഷൻ. പോളിനേഷൻ ഇത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ. അപ്പോൾ ഒരു ഏജൻസിലൂടെ പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ആവുന്ന കേസാണ് പറയുന്നത്. അതുകൊണ്ട് ഹൈഡ്രോഫില്ലിയിൽ ഒരിക്കലും നമുക്ക് ഈ ബ്രയോഫൈറ്റ്, ആംഫിബിയൻസോ പ്ലാങ്കിൻഡോ ആയ ബ്രയോഫൈറ്റോ അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ്സോ അവരൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആകെ 30 ജനറേ മാത്രമേ ഉള്ളൂ എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഇനി ഈ ഒരു പോളിനേഷൻ നമുക്ക് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം. ഈ പോളിനേഷൻ നമുക്ക് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം. നോക്കാം ഏതൊക്കെ രണ്ട് ടൈപ്പ്. ഒന്ന് എപ്പിഹൈഡ്രോഫില്ലി. എപ്പിഹൈഡ്രോഫില്ലി ഇതാണോ? രണ്ട് ഹൈപ്പോഹൈഡ്രോഫില്ലി. ഹൈപ്പോ, ഇത് ഞാൻ ഉപയോഗിച്ച വേർഡ് ടെക്നിക്കൽ ടേം ആണ്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ടേം കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഈ ടേം അറിയേണ്ടത് ആവശ്യം തന്നെയാണ്. ഹൈപ്പോഹൈഡ്രോഫില്ലി. എപ്പിഹൈഡ്രോഫില്ലി എന്ന് പറഞ്ഞാൽ അത് സർഫസ് പോളിനേഷൻ എന്നാ പറയാ. സർഫസ് പോളിനേഷൻ. ഫോർ എക്സാമ്പിൾ ആരാണ് എക്സാമ്പിൾ സർഫസ് പോളിനേഷന്? ഒന്ന് വാലിസ്നേറിയാണ്. അപ്പം ഇതിന് പറയാറ് തന്നെ ഇങ്ങനെ വാലിസ്നേറിയ ടൈപ്പ്. വാലിസ്നേറിയ ടൈപ്പ് ക്ലിയർ. പിന്നെ അതിന് വരുന്നതാണ് ഹൈഡ്രില്ല. ഹൈഡ്രില്ലയും പറയാം. അപ്പം ഈ ഒരു ടൈപ്പിനെ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, വാലിസ്നേറിയ ടൈപ്പ് പോളിനേഷൻ. ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ച NCERT ഡയഗ്രം ആയത് അല്ലേ. വാലിസ്നേറിയയിൽ അവർ പ്രത്യേകത ഫീമെയിൽ ഫ്ലവറിന് ലോങ് സ്റ്റോക്ക് ഉണ്ട്. കണ്ട ഇങ്ങനെ കോയിൽ ചെയ്ത് പോയത് ലോങ് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് സർഫസിലോട്ട് എത്താൻ പറ്റും. ബട്ട് മെയിൽ ഫ്ലവർ അവർ സെസൈലാണ്, വിത്തൗട്ട് സ്റ്റോക്ക്. അപ്പം ഇത് ഫീമെയിൽ പ്ലാന്റ് ആണ്. ഇതിൽ ഫീമെയിൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ. ഇതൊരു ഡയേഷ്യസ് ആയ പ്ലാന്റാണ്. ഡയേഷ്യസ് ആണ്, അത് ഓർത്തേക്കണം കേട്ടോ. ഇപ്പോൾ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ pollen grains, male flower or pollen grains are released into surface of water.
Past statement first point ഇങ്ങനെയാണ്. എന്താണ് adaptation? Female flowers has long stalk that can reach the surface of water. Male flower or pollen grains are released into surface of water, and some of the pollen grains are eventually pollinated on stigma of female flower. Male flower ഇങ്ങനെ റിലീസായി, എന്നിട്ട് അതിൽ നിന്ന് pollen grain സ്പ്രെഡ് ആയി. ആ pollen grains ഫീമെയിൽ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് ഡെപ്പോസിറ്റഡ് ആകും ത്രൂ വാട്ടർ കറൻസ്. ഇതിലൂടെയാണ് വാട്ടർ കറൻസ്. ഇതാണ് എപ്പി ഹൈഡ്രോഫിലി, കാരണം ഇത് സർഫസിൽ വെച്ച് നടന്ന പോളിനേഷനാണ്. എന്നാൽ ഹൈപ്പോ ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് സോസ്റ്റിറ അല്ലെങ്കിൽ പറയാം ഇവരെ ഏത് ഗ്രൂപ്പിലാണ്? സീഗ്രാസ്. സീഗ്രാസിൽ വരുന്ന സോസ്റ്റിറ എന്ന മെമ്പർ. ക്ലിയർ? മെറൈൻ ഗ്രാസ്, സീഗ്രാസിൽ വരുന്ന ഒന്നാണ് സോസ്റ്റിറ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിൽ ഇതേപോലെ ഇപ്പോൾ ഇതാ പ്ലാന്റ് ഇങ്ങനെ നമുക്ക് കാണാം, ഇങ്ങനെ ഓഷ്യൻസിൻ്റെ ഡെപ്തൊക്കെ നമ്മൾ ഈ ആനിമൽ പ്ലാന്റിനെ കാണിക്കുമ്പോൾ അതിനൊക്കെ ഒരു വേവി ആയിട്ട് ലീഫിൻ്റെ മാച്ചിനുണ്ട്. അതിൽ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ മെയിൽ ഫ്ലവർ ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടാവും, ഫീമെയിൽ ഫ്ലവർ ഇങ്ങനെ താഴേക്കായിട്ട് ഉണ്ടാവും. മെയിൽ ഫ്ലവറിൽ നിന്ന് പൊളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്ന ആ പൊളൻ ഗ്രെയിൻ്റെ പ്രത്യേകത അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ലോങ് ആണ്, റിബൺ ഷേപ്ഡാണ്. ലോങ് റിബൺ ഷേപ്ഡ് ആയ പൊളൻ ഗ്രെയിൻസ് ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കൊരു സ്ലോ മൂവ്മെൻ്റ് ഉണ്ടാവാം. ഒരു ഫ്ലാറ്റായ ഒരു സാധനം, വെയ്റ്റ്ലെസ് ആയ ഒരു സാധനം ഇപ്പോൾ എയറിലൂടെ വീഴുമ്പം എങ്ങനെ വീഴാം? ഇപ്പോൾ ഒരു പേപ്പർ ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ പേപ്പർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല മൂവ് ചെയ്യുന്നത്. ഒരു ബ്ലേഡ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയ ലോങ് ആയ ഒരു പൊളൻ ഗ്രെയിൻ അത് റിലീസ്ഡ് ആയാൽ അതൊരു പാസീവ് മൂവ്മെൻറ്റാണ് കാണിക്കുക, എ സ്ലോ മൂവ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പൊളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്താൽ അവരുടെ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്കറിയാം അതിങ്ങനെ സ്ലോ ആയിരിക്കും. ആ സ്ലോലിയുള്ള മൂവ്മെൻറ്റ് കാരണം ആ പൊളൻ ഗ്രെയിൻസ് എന്താവും? ഫീമെയിൽ ഫ്ലവറിൽ താഴെ സ്റ്റിഗ്മയിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. So the long ribbon-shaped pollen grains show a passive movement inside the water. Some of the pollen grain eventually pollinated on stigma of female flower. ഇതാണ് സോസ്റ്റിറയിൽ. സോ ഓർത്തേക്കണം, പൊളൻ ഗ്രെയിൻ ആണ് അഡാപ്റ്റേഷൻ, ലോങ് റിബൺ ഷേപ്പ് ഓഫ് പൊളൻ ഗ്രെയിൻ ആണ് ഇവിടെ അഡാപ്റ്റേഷൻ, ലോങ് ആണ്, റിബൺ ഷേപ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ? ഓർത്തല്ലോ? ഇനി നോക്ക്, ഇവർ രണ്ട് കേസായാലും ഇവർക്ക് കോമൺ ആയാലും ഒരു അഡാപ്റ്റേഷൻ ആണ് എന്ത്? രണ്ട് കേസാലും പൊതുവായിട്ട് വരുന്നൊരു അഡാപ്റ്റേഷൻ ഇവരുടെ കേസിൽ പൊളൻ ഗ്രെയിൻസിനെ കവർ ചെയ്യാൻ ഒരു മ്യൂസിലേസിന് കവറിങ് ഉണ്ടാവും. മ്യൂസിലേസ് ഇത് നോസ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ലേ, അനബിനയിൽ ഉണ്ടായിരുന്നില്ലേ, അതേ മ്യൂസിലേസ്. അപ്പോൾ അവിടെ പറയുന്ന അതേ ഫംഗ്ഷൻ, അവിടെ ഇത് തന്നെ ഫംഗ്ഷൻ, ഇവിടെ ഇത് തന്നെ ഫംഗ്ഷൻ, ഒറ്റ ഫംഗ്ഷനാണ്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റിംഗ് ഓഫ് വാട്ടർ. പൊളൻ ഗ്രെയിൻസിനെ വാട്ടർ വെറ്റിങ്ങിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അസേഷൻ റീസണിലൊക്കെ ചോദിക്കും കേട്ടോ. ക്ലിയർ? അസേഷൻ പൊളൻ ഗ്രെയിൻസ് ഹാവ് കവേർഡ് വിത്ത് മ്യൂസിലേസ്നെസ് കവറിങ് ഇൻ ഹൈഡ്രോഫിലി. റീസൺ എന്താണ്? ബിക്കോസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഫ്രം വാട്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ വെറ്റിംഗ് എന്ന രീതിയിലായിരിക്കാം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർത്തു വെക്കാം. നമ്മളിപ്പം രണ്ട് കേസ് കഴിഞ്ഞു, ആനിമോഫിലി, ഹൈഡ്രോഫിലി. ഗോ ഫോർ നെക്സ്റ്റ് സൂഫിലി. ക്ലിയർ? എങ്ങനെയാണ് സൂഫിലി? എന്താണ് സൂഫിലി? ആനിമൽ പോളിനേഷൻ ആണ് എന്ത് പറയുന്നത് സൂഫിലി. നോക്കൂ, ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ്സിൽ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആരാ ഉണ്ടാവുക? ആനിമൽസ് ആവുള്ളത്. അതിൽ തന്നെ ആരാണ്? ഇൻസെക്ട്സ് ആണ്. ഏതൊക്കെ ഇൻസെക്ട്സ് ആവാം? ടെക്സ്റ്റിൽ ഒരു സെറ്റ് പറയുന്നുണ്ട് അല്ലേ. ബീസ് ആവാം, ബട്ടർഫ്ലൈസ്, ഫ്ലൈസ്, ദെൻ ബീറ്റിൽസ്, വാസ്പ്, മോത്ത് അല്ലേ. ദെൻ ബേർഡ്സ് ഉണ്ട് അല്ലേ. ഇപ്പം വാസ്പ്, അൺസ്, ഉറുമ്പുകളാവാം, മോത്ത്സ് ആവാം. ബേർഡ്സിൽ ഇപ്പം ബേർഡ്സിൽ നമുക്ക് പറയാം സൺ ബേർഡ്സ് ഉണ്ട്, ഹമ്മിങ് ബേർഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ ഓർണിത്തോഫിലി അല്ലേ. ഇപ്പം സൺബേർഡ് ആവാം അല്ലെങ്കിൽ ഹമ്മിങ് ബേർഡ്സ് ആവാം. ഇനി അതുപോലെ ബാറ്റ്സ് ആവാം. ബാറ്റ്സ് ഇപ്പോൾ പറഞ്ഞു കൈറോപ്റ്റിറോഫിലി അല്ലേ, ബാറ്റ്സ്. ഇനി അത് മാത്രമാണോ? നോ, ഈവൻ ലാർജർ ആനിമൽസ് എന്താണ് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം ലെമേഴ്സ് അല്ലേ, ദേ ബിലോങ് ടു പ്രൈമേറ്റ്സ്. അപ്പം ലെമേഴ്സ് ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആവാം. ഇനി അത് മാത്രമല്ല, ഇപ്പം മാമൽസിൽ ലെമേഴ്സ് പറയാം. ഇനി റെപ്റ്റൈലിൽ പറയാം ഗാർഡൻ ലിസാർഡ്സ് ആൻഡ് ചെക്കോ ലിസാർഡ് അല്ലേ.
ഡെസേർട്ട് ലിസാർഡുകളായ ജെക്കോ ലിസാർഡുകൾ, ഗാർഡൻ ലിസാർഡ്, മരയോന്തുകളാവട്ടെ. ഇനി അത് മാത്രമല്ല ആർബോറിയൽ റോഡൻസ് ഉണ്ട്. ആർബോറിയൽ മീൻസ് ട്രീ ഡോൾലിംഗ്, മരം കയറിയായ റോഡൻസ് ലൈക്ക് സ്ക്യൂറൽസ്. ഇങ്ങനെയുള്ളവരും എന്താവാം, പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ നമ്മൾ ഏതൊക്കെ ഏജൻസിന് ഇപ്പോൾ ഓൾമോസ്റ്റ് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. മാമൽസിൽ ലെമേഴ്സ് ആണ്, റെപ്റ്റൈൽസിൽ ജെക്കോ ലിസാർഡ്സ് ആൻഡ് കടൽ ലിസാർഡ്സ്, ബേർഡ്സിൽ സൺബേർഡ്സ് ആൻഡ് ഹമ്മിങ് ബേർഡ്സ്. ദെൻ ഇപ്പം മാമൽസിൽ റോഡൻസിൽ പറയാം ആർബോറിയൽ റോഡൻസ് ലൈക്ക് സ്ക്യൂറൽസ് പറയാം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പല ആനിമൽസിൻ്റെ ഒരു റേഞ്ച് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? മോസ്റ്റ് ഓഫ് ദി പോളിനേഷൻ ആർ ക്യാരിഡ് ബൈ, ഏറ്റവും കൂടുതൽ പോളിനേഷൻ ആരാണ്? ബീസ് ആണ്. മെജോറിറ്റി പോളിനേഷനും ബീസ് ആണ്. ഓക്കെ, അതിന് നോക്ക് നെക്സ്റ്റ് പോയിന്റ്. എന്തൊക്കെയാണ് ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ്? ഇപ്പം സൂഫിലി ആണെങ്കിൽ ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ആനിമലാണ് പോളിനേറ്റ് ചെയ്യുന്നത്, ഇൻസെക്റ്റ് ആണ് പോളിനേറ്റ് ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ സൈസ് പൊതുവേ കൂടുതലായിരിക്കും. ദേ ആർ ലാർജ് ഇൻ സൈസ്, കളർഫുൾ ആണ്, ഫോർ അട്രാക്ഷൻ ഓഫ് ഫേസ് അല്ലേ. ദെൻ ഫ്രാഗ്രൻ്റ് ആണ്, റിച്ച് ഇൻ നെക്ടർ, നല്ല സ്മെല്ല് ഉണ്ടാവും, നല്ല നെക്ടർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ് അല്ലേ. നല്ല ഫ്രാഗ്രൻസ് ഉപയോഗിക്കും, നമ്മൾ വീട്ടിലും നമ്മൾ പെർഫ്യൂംസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ സെൽഫായിട്ട് തന്നെ. ഇത് മാത്രമല്ല നല്ല സ്വീറ്റ്സ് പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പം ഇതേപോലെ അവരുടെ വിസിറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ഫ്ലവർ കൊടുക്കുന്ന ഇതെല്ലാം അട്രാക്ഷന് വേണ്ടി കളർഫുൾ ആവും, ഫ്രാഗ്രൻ്റ് ആവും, നെക്ടർ റിച്ച് ആയിരിക്കും. ക്ലിയർ? ഇനി ചിലപ്പോൾ ഫ്ലവറിൻ്റെ സൈസ് ചെറുതാണെങ്കിലോ, ഇഫ് ദേ ആർ സ്മോൾ ഇൻ സൈസ്, സെവറൽ ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു എ ഇൻഫ്ലോറസൻസ്. ചെറിയ ഫ്ലവറാണ്, അപ്പോൾ അതൊരു വലിയ ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് എന്താവും, ക്ലസ്റ്റേർഡ് ആവും. ഇപ്പോൾ കണിക്കൊന്നയുടെ ഒരു പൂവ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്, ഒറ്റ ഒന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കാൻ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അത് ശ്രദ്ധിക്കുമോ? അതിനൊരു ഭംഗി നമുക്ക് തോന്നുമോ? ഇല്ല. നമ്മൾ ശരിക്കും അതിനെ അട്രാക്റ്റീവായി കാണുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ ആ ഒരു ക്ലസ്റ്റേർഡ് ആയതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ഫ്ലവറുകളാണെങ്കിൽ പൊതുവേ, ഇപ്പോൾ ചൈന റോസ് വലിയ ഫ്ലവറാണ്, അപ്പം അതിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഒന്ന്. എന്നാൽ ഇവിടെ ചെറിയ ഫ്ലവർ ആകുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടമായിട്ടുണ്ടാവും. ക്ലിയർ? ഫ്ലവേഴ്സ് ആർ പോളിനേറ്റഡ് ബൈ, ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഫ്ലവർ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലൈസ് ആണോ ബീറ്റിൽസ് ആണെങ്കിൽ പൊതുവേ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ദേ സെക്രീറ്റ് ഫൗൾ ഓഡേഴ്സ്, ബാഡ് സ്മെൽ. അവർ ബാഡ് സ്മെല്ലെ സെക്രീറ്റ് ചെയ്യാം. കാരണം അവർക്ക് ആ ബാഡ് സ്മെല്ല് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം ആ ഫ്ലവർ ഒരു യുണീക്ക് ഫ്ലവറാണ്, യുണീക്ക് പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് പ്ലാന്റ് ആ ഒരു സ്മെല്ല് ഉണ്ടാക്കുന്നത്? കാരണം ഇവരെ മാത്രം വിളിക്കുക. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ മാത്രം ഒരു കൂട്ടത്തിൽ നിന്ന് എനിക്ക് വിളിക്കണം. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു കോഡെല്ലാം കാണിക്കും, ആക്ഷനെല്ലാം കാണിക്കും. അപ്പം അതേപോലെ ഇത് സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഇവർക്കറിയാം അവിടെ ആ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവറിൽ നിന്ന് അവർക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടാവാറുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സാധാരണ എല്ലാവരും കൊടുക്കുന്ന ഫ്ലോറൽ റിവാർഡ് എന്തൊക്കെയാണ്? That is pollen grains and nectar. Pollen grains and nectar are common floral reward. But in some flowers, they provide a special gift. ആരായിരിക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഇതാ ഇങ്ങനെ ബാഡ് സ്മെല്ല് സൈസ് വന്ന ആൾക്കാർക്കെല്ലാം സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ലോങ് ജേർണി കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വന്ന്, എൻ്റെ വീട്ടിലൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി നല്ല റൂം സൗകര്യം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, അവർക്ക് നല്ല ഫുഡ് അല്ലെ, അവരെ നന്നായി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ ഇവിടെ ചില ആൾക്കാർക്ക് അവർക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യും, സ്റ്റേ ചെയ്യാനുള്ള സ്പേസ്. എന്നിട്ട് അവർക്ക് അതിൽ എഗ്ഗ് ലേ ചെയ്യാൻ, അപ്പോൾ അവരുടെ എഗ്ഗ് ലേയിങ്, അവരുടെ ന്യൂ ജനറേഷൻ ഉണ്ടാവാൻ വേണ്ട ഒരു നല്ല സ്പേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ യങ് വൺസിന് വേണ്ട ന്യൂട്രിയൻസ് പോലും പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഓർഗാനിസം പോപ്പുലേഷനിൽ ഈ കാര്യം വരുന്നുണ്ട്, ഫിഗ് ആൻഡ് വാസ്പ് അല്ലേ. അതിൽ വാസ്പ് അവരുടെ പ്രോജനിക്ക് വേണ്ട നറിഷ്മെൻറ്റ് പോലും ഈ സീഡാണ് കൊടുക്കുന്നത്. പകരം അവരെന്താ ചെയ്യുന്നത്? ഇവിടെ പോളിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ചില ആൾക്കാർ ഈ രീതിയിലാണ്. സോ ഇതിന് പറയുന്നതാണ് ഒവി പൊസിഷൻ. ഇങ്ങനെ ബാഡ് സ്മെല്ല്, അതായത് ഈ പ്രോജനീസിന് ഒരു അതായത് ഈ എഗ് ലേയിങ്ങിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, ഒവി പൊസിഷൻ. ഇത് ശരിക്കും ഉപയോഗിക്കുന്ന ഓർഗാനിസം പോപ്പുലേഷനിലാണ്. ഇവിടെ നമുക്ക് ഈ ടേം ആവശ്യം തന്നെയാണ്, അറിയാം. വിച്ച് മീൻസ് പ്രൊവൈഡിങ് സ്പേസ് ഫോർ എഗ് ലേയിങ്. ഒവി പൊസിഷൻ കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അമോർഫോഫാലസ്. അമോർഫോഫാലസ് അതായത് ജമീൻ കാണ്ട്, മലയാളത്തിൽ നമ്മൾ ചേന എന്ന് പറയുന്നത് അല്ലേ, അമോർഫോഫാലസ്.
ചേനയുടെ ഒരു ഫ്ലവറിങ് സ്പീഷീസ്, അമോർഫോഫാലസിൻ്റെ ഒരു ഫ്ലവറിങ് സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് ആ ഫ്ലവർ ഏറ്റവും സൈസ് കൂടിയ, ഹൈറ്റ് കൂടിയ, സൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റഫ്ലേഷ്യ പറയാറ്, ടോളസ്റ്റ് അല്ലേ, ടോളസ്റ്റ് ആയ ഫ്ലവറാണ് അമോർഫോഫാലസ്. എത്ര സൈസ് ആയിരുന്നു? 6 feet ഇൻ സൈസ്, 6 feet. ഇതിലാണ് ഒന്ന് ഓവി പോസ്റ്റിൻ കാണിക്കുന്നത്. പിന്നെ ഒന്ന് നിങ്ങൾക്കറിയാം യൂക്ക. യൂക്കയിൽ വരുന്ന ഒരാളായിരുന്നു എന്ത്? മോത്ത്. യൂക്ക ആൻഡ് മോത്ത്. മോത്തിന് എഗ് ലേ ചെയ്യാൻ ഒറ്റ ഫ്ലവറേ ഉള്ളൂ, യൂക്കയുടെ ഫ്ലവർ. ക്ലിയർ? യൂക്കയുടെ പോളിനേറ്റ് ചെയ്യാൻ ഒരേ ഒരാൾ മോത്ത്. സോ ഇതൊരു 1-to-1 റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കോ എവല്യൂഷൻ. സോ ബോത്ത് യൂക്ക ആൻഡ് മോത്ത് കനോട്ട് ലീവ് വിത്തൗട്ട് ഈച്ച് അതർ അല്ലേ. അവർ ഒരിക്കലും യൂക്കയുടെ ആബ്സെൻസിൽ മോത്തിന് പ്രോജനി ഇല്ല, മോത്തിൻ്റെ ആബ്സെൻസിൽ യൂക്കയ്ക്കും പ്രോജനി ഇല്ല. സോ ദേ കനോട്ട് ലീവ് വിത്തൗട്ട് ഈച്ച് അതർ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്ന പോയിന്റ്. ഈ കാര്യം ഓർത്ത് വെക്കാം. ദെൻ അതിനുശേഷം അപ്പോൾ ഇത്രയാണ് സൂഫിലിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട, പഠിച്ചു വെക്കേണ്ട പോയിന്റ്. ഈസി കാര്യങ്ങളാണ്, നമുക്ക് വായിച്ചാൽ തന്നെ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കാനും പഠിക്കാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗമാണ്. ശരിക്കും വായിച്ചേക്കാം. ഇനി അതിനുശേഷം ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിൽ ലാസ്റ്റിലേക്കായിട്ട് പറയുന്നൊരു പോയിന്റ്. ആ പാരഗ്രാഫ് ഇറ്റാലിക്സിലാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കറിയാം NCERT-ൽ അതിൽ മെൻഷൻ ചെയ്തൊരു കാര്യം, നമ്മൾ പോളിനേറ്റിംഗ് ഏജൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് പ്ലാന്റിന്റെ പേരുകൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കലായിട്ട് അതിൽ കൊടുത്തേക്കുന്നത്. ബട്ട് അതിൻ്റെ ലാസ്റ്റിൽ എഴുതിയ പോയിന്റ് നമ്മൾ അറിയണം. ചില ആൾക്കാർ പോളൻ റോബേഴ്സ് ആണ്. ദേ ടേക്ക് ഓൾ റിവാർഡ് ആൻഡ് ലീവ് ദി ഫ്ലവർ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ. പോളിനേഷൻ നീഡ് കംപ്ലീറ്റ് ചെയ്യാതെ ഫ്ലവർ വിട്ട് പോകുന്ന ചില ചതിയന്മാർ, അവരാണ് എന്ത്? പൊള്ളൻ റോബേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ? ഇത്രയും പോർഷൻ വളരെ ഈസി ആയിട്ടുള്ള പോർഷൻസ് ആണ്. സോ ഇനിയുള്ള ഭാഗം കുറച്ച് കോൺസെപ്ച്വലായ ഒരു ഭാഗമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് എന്ത്? ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. പറ മക്കളെ, എന്താണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്? എന്താണ് ഇത് മീൻസ് ചെയ്യുന്നത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ്, ഒന്ന് പഠിച്ചു വെക്ക്. ഔട്ട്ബ്രീഡിങ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ക്രോസ് പോളിനേഷൻ. ഇതാണ് ക്രോസ് പോളിനേഷൻ. ഇൻബ്രീഡിങ്ങിൻ്റെ മീനിങ് സെൽഫ് പോളിനേഷൻ. പ്ലാന്റിൽ ഇങ്ങനെയാണ് മീൻ ചെയ്യേണ്ടത്. ആനിമലിൽ നിങ്ങൾക്ക് അറിയാം, ഡിഫറെൻറ്റ് ബ്രീഡിനെ ക്രോസ് ചെയ്യും ഔട്ട് ബ്രീഡിങ്, സെയിം ബ്രീഡ് ആയാലും ഇൻബ്രീഡിങ്. എന്നാൽ ഇവിടെ സെയിം പ്ലാന്റ് അല്ല, സെയിം ഫ്ലവർ ആകുമ്പോൾ മാത്രമാണ് ഇൻബ്രീഡിങ് എന്ന് പറയാം. അപ്പം ഇവിടെ സാധാരണയായിട്ട് ഫ്ലവറിൽ ഇങ്ങനെ ഇൻബ്രീഡിങ് നടന്നു കഴിഞ്ഞാൽ, സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഡിപ്രഷൻ ഉണ്ടാവും. കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് മേ ലീഡ് ടു ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഫെർട്ടിലിറ്റിയിലൊക്കെ കുറവുണ്ടാവും. അതാണ് ഡിപ്രഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഡിപ്രഷൻ ഒഴിവാക്കണം. ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഡിപ്രഷൻ ഒഴിവാകൂ. ഇൻബ്രീഡിങ് നടന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഔട്ട്ബ്രീഡിങ് നടക്കണം. അങ്ങനെ ഔട്ട്ബ്രീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട, അതായത് ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട ഡിവൈസുകളെയാണ് നമ്മൾ ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയാം. ഇതൊക്കെ ഓരോ അഡാപ്റ്റേഷനാണ്. ഇപ്പോൾ പ്ലാന്റിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ എന്താണ്? ബൈസെക്ഷൽ ഫ്ലവറാണ്. പക്ഷെ എന്നാലും അതിൽ സെൽഫ് പോളിനേഷൻ നടക്കരുത്. ഇത് നടക്കണം, ക്രോസ് പോളിനേഷൻ നടക്കണം. അതിന് വേണ്ടിയുള്ള ചില ഡിവൈസുകളാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡിവൈസാണ് ഡൈക്കോഗമി. NCERT ടേം നിങ്ങൾ കണ്ടില്ല, കണ്ടോ? ഇല്ലല്ലോ, സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. നോക്കാം. ഫസ്റ്റ് വൺ, ഡൈക്കോഗമി. ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താ? ഇങ്ങനെ പറയേണ്ടത്, പൊള്ളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും ഒരുമിച്ചാവരുത്. ഇസ് നോട്ട് സിങ്ക്രോണൈസ്ഡ്. രണ്ട് രീതിയിലാവാം. നോട്ട് സിങ്ക്രോണൈസ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാവാം. ഒന്ന് ഇങ്ങനെ ടേം പറയാം, പ്രൊട്ടാൻഡ്രി. പ്രൊട്ടാൻഡ്രി വിച്ച് മീൻസ് ആൻഡ്രീഷ്യം ഫസ്റ്റ്. പിന്നൊന്നോ പ്രോട്ടോഗൈനി, മീനിങ് ഗൈനീഷ്യം ഫസ്റ്റ്. അപ്പോൾ എന്താ ഇത്? ആൻഡ്രീഷ്യം ഫസ്റ്റ്, ഗൈനീഷ്യം ഫസ്റ്റ് മീൻസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റിലുണ്ട്. പൊള്ളൻ ഈസ് റിലീസ്ഡ് മച്ച് ബിഫോർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റിഗ്മ ബിക്കം റിസെപ്റ്റീവ്. സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്നതിൻ്റെ ഒത്തിരി മുമ്പേ പൊള്ളൻ റിലീസാകും. അപ്പോൾ ആരാ ഫസ്റ്റ് അടിക്കുന്നത്? ആൻഡ്രീഷ്യം അല്ലേ. അതുകൊണ്ട് എന്താണ്? പ്രൊട്ടാൻഡ്രി. പ്രൊട്ടോഗൈനിയോ? സ്റ്റിഗ്മ ബിക്കം റിസെപ്റ്റീവ് മച്ച് ബിഫോർ ദാൻ ദാറ്റ് ഓഫ് പൊള്ളൻ ഈസ് റിലീസ്ഡ്. സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവും പൊള്ളൻ റിലീസിൻ്റെ ഒത്തിരി മുമ്പേ. ഇതാണ് പ്രോട്ടോഗൈനി. ഇപ്പം ഇത് രണ്ടും എന്തിനാണ്? ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യും. രണ്ടും ഒന്നിച്ച് വന്നാൽ പിന്നെ സെൽഫ് പോളിനേഷൻ ആയിരിക്കും. രണ്ട് സമയത്തായി. ഇപ്പോൾ ആൻഡ്രീഷ്യത്തിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻ എല്ലാം വന്ന്, പക്ഷേ സ്റ്റിഗ്മ ഇപ്പോൾ റെഡി ആവുന്നേ ഇല്ല.
കുറേ കഴിഞ്ഞ് സ്റ്റിഗ്മ റെഡി ആകുമ്പോൾ പൊള്ളനെല്ലാം പുറത്തു പോയി. അപ്പോൾ അവിടെ എന്ത് നടക്കില്ല? സെൽഫ് പോളിനേഷൻ നടക്കില്ല. ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത കേസാണ് ഹെട്രോസ്റ്റൈലി ആൻഡ് ഹെർക്കോഗമി. ടെക്സ്റ്റ്ലെസ് സ്റ്റേറ്റ്മെന്റ്, anther and stigma arranged in different position inside the flower. ഒരു ഫ്ലവറിനുള്ളിൽ ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ടായിരിക്കും ആന്തറും സ്റ്റിഗ്മയും അറേഞ്ച് ചെയ്യുന്നത്, ഒരേ പൊസിഷനിലല്ല. അപ്പോൾ അതിനു വേണ്ടി ഹെട്രോസ്റ്റൈലി എന്നൊരു ടൈപ്പ് ഉണ്ട്, ഹെർക്കോഗമി എന്ന ടൈപ്പ് ഉണ്ട്. ഒരു ഫ്ലവറിൽ ഇങ്ങനെയാണ് സ്റ്റൈലിൻ്റെ ലെങ്ത്. ഓക്കെ, ഇതാണ് സ്റ്റൈല്. ഓക്കെ, എന്നാൽ വേറൊരു ഫ്ലവർ തൊട്ടടുത്ത പ്ലാനിൽ നോക്കുമ്പോൾ സ്റ്റൈൽ ലെങ്ത് കുറവാണ്. ഇതാണ് വേറൊരു പ്ലാനിൽ. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈലിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ട്. എന്നാൽ അവരുടെ ഫിലമെന്റ് ലെങ്ത് നോക്കുമ്പോഴോ, ഫിലമെന്റ് ലെങ്ത് നോക്കുമ്പോൾ ഇവിടെ ഫിലമെന്റ് ലെങ്ത് കുറച്ച് കൂടുതലാണ്. ഇവിടെയോ ഫിലമെന്റ് ലെങ്ത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ട്രാൻസ്ഫറിങ് ഇല്ലേ, അതിനാണ് ചാൻസ് കൂടുതൽ. ഇങ്ങനെ ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്ഫറിന് ചാൻസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷന് സാധ്യത കുറവാണ്, ക്രോസ് പോളിനേഷനാണ് സാധ്യത കൂടുതലല്ല. അപ്പോൾ അതിലൂടെ എന്തായി? ക്രോസ് പോളിനേഷൻ പ്രൊമോട്ടായി. ഏതിലൂടെയാണ്? സ്റ്റൈൽ ലെങ്ത്തിലെ വേരിയേഷനിലൂടെ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഹെട്രോസ്റ്റൈലി എന്ന വേർഡ്. ഹെർക്കോഗമി എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് എ ബാരിയർ ഇൻ ബിറ്റ്വീൻ ആന്തർ ആൻഡ് സ്റ്റിഗ്മ. ആന്തറിനും സ്റ്റിഗ്മയ്ക്കിടയിൽ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഒരു പെറ്റൽ മോഡിഫൈ ചെയ്തിട്ട് അതൊരു പ്രത്യേക രീതിയിൽ നിൽക്കും. ഇവിടെ ഒരു ലിവർ മെക്കാനിസം എന്നൊക്കെ പറയാറുണ്ട്. പോളിനേറ്റിംഗ് ഏജന്റ് ഇങ്ങനെ ഡൗൺ ആകും, ഇവിടെ വന്നിട്ടാണ് എന്ത് ചെയ്യുക? ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് വരും. അപ്പോൾ സ്റ്റിഗ്മയും ആന്തറും തമ്മിലുള്ള കണക്ഷൻ അവിടെ ബ്ലോക്ക് ആവും. പിന്നീട് ആ പോളിനേറ്റിംഗ് ഏജന്റ് ഈ ഫ്ലവറിന്ന് മൂവ് ചെയ്യുമ്പോൾ, ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവരുടെ കാല് വന്ന് എന്ത് ചെയ്യുന്നു? ഈ ആന്തറിൽ ടച്ച് ചെയ്യുന്നു, ആന്തർ ബ്രേക്ക് ആവുന്നു, പോളൻ ഗ്രെയിൻ ബോഡി സ്റ്റിക്ക് ആവുന്നു. അപ്പോൾ ആ പോളൻ ഗ്രെയിൻ ഒരിക്കലും ഇങ്ങോട്ട് വീഴാൻ ചാൻസ് ഇല്ല. പിന്നെ അയാൾ അവിടെ പോയിരിക്കുമ്പോൾ അടുത്ത ഫ്ലവറിൽ ഇതേപോലെ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ആ ലാൻഡ് ചെയ്യുന്ന മൊമെന്റിൽ ആ പോളൻ ഗ്രെയിൻസ് ഇവിടെ വന്ന് വീഴും. അപ്പോൾ അവിടെയും ക്രോസ് പോളിനേഷനേ നടക്കുന്നുള്ളൂ. ക്ലിയർ? ഇതാണ് ഹെർക്കോഗമി. ഒരു വേർഡ് മീനിങ് ആയിട്ട് ഓർക്കുക, പ്രസൻസ് ഓഫ് എ ബാരിയർ. ഇതോ സ്റ്റൈൽ ലെങ്ത്തിലെ വേരിയേഷൻ. മനസ്സിലായല്ലോ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റിൽ ഇത്രയേ ഉള്ളൂ. ആന്തർ ആൻഡ് സ്റ്റിഗ്മ അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് പൊസിഷൻ ഇൻസൈഡ് ദി ഫ്ലവർ. തേർഡ് ഡിവൈസ് എന്താണ്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി? ഇഫ് സെൽഫ് pollen deposited on the stigma, then pollen germination is inhibited by gene interaction. ഒരു പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ പോളൻ ഗ്രെയിനിലുള്ള ജീനുകൾ, ജെർമിനേഷൻ്റെ ജീനും സ്റ്റിഗ്മയിലുള്ള ജീനും സെയിം ആണെങ്കിൽ, ഒരേ ജീൻസ് ആണ്, അതെപ്പോഴാണ് ഒരേ ജീനാവാം? ഒരു പ്ലാന്റേ ഒരു ജീനായിരിക്കും. അപ്പം അങ്ങനെ ഒരേ ജീനാണ്. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുക. ഇവിടെ S1 S2 ഇങ്ങനെയാണ് ആ ജെർമിനേഷൻ്റെ അലീൽസ് എന്ന് വിചാരിക്കുക. ഇവിടെയും അത് തന്നെയാണെങ്കിൽ S1 S2, ദെൻ ജീൻ ഇൻട്രാക്ഷനിലൂടെ എന്ത് ചെയ്യും? പോളൻ ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. എന്നാൽ പ്ലാന്റ് മാറിയാൽ അലീൽ മാറുന്നു ഷുവറാണ്. അപ്പോൾ അങ്ങനെ അലീൽ മാറി ഇപ്പോൾ ഇവിടെ S3 S4 ആണുള്ളത്. അങ്ങനെയാണ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇഫ് സെൽഫ് പൊള്ളൻ, വാട്ട് ഈസ് സെൽഫ് പൊള്ളൻ? ബ്രാക്കറ്റിൽ എഴുതിയിട്ടില്ലേ? പൊള്ളൻ ഗ്രെയിൻ ഫ്രം സെയിം ഫ്ലവർ ഓർ ഡിഫറെൻറ്റ് ഫ്ലവർ സെയിം പ്ലാന്റ്. പ്ലാന്റ് സെയിം ആണ്, ജീൻ സെയിം ആണ്. അപ്പോൾ ജെനറ്റിക്കലി സെൽഫ് പൊള്ളൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളൻ ജെർമിനേഷൻ ഈസ് ഇൻഹിബിറ്റഡ് ബൈ ജീൻ ഇൻട്രാക്ഷൻ. ജീൻ ഇൻട്രാക്ഷനിലൂടെ പൊള്ളൻ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. സപ്പോസ് ഒരലിയിൽ ഡിഫറെൻ്റ് ആണ്, എന്നാൽ ഒരലിയിൽ സെയിം ആയി വന്നു. ബൈ ചാൻസിൽ ഇപ്പോൾ സാധ്യതയില്ല, എന്നാലും റയർ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും പൊള്ളൻ ട്യൂബ് ഹാഫ് ലെങ്ത് ഉണ്ടാവുന്ന, ഫുൾ ലെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആയ അലിയിലാവാൻ ഉറപ്പായിട്ട് പ്ലാന്റ് മാറുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോഴാണ് ഇവിടെ പൊള്ളൻ ട്യൂബ് ലോങ്ങേഷനും ഫെർട്ടിലൈസേഷനും നടക്കുന്നത്. ക്ലിയർ? ദ ലാസ്റ്റ് വൺ, ഡൈക്ലൈനി. Dicliny is the production of unisexual flowers like male flower and female flower. ചിലപ്പോൾ മെയിൽ ഫീമെയിൽ ഫ്ലവർ ഒരേ പ്ലാന്റിലാവാം. അങ്ങനെയാണെങ്കിൽ മൊണേഷ്യസ് ആണ്. മൊണേഷ്യസ് ആയ പ്ലാന്റ് കണ്ടീഷൻ പറയും മൊണേഷി. അതിന് എക്സാമ്പിൾ ടെസ്റ്റിൽ പറയുന്നതാണ് കാസ്റ്റർ ആവാം, അല്ലെങ്കിൽ മെയ്സ്.
പ്ലാന്റ് സെയിം ആണ്, മെയിൽ ഫീമെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലാണ്, അങ്ങനെയാണെങ്കിൽ പറയും മൊണേഷ്യസ്. പ്ലാന്റ് ഡിഫറെന്റ് ആണ്, അപ്പൊ പറയും ഡയേഷ്യസ്. ഡയേഷ്യസിന് എക്സാമ്പിൾ ആണ് ഇത്. ഡയേഷ്യസിന് രണ്ട് എക്സാമ്പിൾ പറയാം. ഒന്ന് ടെക്സ്റ്റിൽ പറയുന്ന ഒറ്റ എക്സാമ്പിൾ ആണ്, അത് പപ്പായയാണ്, പപ്പായ. പിന്നെ ഒന്ന് നമ്മൾ പഠിക്കുന്നതാണ് വേറെ ചാപ്റ്ററിൽ, ഡേറ്റ് പാം. ഡേറ്റ് പാം, പപ്പായ ആൻഡ് ഡേറ്റ് പാം. അപ്പൊ എന്താണ് മൊണേഷ്യസ് ഡയേഷ്യസ് ഡിഫറൻസ്? വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെക്കുക. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ ഫ്ലവർ ഇൻ സെയിം പ്ലാന്റ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നതാണ്, പ്രീവിയസ് ഇയർ ആണ്. മൊണേഷ്യസ് അവർ ഓട്ടോഗമി ഗെയ്റ്റനോഗമി രണ്ടും പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലേ? മൊണേഷ്യസിൽ എന്ത് നടക്കും? സോറി, മൊണേഷ്യസിൽ ഗെയ്റ്റനോഗമി നടക്കും, ബട്ട് എന്ത് നടക്കില്ല? ഓട്ടോഗമി നടക്കില്ല. കാരണം എന്താണ്? മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. ഓട്ടോഗമി ഇറ്റ് ഈസ് ഓൺലി ഇൻ ബൈസെക്ഷൽ ഫ്ലവർ. സോ മൊണേഷ്യസ് പ്ലാന്റ് prevent autogamy but not geitonogamy. That is the right option. Prevent autogamy but not geitonogamy. സിനോഗമിയോ അതും അതൊരിക്കലും പ്രിവെന്റ് ചെയ്യുന്നില്ല. സിനോഗമി ഡിഫറെന്റ് പ്ലാന്റ്. ഇപ്പൊ ഇവിടുത്തെ മെയിൽ ഫ്ലവറിൽ നിന്നും വേറൊരു പ്ലാന്റിലെ ഫീമെയിൽ ഫ്ലവറിലേക്ക് ട്രാൻസ്ഫറിങ് ആവാം. സോ പ്രിവെന്റ് ചെയ്യുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ഓട്ടോഗമി മാത്രമേ ഉള്ളൂ. ഏത്? മൊണേഷ്യസ്. ഡയേഷ്യസ് ആയ ആൾക്കാരോ, ദാറ്റ് പ്രിവെന്റ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റനോഗമി, അല്ലേ? രണ്ടും പ്രിവെന്റ് ചെയ്യും. ഏത് മാത്രമാണ്? എന്നാൽ സീനോഗമി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. സീനോഗമി മാത്രമേ ഇവിടെ നടക്കൂ. കാരണം എന്താണ്? മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്തേക്കണം. ക്വസ്റ്റ്യനിൽ വന്നൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞ ആ പോയിന്റ്. ഇപ്പൊ നമ്മൾ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ അടുത്ത പോയിന്റ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. വെരി ഈസി. പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ 3 സ്റ്റേജ് ആയിട്ട് അങ്ങ് ഓർത്ത് വെക്കാം. ഒന്ന് സ്റ്റിഗ്മയിൽ നടക്കുന്ന ഇൻട്രാക്ഷനാണ്, ദെൻ സ്റ്റൈൽ, ഓക്കെ, ദെൻ ഓവറി. ഒരു കാർപ്പലിനെ 3 ഭാഗങ്ങളെ ഇപ്പൊ കാണിച്ചു. ഇതെവിടെ? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. എന്താണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ? NCERT നെക്സ്റ്റ് പേജിൽ ഡയഗ്രം ഉള്ള ഒരു പേജ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പേജിലായിട്ട് അതിൻ്റെ ആ ഒരു സെക്കൻഡ് പാരഗ്രാഫ്, അവിടെ ആ ഫസ്റ്റ് പാരഗ്രാഫ് അവസാനിക്കുന്നിടത്തൊരു സ്റ്റേറ്റ്മെന്റിൽ ഡെഫിനിഷനായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദി ഓൾ ദി ഇവൻറ്റ്സ് എന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഓൾ ദി ഇവൻറ്റ്സ് ബിഗിൻ ഫ്രം ഡെപ്പോസിഷൻ ഓഫ് പോളൻ ഗ്രെയിൻ ഓൺ സ്റ്റിഗ്മ അണ്ടിൽ ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ഒവ്യൂൾ. പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്തത് തൊട്ട് പോളൻ ട്യൂബ് ഓവ്യൂളിലേക്ക് പ്രവേശിക്കുന്നവരെ വരുന്ന മുഴുവൻ ഇവൻറ്റ്സിനെയും ടോട്ടലി പറയുന്നതാണ് എന്ത്? പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് എവിടെയാണ്? സ്റ്റിഗ്മയല്ലേ. അപ്പം സ്റ്റിഗ്മയിലാണ് തുടക്കം. സ്റ്റിഗ്മയിലാണ് എല്ലാ പോളൻ ഗ്രെയിൻസും ഡെപ്പോസിറ്റ് ചെയ്യുക. ഇത് റിസപ്റ്റീവ് സർഫസ് ആണ്. പോളൻ ഗ്രെയിൻസ് റൈറ്റ് ടൈപ്പ് ആവണമെന്ന് ഉറപ്പുണ്ടോ? നോ, അതിനൊരു ഗ്യാരണ്ടി ഇല്ല. ടെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇറ്റ് ഡസൻ ഗ്യാരണ്ടി ദി പോളിനേഷൻ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ ഗ്രെയിൻ. ഇതിൽ റോങ് ടൈപ്പ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഒരിക്കലും പോളിനേറ്റിംഗ് ഏജന്റ് ഇങ്ങനെ കറക്റ്റ് സ്പീഷീസ് ഒക്കെ നോക്കിയിട്ട് മാത്രം കൊടുക്കുമോ പോളൻ ഗ്രെയിൻ? അവരെല്ലാ ഫ്ലവറിലും കയറി ഇറങ്ങുന്നല്ലേ. ഇപ്പോൾ തെങ്ങിലുള്ള പോളൻ ഗ്രെയിൻസ് കവുങ്ങിൽ കൊണ്ട് കൊടുക്കുമോ? നോ. കവുങ്ങിലുള്ള പോളൻ ഗ്രെയിൻസ്, അതായത് തെങ്ങിലുള്ള പോളൻ ഗ്രെയിൻസ് തെങ്ങിലേക്ക് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യും? നോ. തെങ്ങിലുള്ളത് കവുങ്ങിലേക്ക് പോവും, കവുങ്ങിൽ നിന്ന് തെങ്ങിലേക്ക് വരും, പല പ്ലാന്റിലേക്ക് പോവും. അവരിങ്ങനെ നോക്കിയിട്ടാ തെങ്ങിൻ്റെ എല്ലാം തെങ്ങിനെല്ലാം കൊടുക്കാം, കവുങ്ങിനെല്ലാം ഇങ്ങനെയൊന്നും അല്ല അവർ ചെയ്യുന്നത്. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരെല്ലാ റിവാർഡ് ഇങ്ങനെ ആവസ്ഥ ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരിക്കലും ഒരു റൈറ്റ് ടൈപ്പ് പോളിനേഷന് ഗ്യാരണ്ടി ഇല്ല. ഇറ്റ് ഡസൻ ഗ്യാരണ്ടി റൈറ്റ് ടൈപ്പ് ഓഫ് പോളിനേഷൻ. മെജോറിറ്റി റോങ് ടൈപ്പാണ്. സോ ഒരു സെലക്ഷൻ വേണ്ടേ? എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ആൾക്കാരെല്ലാം സെലക്ട് ചെയ്യും? ഇല്ല. അവരെ സ്കില്ല് നോക്കി, ആ സ്കില്ല് നോക്കിയിട്ട് അതിന് പറ്റിയ ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നതുപോലെ ഇവിടെ വന്ന ആൾക്കാരിൽ നിന്നും റൈറ്റ് ടൈപ്പ് ആയ ആൾക്കാരെ മാത്രം എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. റോങ് ടൈപ്പിനെ റിജക്റ്റ് ചെയ്യും. ക്ലിയർ? അതിനുവേണ്ടി സ്റ്റിഗ്മ സർഫസിലുള്ള ഒരു കെമിക്കലും പോളൻ ഗ്രെയിൻ ഉള്ളിലുള്ള കെമിക്കലും എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. ക്ലിയർ? ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരുന്നു, there is a continuous dialogue between chemical present in pollen grain and stigma surface. Clear?
For what? For the selection of right type of pollen and rejection of wrong type. റൈറ്റ് ആയ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ, റോങ് ആയ ആൾക്കാരെ റിജക്റ്റ് ചെയ്യാൻ. ക്ലിയർ? കഴിഞ്ഞു. ഇങ്ങനെ സെലക്ട് ചെയ്തു. റൈറ്റ് ടൈപ്പിനെ സെലക്ട് ചെയ്തു, റോങ് ടൈപ്പ് റിജക്റ്റ് ചെയ്തു. സെലക്റ്റഡ് pollen grains are forwarded to post pollination events. പോളിനേഷന് ശേഷമുള്ള ഇവൻസിലേക്ക് അവരെ ഫോർവേഡ് ചെയ്യും. എന്ന് പറയുമ്പം ആ pollen grain നിന്നും pollen germination നടക്കും. pollen germination നടന്നു കഴിഞ്ഞാൽ that pollen tube which passes through the tissue of stigma and style. സ്റ്റിഗ്മയിലെ സ്റ്റൈൽ ടിഷ്യൂടെ pollen tube പാസ് ചെയ്യും. ഇതാണ് സ്റ്റൈലിൽ വരുന്ന ഇവൻറ്റ്. അപ്പം ഞാൻ സ്റ്റിഗ്മയിലുള്ള ഇവൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. കണ്ടിന്യൂസ് ഡയലോഗ് ബിറ്റ്വീൻ കെമിക്കൽ പ്രസൻറ്റ് ഇൻ pollen grain and stigma surface and select the right type and reject the wrong type. കഴിഞ്ഞു. സ്റ്റൈലിലോ selected pollen grains produce pollen tube which passes through the tissue of stigma and style during the elongation of pollen tube. In 60 or more than 60% angiosperm, generative cell undergo division into 2 male gametes. ഓർമ്മയുണ്ടല്ലോ, 60% ആൾക്കാർക്ക് 2 സെല്ലായിരുന്നു, അവരിവിടെ വെച്ച് 3 സെല്ലാവും. അവരുടെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമീറ്റ്സ് ആവും. അങ്ങനെ ആ pollen tube എന്ത് ചെയ്യും? അത് നേരെ സ്റ്റൈലിലൂടെ ഓവ്യൂളിലോട്ട്, ഓവറിയിലേക്ക് പോവും, ദെൻ ഓവ്യൂളിലേക്ക്. Enter into ovule through micropyle. Micropyle ഇത് അനാട്രോപ്പസ് ഒവ്യൂളാ. അപ്പോൾ എവിടെ മൈക്രോപ്പൈൽ? താഴെയല്ലേ ഉണ്ടാവുക. നേരത്തെ നമ്മൾ കാണിച്ച ഡയഗ്രം ഇതിൻ്റെ ഡയഗ്രം ആയിരുന്നു. Entry of pollen tube into ovule through micropyle and into embryo sac through synergy. അപ്പോൾ സൈനർജിൻ്റെ റോൾ ഇതാ, ഗൈഡിങ് pollen tube toward the egg. എഗ്ഗിൻ്റെ അടുത്തേക്ക് pollen tubeനെ ഗൈഡ് ചെയ്യുക. ഇതാണ് സൈനർജിൻ്റെ റോൾ. And into synergy through filiform apparatus. സൈനർജിൻ്റെ ഉള്ളിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, അതിനെയാണ് എന്ത് പറയുക? ഫിലിഫോം അപ്പാരറ്റസ്. അതിൽ നിന്നും കെമിക്കൽ സെക്രീറ്റ് ചെയ്യും. അവരാണ് എന്ത് ചെയ്യുന്നത്? അവരിങ്ങോട്ട് ഗൈഡ് ചെയ്ത്. കെമിക്കലാണ് ആ ഒരു മൂവ്മെൻറ്റിന് ഉപയോഗിക്കുക. കീമോട്രോപ്പിസം എന്ന കെമിക്കലിനെ സെൻസ് ചെയ്തുകൊണ്ട് കാണുന്ന കർവേച്ചർ, അതാണ് കീമോട്രോപ്പിസം. ലൈറ്റ് ആകുമ്പോൾ പറയാം ഫോട്ടോട്രോപ്പിസം എന്നാണ്. കെമിക്കൽ ആകുമ്പോൾ എന്താ പറയുക? കീമോട്രോപ്പിസം. So that pollen tube enter into synergy through filiform apparatus. Clear? ഇത്രയാണ് pollen pistil interaction. അപ്പോൾ ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി pollen pistil interactionൽ പറയുന്ന വേറൊരു കാര്യമാണ് pollen germination test. pollen germination test സാധാരണ 5 പ്ലാന്റിലാണ് ചെയ്യാറ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 5 പ്ലാന്റിന് പേര് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിൽ. ഏതൊക്കെയായിരുന്നു? ഒന്ന് പി ആണ്, ദെൻ ചിക്ക് പി, ദെൻ ക്രോട്ടലേറിയ. എന്ന് പറഞ്ഞാൽ എന്താണ്? സൺഹെമ്പിൻ്റെ പേരാണ് ക്രോട്ടലേറിയ. ടെസ്റ്റിൽ കൊടുത്താണ്, നോക്കണേ, ടെസ്റ്റ് നോക്കണേ. സൺഹെമ്പ്, പിന്നെ ഒന്ന് ഏതായിരുന്നു? വിങ്ക. വിങ്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാറുണ്ട് ശവന്നാറി എന്ന് പറയുന്ന പ്ലാന്റാണ്, വിങ്ക റോസിയ. കേട്ടിട്ടുണ്ടോ? ശവന്നാറി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഒരു പേരാണ്. ആരാറിനോട് ആ പേരിട്ട്. എനിവേ, ഇനി അതുപോലെ വേറെ ഒന്നാണ് എന്ത്? ബാൾസം എന്ന് പറഞ്ഞാൽ കാശിത്തുമ്പയാണ് ബാൾസം. ഈ 5 പ്ലാന്റ്, ഈ 5 പേര് ഒരു സെറ്റാണ്, ഒന്ന് ഓർക്കുക. പി, ചിക്ക് പി, ക്രോട്ടലേറിയ, വിങ്ക, ബാൾസം. ഇവരുടെ pollen grain നമുക്ക് ടെസ്റ്റിന് ഉപയോഗിക്കാം. ഏകദേശം നമ്മൾ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും? ഏത് സൊല്യൂഷനാണ് ഉപയോഗിക്കേണ്ടത്? ഷുഗർ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ സൊല്യൂഷൻ എത്ര പെർസെൻറ്റേജ്? 10% ഷുഗർ സൊല്യൂഷൻ. എത്ര വെയിറ്റ് ചെയ്യണം? 15 to 30 മിനിറ്റ്സ് തൊട്ട് 15 to 30 മിനിറ്റ്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഒരു ഡ്രോപ്പ്, ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഷുഗർ സൊല്യൂഷൻ. എത്ര പെർസെൻറ്റേജ് ആണ്? 10%. ആ കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇലോങ്ങേറ്റഡ് ആയ pollen tubes കാണാൻ കഴിയുന്നതാണ്. pollen ട്യൂബിൻ്റെ ഇലോങ്ങേഷൻ നമുക്ക് സ്ലൈഡിലൂടെ വാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നോക്കുക, എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? നിങ്ങൾക്കറിയാം, 2 സുപ്പീരിയർ ആയ പ്ലാന്റിനെ ക്രോസ് ചെയ്യാം. It is a technique in plant breeding where crosses are made between maybe different variety or species or genera. Variety ആവാം, സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ ജനറ ആവാം. For what? In order to combine the desirable characters into a single progeny plant. അവരുടെ ഡിസൈറബിൾ ആയ ക്യാരക്ടേഴ്സ് അതിനെ കമ്പൈൻ ചെയ്ത് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലാന്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഇല്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ അറിയണം. വെരി ഇമ്പോർട്ടൻറ്റ്. അതിലേറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് എമാസ്കുലേഷൻ.
What is emasculation? Removal of masculine. That means removal of male reproductive part. അതായത് removal of stamen. Removal of stamen from bisexual flower. Removal of stamens എന്ന് പറയും emasculation. സോ നമ്മൾ പാരന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ മെയിൽ പാരന്റിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ pollen grains കളക്ട് ചെയ്യല. ഫീമെയിൽ പാരന്റിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാലോ അത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് റിമൂവ് ചെയ്താൽ അയാൾ ഫീമെയിൽ ആവും. മെയിൽ പാരന്റിന് pollen grain മാത്രം മതി. അയാൾ നമ്മൾ ഗ്രോയിങ്ങിലായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് pollen grain കളക്ട് ചെയ്ത് pollen ബാങ്ക് സ്റ്റോർ ചെയ്യാം. ദാറ്റ് ഇസ് ഇനഫ്. ഫീമെയിൽ പാരന്റ് അവരെ കെയർ ചെയ്യണം. കാരണം അതിലാണ് പ്രോജനി ഉണ്ടാവാം. അപ്പം അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽ പാരന്റിനെ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് എംപ്ലോയ് ചെയ്യുന്നത് അല്ലേ. വെൻ എ പ്ലാന്റ് ബ്രീഡർ എംപ്ലോയ് ദി ടെക്നിക് ഓഫ് emasculation during the selection of female parent. ഓക്കെ, ഇനി നോക്കുക, ഈ emasculation കഴിഞ്ഞ ഫ്ലവേഴ്സ് അവരെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതിനെ ബാഗ് ചെയ്യണം. അപ്പം അടുത്ത സ്റ്റെപ്പ് പറയാം ബാഗിങ്. Emasculated flowers are covered with a paper bag. Butter paper bag ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യും. For what? To avoid the deposition of undesired or unwanted pollen grain. Undesired pollen grainsന്റെ പോളിനേഷനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാഗിങ് ചെയ്യുന്നത്. ദെൻ ബാഗിങ് കഴിഞ്ഞാൽ ബാഗ്ഡ് ഫ്ലവറിലാണ് പോളിനേഷൻ ചെയ്യുക. ബാഗിങ് കഴിഞ്ഞു, ദെൻ ആ ഒരു ഫ്ലവറിൽ നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത pollen grain ആ ഫ്ലവറിലെ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആകുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദി പോളിനേഷൻ. ആന്ത്രോപോജനിക് ആയ പോളിനേഷൻ, അതായത് ഹ്യൂമൻ മീഡിയേറ്റഡ് ആയിട്ട് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ആയ പോളിനേഷൻ. ദെൻ ലാസ്റ്റ് റീബാങ്കിങ്. പോളിനേഷൻ കഴിഞ്ഞാൽ വീണ്ടും ബാങ്ക് ചെയ്യണം. അപ്പോൾ ആർക്കാണ് റീബാങ്കിങ്? emasculated ഫ്ലവറിലാണോ അല്ലെങ്കിൽ പോളിനേറ്റഡ് ഫ്ലവറിലാണോ? പോളിനേറ്റഡ് ഫ്ലവറിലാണ് എന്ത് റീബാങ്കിങ്. ബാങ്കിങ് ആർക്കാ? emasculated ഫ്ലവറിലാണ്. സോ വാട്ട് ഈസ് റീബാങ്കിങ്? Pollinated flowers are again covered with a paper bag to avoid the contamination of microbes. Microbial contamination, ഫംഗസിൻ്റെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി പോളിനേഷൻ നടത്തിയ ഫ്ലവറിൽ നമ്മൾ വീണ്ടും ബാഗിങ് ചെയ്യും. എന്നിട്ട് ടാഗിങ് കൂടെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ, ഇപ്പോൾ പാരൻറ്റിൻ്റെ പേര് എന്താണ്, ഏത് വെറൈറ്റീസാണ് നമ്മൾ പാരൻ്റായിട്ട് സെലക്ട് ചെയ്ത്, ഏത് ഡേറ്റിലാണ് പോളിനേഷൻ, ഈ ഡീറ്റെയിലും കൂടെ നമുക്ക് ടാഗ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ: emasculation, bagging, pollination, rebagging and tagging. ഇവിടെ നമ്മൾ റീബാഗിങ് വരെ ടെക്സ്റ്റിൽ മെൻഷൻഡ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് അത് മാത്രം പറഞ്ഞോളൂ. ഓക്കെ, സോ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സ് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ചെറിയ പാർട്ട് കൂടെ ഉള്ളൂ: ഫെർട്ടിലൈസേഷൻ, ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ക്ലിയർ? സോ ഞാൻ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഏരിയ എന്താണ് പറ? ഫെർട്ടിലൈസേഷൻ, അതായത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പേംസ്. ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ബിഫോർ ദാറ്റ് നമുക്ക് ഇപ്പോൾ എടുത്ത ടോപ്പിക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഞാനൊന്ന് പെട്ടെന്ന് ചെയ്യാണ്, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നോക്കാം. യൂണിസെക്ഷുവാലിറ്റി ഓഫ് ഫ്ലവേഴ്സ് പ്രിവെൻസ്. എന്താണ് പ്രിവെൻറ്റ് ചെയ്യുക? യൂണിസെക്ഷുവാലിറ്റി. ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യും, ബട്ട് നോട്ട് ഗെയ്റ്റനോഗമി. ശരിയല്ലേ? ബോത്ത് ഗെയ്റ്റനോഗമി ആൻഡ് സിനോഗമി ആണോ? അല്ല, പ്രിവെൻറ്റ് ചെയ്യുന്ന ഓട്ടോഗമിയാണ്. ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റനോഗമി എന്ന് പറഞ്ഞാലും റോങ് ആണ്. സോ ഓട്ടോഗമി ബട്ട് നോട്ട് ഗെയ്റ്റനോഗമി, ദാറ്റ് ഈസ് ദ റൈറ്റ് വൺ. മാച്ച് ദി ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ചെയ്ത് നോക്കണേ മക്കളെ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. എല്ലാവരും ഒന്ന് ചെയ്തേ, ക്വസ്റ്റ്യൻ ചെയ്തേ. ആൻസർ കീ കണ്ടുപിടിക്ക്. നോക്കട്ടെ കമൻസിൽ വരുന്നുണ്ടോ. ഓക്കെ, പറ. ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസ് ഏതാ വരുന്നത്? ഫിലിഫോം അപ്പാരറ്റസ്. ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഔട്ട്ബ്രീഡ് ഡിവൈസ്, എൻട്രിയോ പൊള്ളൻ ട്യൂബ്. റൈറ്റ് വൺ ഓപ്ഷൻ ഏതാണ്? 4 ആണ്. എൻട്രിയോ പൊള്ളൻ ട്യൂബ്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി പറയൂ. ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് അല്ലേ? പോളൻ പ്രിസർവേഷൻ എന്താണ്? ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം.
അല്ലേ? അപ്പോൾ അതുകൊണ്ട് നോക്കാം. ഫിലിഫോമ പാരറ്റസ്, എൻട്രിയോ പോളൻ 4, then 3, then pollen preservation 4, 3, 1, 4, 3, 1, 5, 2 അല്ലേ? ഓപ്ഷൻ ഏതാ വരുന്നത്? ഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. Then next, Gatenommy is transfer of pollen grain from anther to stigma of same flower ആണോ? Another flower same plant ആണോ? Another flower same plant. ഓപ്ഷൻ ഏതാണ്? ബോയ്. Then next, Syncarpus ഏതായിരുന്നു സിൻകാപ്പസിന്റെ എക്സാമ്പിൾ? പപ്പാവർ 4, അപ്പോകാപ്പസ് മൈക്കിളിയ 1, ക്ലിസ്റ്റോഗാമസ് വയോള 4, 1, 5 അല്ലേ? ഓപ്ഷൻ ഏതാണ്? ഡി തന്നെ വരുന്നത് അല്ലേ? ഓവി പൊസിഷൻ യൂക്ക, ലെമേഴ്സ് സോഫിലി. സോ റൈറ്റ് വൺ ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ്, ഇനി നമ്മൾ പറയുന്ന നെക്സ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പോർഷൻ കൂടെ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ കുറച്ച് പോയിന്റ്സ് മാത്രം നോക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ. Fertilization in angiosperm is referred as double fertilization because it includes two fertilizations like syngamy and triple fusion. What is syngamy? എന്താണ് syngamy? പറ. Fusion of first male gamete with egg to form zygote. അല്ലേ? ഏതാണ് എന്ത്? syngamy. Fusion of first male gamete with egg to form zygote is the syngamy. But triple fusion, fusion of second male gamete. So there are two gametes. Second male gamete with two polar nuclei and form primary endosperm nucleus. PEN. അല്ലേ? ഏതാണ്? ട്രിപ്പിൾ ഫ്യൂഷൻ. ഇങ്ങനെ രണ്ട് ഫെർട്ടിലൈസേഷൻ ഉള്ളത് കൊണ്ട്, ഒന്ന് സിംഗമി, രണ്ട് ട്രിപ്പിൾ ഫ്യൂഷൻ. അതുകൊണ്ട് എന്ത് പറയുന്നു? അതുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്ലോയിഡി എങ്ങനെയായിരിക്കും? പറ. ഇത് ഹാപ്ലോയിഡ് ആണ്, ഇത് ഹാപ്ലോയിഡ്. സോ സൈഗോട്ട് പ്ലോയിഡി ഡിപ്ലോയിഡ്. മെയിൽ ഗാമീൻ ഹാപ്ലോയിഡ് ആണ്, രണ്ട് പോളാർ ന്യൂക്ലിയായി. ദേ മേ ഓഫൺ യുണൈറ്റ് ടു ഫോം എ സെക്കൻഡറി ന്യൂക്ലിയസ്. രണ്ട് ജോയിൻ ആയി കഴിഞ്ഞാൽ സെക്കൻഡറി ന്യൂക്ലിയസ് ആകും. അപ്പോൾ പറയാം ഡിപ്ലോയിഡ് എന്ന്. അപ്പം രണ്ടും കൂടെ ചേർമ്പോൾ ട്രിപ്ലോയിഡ് ആയ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിന്റെ പ്ലോയിഡ് 3N, ട്രിപ്ലോയിഡ്. സൈഗോട്ട് 2N. ക്ലിയർ? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഡീജനറേറ്റ് ചെയ്യും. ഡീജനറേറ്റിംഗ് ആയ ആന്റിപോഡൽസ് അവർ ഡീജനറേറ്റ് ചെയ്ത് പോകും. സൈനസ്ഡിഡ് ഡീജനറേറ്റ് ചെയ്യും. ബാലൻസിൽ ഇത് മാത്രമാണ്. ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്, the large cell is named as primary endosperm cell. അപ്പോൾ ആ ഒരു ടേം ഓർക്കണം. ക്ലിയർ? ലാർജ് സെൻട്രൽ സെല്ലിന് പേര് മാറും. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആയി കഴിയുമ്പോൾ പിന്നെ പേരെന്താണ്? പ്രൈമറി എൻഡോസ്പെർം സെൽ. അപ്പോൾ ആ ഒരു പോയിന്റാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫെർട്ടിലൈസേഷൻ മാത്രമേ ഉള്ളൂ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇതുണ്ടായാൽ പെന്നുണ്ടായാൽ പെക്കുണ്ടാവും. പെന്നുണ്ടായാൽ പ്രൈമറി എൻഡോസ്പെർം സെല്ലും ഉണ്ടാകും. സെൻട്രൽ സെൽ എന്ന പേര് മാറും. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കാം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ എന്തൊക്കെയാണ് ഇവൻറ്റ്സ് ഉണ്ടാവുക? ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തേത് പ്രൈമറി എൻഡോസ്പെർം സെല്ലുണ്ടാവും. അതിൽ നിന്ന് എന്താണ് ഉണ്ടാവുക? എൻഡോസ്പെർം. ഇതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷനിലെ ഒരു ഇവൻറ്റ്. നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻഡോസ്പെർം. രണ്ട്, സൈഗോട്ടിൽ നിന്നും എന്താ എംബ്രിയോ ഉണ്ടാവും. ഇതിൽ ആദ്യം നടക്കുന്ന ഏതായിരിക്കും? എൻഡോസ്പെർമിന്റെ ഫോർമേഷൻ ആണോ എംബ്രിയോയുടെ ഫോർമേഷൻ ആണോ? എൻഡോസ്പെർമിന്റെ ഫോർമേഷൻ. ക്ലിയർ? എൻഡോസ്പെർം ഡെവലപ്മെന്റ് ഓൾവേസ് പ്രിസീഡ് ദി എംബ്രിയോ ഡെവലപ്മെന്റ് അല്ലേ? യെസ്. കാരണം എന്താ? ഇയാളാണ് ഈ സൈഗോട്ടിന് നറിഷ്മെന്റ് കൊടുക്കുക. അപ്പോഴാണ് എംബ്രിയോ ഉണ്ടാവുന്നത്. ഇനി എംബ്രിയോ ഉണ്ടാവുമ്പോഴാണ് ഒവ്യൂൾ വളരുന്നത്. ഒവ്യൂളിന്റെ സൈസ് കൂടുന്നത്. എന്താകും? സീഡ്. ഒവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്. എംബ്രിയോ ഫോം ചെയ്യുമ്പോൾ ഒവ്യൂൾ എന്താവും? സീഡാവും. ദെൻ അടുത്ത എന്താ? ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. ഓവറി എപ്പോഴാണ് ഫ്രൂട്ട് ആകുക? സീഡുകൾ ഉണ്ടാകുമ്പോഴാണ് ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നത്.
ഫ്രൂട്ട് വാളിൻ്റെ തിക്നെസ്, അതായത് ഓവറി വാളിൻ്റെ തിക്നെസ് കൂടി ഫ്രൂട്ട് വാളായി മാറും. ഒവ്യൂൾ സീഡ്, അപ്പോൾ സീഡ് ഉണ്ടാകുമ്പോൾ ഓവറി എന്താവും, ഫ്രൂട്ടായി മാറും. അപ്പോൾ ഇതാണ് ശരിക്കും എന്ത്, പോസ്റ്റ് ഫെർട്ടിലൈസേഷണൽ ഇവൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇവൻറ്റ്സ് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ഭാഗം നിങ്ങൾക്കറിയാം എൻഡോസ്പം ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ എൻഡോസ്പം. സോ എൻഡോസ്പമിലെ ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഓൾവേസ് പ്രെസിഡ് ദി എംബ്രിയോ ഡെവലപ്മെന്റ്. എൻഡോസ്പം ഡെവലപ്മെന്റ് ഓൾവേസ് പ്രെസിഡ് ദി എംബ്രിയോ ഡെവലപ്മെന്റ്. ഇവിടെ പ്രൈമറി എൻഡോസ്പം സെല്ലിന് കണ്ടിന്യൂസ് ആയ മൈറ്റോസിസ് നടന്നു. ഇതൊരു സെല്ലായിരുന്നു പ്രൈമറി എൻഡോസ്പം സെല്ല്. ഓക്കെ, കണ്ടിന്യൂസ് ഡിവിഷൻ നടന്നു, അങ്ങനെയാണ് ഒരു ടിഷ്യൂ ആയിട്ട് മാറിയത്. ആ ടിഷ്യൂ ആണ് എൻഡോസ്പം. അതിലാണ് ന്യൂട്രിയൻസ്, റിസർവ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ബിക്കം എ മൾട്ടി സെല്ലാർ ടിഷ്യൂ. ഇതൊരു മൾട്ടി സെല്ലാർ ടിഷ്യൂ ആയിട്ട് മാറി. ഇതൊരു ട്രിപ്ലോയിഡായ ടിഷ്യൂ ആയിരിക്കും അല്ലേ. പ്രൈമറി എൻഡോസ്പം സെല്ലിൻ്റെ പ്ലോയിഡ് എന്താണ്, ട്രിപ്ലോയിഡ്. ഇപ്പം ഇങ്ങനെ ഒരു ട്രിപ്ലോയിഡ് ടിഷ്യൂ ഉണ്ടായി. ദാറ്റ് ടിഷ്യൂ വാസ് ഫിൽഡ് വിത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽ. അതിനെന്താ വിളിക്കുന്നത്, എൻഡോസ്പം. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒരു പോയിന്റ്, ടെസ്റ്റിൽ പ്രത്യേകം കൊടുത്തൊരു പോയിന്റ്, ഇൻ മോസ്റ്റ് കോമൺ ടൈപ്പ്, ഞാനിങ്ങനെ തന്നെ ഇതാണ് കണ്ടീഷൻ, മോസ്റ്റ് കോമൺ ടൈപ്പ് endosperm development, primary endosperm nucleus which undergo continuous mitosis. ഒരു കണ്ടിന്യൂസ് ആയ മൈറ്റോസിസ് നടക്കും. എന്നിട്ട് എന്തുണ്ടാവുക, ഫ്രീ ന്യൂക്ലിയർ ആയ ഒരു എൻഡോസ്പെം ഉണ്ടാവും. എ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം. ന്യൂക്ലിയസ് മാത്രം, ന്യൂക്ലിയസിന് ഫ്രീ ആയിട്ടുണ്ടാവും. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടന്നില്ല. അപ്പം നമ്മൾ ആ സ്റ്റേജിൽ പറയേണ്ടത് എങ്ങനെ, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം അല്ലേ. ഇപ്പോൾ കൊക്കനറ്റിലാണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ലിക്വിഡ് എൻഡോസ്പെം. കാരണം കൊക്കനറ്റിൽ, ടെൻഡർ കൊക്കനറ്റിൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതൊരു എൻഡോസ്പെം ആണ്. അതിൽ ന്യൂമറസ് ന്യൂക്ലിയസ് ഉണ്ടാവും. ലിക്വിഡ് എൻഡോസ്പെം ഇൻ കൊക്കനറ്റ്. ഇനി നമ്മളൊരു ടേം ഉപയോഗിക്കാറുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, സിൻസീഷ്യം. ഫ്രീ ന്യൂക്ലിയർ ആയി കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ത്, സിൻസീഷ്യം. ഇത് ഏതിലുള്ള സെൽ സൈക്കിൾ ഉണ്ടായിരുന്നു അല്ലേ, സിൻസീഷ്യം എന്ന ടേം. അപ്പം എന്നിട്ടാണ് എന്ത് ചെയ്യുക, സെല്ലുലറൈസേഷൻ നടക്കുന്നത്. സെല്ലുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈറ്റോകൈനസിസ്. നേരത്തെ നടന്നപ്പോൾ എന്താ, കാരിയോകൈനസിസ്. കണ്ടിന്യൂസ് ആയ കാരിയോകൈനസിസ് ആണ്. മൈറ്റോസിസ് ഓൺലി ഇൻ ന്യൂക്ലിയസ്, അതിനാണ് കാരിയോകൈനസിസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെല്ലുലറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുക, സെല്ലുലാർ എൻഡോസ്പെം. സെല്ലുലാർ എൻഡോസ്പെം അല്ലെങ്കിൽ പറയാം സോളിഡ് എൻഡോസ്പെം. സോളിഡ് എൻഡോസ്പെം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൻഡോസ്പെം ഡെവലപ്മെന്റ്. ഇങ്ങനെ എൻഡോസ്പെം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എൻഡോസ്പെം ചിലപ്പം എന്ത് ചെയ്യും, കംപ്ലീറ്റ് എംബ്രിയോ കൺസ്യൂം ചെയ്യും. ഒരു സീഡ് മെച്ചുവർ ആകുമ്പോഴേക്കും ചിലപ്പോൾ പാർഷ്യലായ കൺസംഷൻ ആവാം. അപ്പോൾ എൻഡോസ്പെം ഉള്ള സീഡുകളുണ്ട്, എൻഡോസ്പെം ഇല്ലാത്ത സീഡുകളുണ്ട്. ഡൈക്കോട്ട് സീഡ് സാധാരണ നമ്മൾ പറയാൻ നോൺ എൻഡോസ്പെർമസ് എന്നാണ്. നോൺ എൻഡോസ്പെർമസ് ആയ ഡൈക്കോട്ടുകൾ, നോൺ എൻഡോസ്പെർമസ് ഡൈക്കോട്ട്, അതിൽ നമുക്ക് ഒരുപാടെണ്ണം പറയാം. ഇപ്പോൾ പി, ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിളാണ് പി ബീൻസ് ഗ്രൗണ്ട്നട്ട്, പി ബീൻ ഗ്രൗണ്ട്നട്ട്. പബ്ജി എന്ന് ഓർത്താൽ മതി. പബ്ജി അല്ലേ, ബാൻ ചെയ്തൊരു ഗെയിമാണ്. ആ ഗെയിം നമുക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആവട്ടെ. പി ബീൻസ് ഗ്രൗണ്ട്നട്ട് ഏതിന് എക്സാമ്പിളാണ്, ഡൈക്കോട്ടിന് എക്സാമ്പിൾ. എന്നാൽ മോണോക്കോട്ടിന് എക്സാമ്പിൾ, മോണോക്കോട്ടിന് എക്സാമ്പിളാണ് ഓർക്കിഡ്. ഇതൊരു എക്സെപ്ഷനാണ്. ഇതിൽ മാത്രമേ ഉള്ളൂ നോൺ എൻഡോസ്പെർമസ് ആയിട്ട്. ഡൈക്കോട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നോർമലി ഡൈക്കോട്ട് എന്താണ്, നോൺ എൻഡോസ്പെർമസ്. എന്നാൽ എൻഡോസ്പെർമസ് ആയത്, എൻഡോസ്പെർമസ് ആയത് റൈസ് അല്ലേ,
മെയ്സ്, ബാർലി, കുറേ എണ്ണം പറയാം. റൈസ്, വീറ്റ്, മെയ്സ്, ബാർലി, കോക്കനട്ട്, ഇതൊക്കെ ടെക്സ്റ്റിൽ തന്നെ വരുന്നുണ്ട്. ഈ ഭാഗം ശരിക്കും ഇത്രയും എക്സാമ്പിൾസ് കൃത്യമായിട്ട് കൊടുക്കുന്ന സീഡ് എന്ന ഭാഗത്താണ്. അവിടെ നമ്മൾ ടേമും പറയുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട് ഒക്കെ അതിൽ വരുന്നതാണ്. ഇതൊക്കെ മോണോകോട്ട്. എന്നാൽ ഡൈക്കോട്ടിലോ കാസ്റ്റർ, ഇത് എക്സെപ്ഷനാണ്. കാസ്റ്റർ എക്സെപ്ഷനാണ്. ഇപ്പം ഇവിടെ ഓർക്കിഡ് ആണ് എക്സെപ്ഷൻ, മോണോകോട്ടാണ് എക്സെപ്ഷൻ, ഇവിടെ ഡൈക്കോട്ട് എക്സെപ്ഷനാണ് കാസ്റ്റർ. ഇത് ശരിക്കും സീഡ് എന്ന ടോപ്പിക്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ നമ്മൾ അതിൻ്റെ ടേം പറയും. നോൺ എൻഡോസ്പെർമസിന് പറയാം നോൺ ആൽബുമിനസ്, എൻഡോസ്പെർമസിന് പറയാം ആൽബുമിനസ്. നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ പറയും എക്സാൽബുമിനസ്. ക്ലിയർ? എക്സാൽബുമിനസ് തന്നെയാണ് നോൺ എൻഡോസ്പെർമസ്, ആൽബുമിനസ് തന്നെയാണ് എന്ത് എൻഡോസ്പെർമസ്. ഇപ്പോൾ ഈ കാര്യം ഓർത്ത് വെക്കുക. റെഡി അല്ലേ? ഇനി അടുത്ത് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ്. എങ്ങനെയാണ് എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്? എംബ്രിയോ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡയഗ്രാം കാണിക്കുന്നുണ്ട്. സൈഗോട്ടിന് ഒരു അൺഈക്വൽ മൈറ്റോസ് നടന്നു, രണ്ടായി. കണ്ടിന്യൂസ് മൈറ്റോസ് നടന്ന് അതിൽ നിന്നൊരു ഗ്ലോബുലാർ സ്റ്റേജ് ഉണ്ടായി. അപ്പം ഇനീഷ്യലി ഉണ്ടാകുന്നത് ഈ സസ്പെൻസറാണ്. ഇത് സസ്പെൻസർ. ദെൻ അതിൽ നിന്നാണ് എംബ്രിയോയുടെ ബോഡി ഉണ്ടാകുന്നത്. അതൊരു ഗ്ലോബുലാർ ആയിട്ടാണ് ആദ്യം ഫോം ചെയ്യുക. പിന്നെ അതൊരു ഹാർട്ട് ഷേപ്പിലേക്ക് മാറുന്നു. ഒരു ഡൈക്കോട്ട് ആണെങ്കിൽ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലേക്ക് പോകും. ആ ഹാർട്ട് ഷേപ്പിൽ 2 ലോബുകളാണ് എന്താവാം, കോട്ട്ലെഡൻസ് ആവാം. അപ്പോൾ ഇതാണ് ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നതാണ് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ്. ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറയാം, പ്രോ എംബ്രിയോ എന്ന്. പ്രോ എംബ്രിയോ, ഇത് പ്രോ എംബ്രിയോ ആണ്. ദെൻ അത് കഴിഞ്ഞാൽ എന്താണ് ഗ്ലോബുലാർ എംബ്രിയോ. ഇപ്പം ഇതെവിടെ കാണിച്ചു, ഗ്ലോബുലാർ എംബ്രിയോ. ദെൻ ഹാർട്ട് ഷേപ്പ്. ഇതാണ് ഇതിൻ്റെ ഒരു സീക്വൻസ്. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ഈ ഒരു ഡെവലപ്മെൻ്റ് ഉള്ളത്, അതിൻ്റെ ടൈം, അതിൻ്റെ ലൊക്കേഷൻ. ക്ലിയർ? when it is occurred, where it is occurred and how it is occurred. മൂന്നിൻ്റെ ആൻസർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഓർക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആണ് ടെസ്റ്റിൽ. ഒന്നാമത്തെ പോയിന്റ് where it is occurred. ഇതെവിടെ നടക്കും? എംബ്രിയോ ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ ദി എംബ്രിയോ സാക്. എവിടെയാണ് എംബ്രിയോ സാക്കിൽ? എവിടെയാണ്? മൈക്രോപൈലാർ റീജിയൻ ഓഫ് എംബ്രിയോ സാക് where the zygote is situated. എംബ്രിയോ സാക്കിൽ എവിടെയാണ് ഉണ്ടാവുക സൈഗോട്ട്? മൈക്രോപൈലാർ റീജിയൻ. അപ്പോൾ അവിടെയാണ് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇത് തന്നെയാണ്, ഇൻ മൈക്രോപൈലാർ റീജിയൻ. രണ്ടാമത്തെ പോയിന്റ് എപ്പോഴാണ് നടക്കുന്നത്? ഓൺലി ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് സെർട്ടൻ എമൗണ്ട് ഓഫ് എൻഡോസ്പേം. ഓർക്കണം ഇത് കംപ്ലീറ്റ് എൻഡോസ്പേം റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെർട്ടൻ എമൗണ്ട് ഓഫ് എൻഡോസ്പേം എവിടെയാ നടക്കുക? മൈക്രോപൈലാർ റീജിയൻ, മൈക്രോപൈലാർ പോൾ ഓർ മൈക്രോപൈലാർ എൻഡ്, അവിടെയാണ് നടക്കുന്നത്. where the zygote is situated. എങ്ങനെ നടക്കുക നോക്ക്. നമ്മളിപ്പോൾ പറഞ്ഞു earlier stages of embryo development is similar in both dicot and monocot, which is named as pro-embryo. അത് ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും ഒരേപോലെ തന്നെയാണ്, കാരണം അത് സസ്പെൻസർ ഉണ്ടാവും. എംബ്രിയോയുടെ ബോഡിയിലല്ലേ ഡിഫറൻസ് ഉള്ളത്? ഇതാ ബോഡി, അതിലാണ് ഡിഫറൻസ് ഉള്ളത്. സസ്പെൻസിൽ ഡിഫറൻസ് ഒന്നുമില്ല. സോ അത് സെയിം ആണ് രണ്ടിലും. ഇനിയോ ദെൻ സസ്പെൻസറിൽ നിന്നും ആദ്യം ഉണ്ടാവുക എന്താണ്? ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ടാവും. ദെൻ ഇൻ ടു ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ദെൻ ഇൻ ടു എ മെച്ചൂർ എംബ്രിയോ. ഓക്കെ, മെച്ചൂർ എംബ്രിയോയുടെ ഡയഗ്രം എവിടെ കൊടുത്തു? അപ്പൊ മെച്ചൂർ എംബ്രിയോയിൽ ഇവിടെ ആദ്യത്തെ ഡയഗ്രം ഇത് ഏതിന്റെ ഡയഗ്രമാണ്? ഫസ്റ്റ് വൺ, ഇത് ഡൈക്കോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോ. ഇതോ മോണോകോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട് എംബ്രിയോ. ഓക്കെ, എന്താണ് ഡിഫറൻസ്? അപ്പം നിങ്ങൾക്ക് സ്ട്രക്ചർ ഡയഗ്രത്തിൽ തന്നെ ലാബിലിംഗ് ഉണ്ട്. ലാബിലിംഗ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക്, നമ്മളൊരു ഡൈക്കോട്ട് സീഡിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ മോർഫോളജിയിലൊക്കെ ഡയഗ്രാം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോട്ട്ലിഡൻസ് ഉണ്ട്, എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്.
അപ്പം ഒരു എംബ്രിയോക്ക് രണ്ട് ഭാഗമുള്ള ഒന്ന് ഒരു എംബ്രിയോണൽ ആക്സിസും പിന്നെ കോട്ടിലിഡൻസും. ഡൈക്കോട്ട് എംബ്രിയോ ആകുമ്പോൾ 1 എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻസ്. ക്ലിയർ? ആ എംബ്രിയോണൽ ആക്സിസിന്റെ അപ്പർ പാർട്ടിനെ വിളിക്കുക എപ്പികോട്ടൈൽ, ലോവർ പാർട്ടിനെ വിളിക്കുക ഹൈപ്പോകോട്ടൈൽ. അപ്പം ഇതാണ് പ്ലിമ്യൂൾ, ഇവിടെയാണ് എംബ്രിയോണൽ ആക്സിസ് ഉള്ളത്. അപ്പോൾ അതിന്റെ താഴെ കോട്ടിലിഡന്റെ താഴ്ഭാഗമാണ് ഹൈപ്പോകോട്ടൈൽ. So region of embryonal axis above the level of cotyledon epicotyle, below the level of cotyledon hypocotyle. Epicotyle ends in plumule, hypocotyle ends in radicle and root cap. ഇത്രയേ ഉള്ളൂ ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ. എപ്പികോട്ടൈൽ ആൻഡ് ഹൈപ്പോകോട്ടൈൽ എന്താണെന്ന് അറിയണം. എപ്പികോട്ടൈൽ എൻഡ് ചെയ്യുന്നത് പ്ലിമ്യൂളിലാണ്, ഹൈപ്പോകോട്ടൈൽ എൻഡ് ചെയ്യുന്നത് റാഡിക്കിളിലും റൂട്ട് ക്യാപ്പിലും. മോണോകോട്ട് എംബ്രിയോ ആകുമ്പോഴോ ഇത് ഗ്രാസിൽ എംബ്രിയോയുടെ ഡയഗ്രമാണ് കൊടുത്ത്. സോ അതിന് ഗ്രാസ് ഫാമിലിയിൽ പറയുന്നൊരു പേരാണ് സ്ക്യൂട്ടല്ലം. സ്ക്യൂട്ടല്ലം. ദെൻ ഇവിടെ ഒരു കോട്ടിലിഡനേ ഉള്ളൂ, മറുഭാഗത്ത് എന്താണുള്ളത്? എപ്പിബ്ലാസ്റ്റ് എന്നൊരു ലാറ്ററൽ പ്രൊജക്ഷനാണ് ഉള്ളത്. ദെൻ ഇവിടെ പ്ലിമ്യൂളിനെ, അതായത് ഷൂട്ട് അപ്പെക്സിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഷീത്താണ്. ദാറ്റ് ഈസ് എ ഫോളിയാർ ഷീത്ത് നെയ്മഡ് കോളിയോപ്റ്റൈൽ. And radicle is covered by a hollow, an undifferentiated sheath that is termed as coleorhiza. I repeat again, plumule is covered by a hollow foliar sheath named coleoptile. Coleoptile ഉപയോഗിച്ച വേർഡ് ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്, ഹോളോ ഫോളിയാർ. ഞാനിവിടെ എങ്ങനെ തന്നെ എഴുതാം, ഫോളിയാർ, ഹോളോ ഫോളിയാർ. എന്നാൽ കോളിയോറൈസ അൺഡിഫറൻഷിയേറ്റഡ്. ആ ഒരു കാര്യം ഓർക്കണം കേട്ടോ, undifferentiated. ക്ലിയർ? ഹോളോ ഫോളിയർ ഷീത്ത് ആണ് എന്ത്? കോളിയോപ്റ്റൈൽ. അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് ആണ് എന്ത്? കോളിയോറൈസ. സോ ഐ റിപ്പീറ്റ് അഗൈൻ, ഒന്നുകൂടെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡൈക്കോട്ട് എംബ്രിയോ, മോണോകോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോ ഹാവിംഗ് 2 കോട്ടിലിഡൻ, മോണോകോട്ട് ഓൺലി 1 കോട്ടിലിഡൻ. ഓക്കെ. രണ്ടാമത്തെ ഡിഫറൻസ്, ഇൻ ഡൈക്കോട്ട് എംബ്രിയോ എന്ത് പറയാം? റാഡിക്കൽ ആൻഡ് പ്ലിമ്യൂൾ is not covered by any protective sheath, but in monocot embryo radicle and plumule is covered by coleorhiza and coleoptile. അതിലേതാണ് അൺഡിഫറൻഷിയേറ്റഡ്? കോളിയോറൈസ ആണ് അൺഡിഫറൻഷിയേറ്റഡ്. കോളിയോപ്റ്റൈൽ അതൊരു ഫോളിയാർ ആയ. ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ്, എപ്പിബ്ലാസ്റ്റ് ഈസ് ആബ്സെന്റ് ഇൻ ഡൈക്കോട്ട് എംബ്രിയോ, എപ്പിബ്ലാസ്റ്റ് ഈസ് പ്രസന്റ് ഇൻ മോണോകോട്ട് എംബ്രിയോ. ഫോളോ ചെയ്തല്ലോ 3 കാര്യം. ക്ലിയർ? ഇത്രയാണ് നമ്മൾ എംബ്രിയോ എന്ന ആ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. സോ നമുക്ക് എൻഡോസ്പേം, എംബ്രിയോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അവസാനത്തെ ചെറിയൊരു പോർഷനും കൂടെ ഉള്ളൂ, അതായത് സീഡും ഫ്രൂട്ടും. സീഡ് ആൻഡ് ഫ്രൂട്ട് നോക്കാം. എങ്ങനെയാണ് സീഡ്, ഫ്രൂട്ട്? സീഡിൽ ഏറ്റവും ആദ്യം പറയുന്നത് നമ്മൾ സീഡിൽ എൻഡോസ്പേമിന്റെ കാര്യം. അപ്പോൾ സീഡിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. സീഡിൽ എന്തൊക്കെ പാർട്ടുണ്ടാവും? ഒരു സീഡിന്റെ പാർട്ടുകൾ, സീഡ് കോട്ട് ആൻഡ് എംബ്രിയോ. സീഡിന്റെ പാർട്ടുകൾ, ഒന്ന് സീഡ് കോട്ടാണ്, രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. സീഡ് കോട്ട് ആൻഡ് എംബ്രിയോ. എംബ്രിയോയുടെ പാർട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഒരു എംബ്രിയോക്ക് ഭാഗങ്ങൾ എന്നൊക്കെ പറയാം. എംബ്രിയോണൽ ആക്സിസ് ആൻഡ് കോട്ടിലിഡൻസ്. എംബ്രിയോണൽ ആക്സിസിൽ എപ്പികോട്ടൈലുണ്ട്, ഹൈപ്പോകോട്ടൈലുണ്ട്. ഈ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ മോർഫോളജി പഠിച്ചതാണ്. സോ അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? ദെൻ എൻഡോസ്പേം. എൻഡോസ്പേം എങ്ങനെയാണ് എൻഡോസ്പേം? ആ കാര്യം നമ്മളിപ്പോൾ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞു. അത് 2 രീതിയിലുണ്ട്. ഒരു സീഡിലെ എൻഡോസ്പേം നോൺ എൻഡോസ്പേമസ്, അതായത് എക്സാൽബുമിനസ് ആവാം. എപ്പോഴാണ് എക്സാൽബുമിനസ് ആവാം? ഇഫ് ദി എംബ്രിയോ കംപ്ലീറ്റ്ലി കൺസ്യൂം ദി എൻഡോസ്പേം, then it is exalbuminous. If the embryo partially consume the endosperm, then it is albuminous. Clear? അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഓൾറെഡി പറഞ്ഞു. സോ ആ പോയിന്റിലേക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പോയിന്റ്, പെരിസ്പേം. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പെരിസ്പേം? പെർസിസ്റ്റന്റ് റെസിഡ്യുവൽ remnants of nucellus. Persistent remnant of nucellus. ന്യൂസെല്ലസിന്റെ ഒരു പോർഷൻ. ക്ലിയർ? ന്യൂസെല്ലസ് ആണ്. പെർസിസ്റ്റന്റ് remnant of nucellus ആണ് ഇത് പെരിസ്പേം. എക്സാമ്പിൾ ആണ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്.
രണ്ട് പ്ലാന്റ്, ഒന്ന് ബ്ലാക്ക് പെപ്പർ, പിന്നെ ഒന്ന് ഏതാണ്, ബീറ്റ്. ഇത് രണ്ടുമാണ് ഇതിന് എക്സാമ്പിൾ, പെരിസ്പെർമിന് എക്സാമ്പിൾ. സോ ഓർത്ത് വെക്കുക, ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. അപ്പോൾ ഒന്നുകൂടെ പെർസിസ്റ്റന്റ് വേണമെങ്കിൽ നമുക്ക് ഈ ടേം പറയാം, റെസിജ്വൽ, റിസൈഡ് ചെയ്യുന്ന remnant, a small portion of nucellus, that is the perisperm. Perisperm example, black pepper and beet. Clear? Ready? ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു പോയിന്റ് ആണ്, ടേം ആണ് സീഡ് ഡോർമെൻസി. സീഡിന് ഡോർമെൻസി ഉണ്ടാവാറുണ്ട്. അപ്പം സാധാരണ സീഡിൽ നിങ്ങൾക്കറിയാം സീഡ് കോട്ട്. സീഡ് കോട്ടിൽ എന്തുണ്ട്, മൈക്രോപൈൽ. നമ്മൾ മോർഫോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മൈക്രോപൈലിൻ്റെ റോൾ എന്താ? വാട്ട് ഈസ് ദ റോൾ ഓഫ് മൈക്രോപൈൽ? ഓവ്യൂളിൽ റോള് ചോദിച്ചാൽ പറയണം എൻട്രി ഓഫ് പൊള്ളൻ ട്യൂബ്. റോൾ ഓഫ് മൈക്രോപൈൽ ഇൻ ഓവ്യൂൾ, എൻട്രി ഓഫ് പൊള്ളൻ ട്യൂബ്. റോൾ ഓഫ് മൈക്രോപൈൽ ഇൻ സീഡ് ഫോർ ദി എൻട്രി ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ. ഓക്സിജൻ്റെ വാട്ടറിൻ്റെ എൻട്രി. ഇതാണ് സീഡ് കോട്ടിലെ മൈക്രോപൈലിൻ്റെ റോള്. അപ്പം ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി എൻട്രി ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ. എന്നാൽ സീഡ് മെച്ചൂറായി, ആസ് സീഡ് മെച്ചൂർസ്, water content get reduced and it become relatively dry. ആ സീഡ് ഡ്രൈ ആയി, then the amount of moisture, ടെസ്റ്റിൽ പറയുന്നത് എത്രയാവും, amount of moisture is reduced into 10 to 15% by its mass. ഇങ്ങനെ 10 to 15% ആയിട്ട് മോയ്സ്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ then the മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഗെറ്റ് സ്ലോ ഡൗൺ. ആ എംബ്രിയോയുടെ മെറ്റബോളിക് ആക്ടിവിറ്റി എല്ലാം സ്ലോ ഡൗൺ ആവും. പിന്നെ അയാൾക്ക് എനർജി ഇല്ല, പിന്നെ അയാൾക്ക് വളരാൻ പറ്റുമോ? അപ്പോൾ അയാൾ എന്താവും, അയാൾ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പ്രവേശിക്കും. ദാറ്റ് എംബ്രിയോ എൻ്റർ ഇൻ ടു എൻ ഇനാക്റ്റീവ് സ്റ്റേജ്, ദാറ്റ് ഈസ് നെയിംഡ് ആസ് സീഡ് ഡോർമെൻസി. ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് മക്കളെ എന്ത്, സീഡ് ഡോർമെൻസി. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, ആസ് സീഡ് മെച്യൂർ and become relatively dry, water content reduced about 10 to 15% by its mass, then the metabolic activities get slowed down and enter into an inactive stage, which is called as seed dormancy. എപ്പോഴാണ് ഡോർമെൻസി ബ്രേക്ക് ആവുക? If we are providing favorable condition like water, light, temperature, നമ്മൾ അവർക്ക് ഫെയറബിളായ ടെമ്പറേച്ചർ കൊടുത്തു, വാട്ടർ കൊടുത്തു, ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അവർ വീണ്ടും മെറ്റബോളിസം ആക്റ്റീവ് ആവും, അവർ ജോമിനേറ്റ് ചെയ്യും. ക്ലിയർ? അങ്ങനെ അവരുടെ ഡോമിനൻസി എന്താവും, ബ്രേക്ക് ആവും. ഓക്കെ അല്ലേ? ഇത്രയാണ് നിങ്ങൾ സീഡ് ഡോമിനൻസിയിൽ അറിയേണ്ട. അപ്പോൾ ആ ഭാഗം ജസ്റ്റ് പറഞ്ഞ പോയിന്റുകൾ ഓർക്കണം. ഈ പെർസെൻറ്റേജ് ഓർത്ത് വെക്കുക. ഡോമിനൻസി ബ്രേക്ക് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, ഫെയറബിളായ ലൈറ്റ്, ടെമ്പറേച്ചർ, ഓക്സിജൻ, വാട്ടർ, ഇതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഓക്സിജൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡോമിനൻസി ബ്രേക്ക് ചെയ്യാൻ. അതോടൊപ്പം വാട്ടർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഡോമിനൻസി നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിൽ അബ്സിസിക് ആസിഡ് പറയുമ്പോഴും ഇതേ കാര്യം പറയുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? കാരണം അവിടെ പറയുന്നത് ഇത് തന്നെയാണ്. ഡോമിനൻസിക്ക് ഒരു കാരണം എന്താണ്, ABA ആണ്. അപ്പോൾ നമ്മൾ ഡോമിനൻസിക്ക് വേണ്ട ബ്രേക്ക് ചെയ്യാൻ വേണ്ട കണ്ടീഷൻ കൊടുത്തില്ല. അപ്പോൾ ഇതൊക്കെ അൺഫെയറബിൾ ആണെങ്കിൽ അവിടെ പറയുന്ന ഡെസിക്കേഷൻ ആൻഡ് ഓൾ അതർ അൺഫെയറബിൾ കണ്ടീഷൻ ഫോർ ഗ്രോത്ത്. ഗ്രോത്തിന് അൺഫെയറബിൾ ആയ എന്ത് കണ്ടീഷൻ ആയാലും അത് ഡോമിനൻസിയിലേക്ക് പോകും. ഓക്കെ, യെസ്. ദെൻ സീഡ് വയബിലിറ്റി ആണ് നെക്സ്റ്റ് പോയിന്റ്. സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ പൊള്ളൻ വയബിലിറ്റി പറയുന്ന പോലെ സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ മാക്സിമം പീരീഡ് ആണ് എന്ത്, സീഡിൻ്റെ വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ? മാക്സിമം ടൈം up to which it undergoes germination. ജെർമിനേഷൻ നടക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ടൈം, മാക്സിമം ലിമിറ്റ് എത്രയാണ്, അതാണ് വയബിലിറ്റി. അതെല്ലാ സീഡിനും ഒരുപോലെയല്ല. ചില സീഡിന് കുറച്ച് കാലം ഉണ്ടാവും, ചില സീഡിന് ഒരുപാട് കാലം ഉണ്ടാവും. ടെസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ അൺയൂഷ്വൽ സീഡ് വയബിലിറ്റി കാണിക്കുന്ന രണ്ട് പ്ലാന്റിൻ്റെ കാര്യമാണ്. അതിലൊന്ന് ലുപ്പൈൻ, പിന്നെ ഒന്ന് ഏതായിരുന്നു, ഡേറ്റ് പാം അല്ലേ? രണ്ടിൻ്റെയും സയൻറ്റിഫിക് നെയിം NCERT-ലുണ്ട്, ലുപ്പിൻ ആൻഡ് ഡേറ്റ് പാം. ലുപ്പിൻ സയൻറ്റിഫിക് നെയിം ലുപ്പിനസ് ആർട്ടിക്കസ്, ഡേറ്റ് പാം ഫീനിക്സ് ഡാക്ടൈലിഫറ. ലുപ്പൈൻ്റെ ഒരു ഓൾഡ് സീഡ് നോക്കുമ്പോൾ അതിന് 10,000 years ഉണ്ടായിരുന്നു അതിൻ്റെ ഏജ്, ബട്ട് അതിന് ജെർമിനേഷൻ നടന്നു. ഇതാണ് അതിൻ്റെ ടോപ്പ് വയബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ, 10,000 years. എന്നാൽ ഡേറ്റ് പാം
ഒരു ഓൾഡ് സീഡ് അവൈലബിൾ ആയത് എവിടെ നിന്നാ നോക്ക്. നിങ്ങൾക്കറിയാം കിങ് ഹിറോഡ് പാലസ് നിയർ ഡെഡ് സിക്ക് അടുത്ത് ഹിറോഡ് പാലസ്, കിങ് ഹിറോഡ് പാലസ്, അതിനടുത്ത് നടന്ന ഒരു എക്സ്കാവേഷനിൽ കിട്ടിയ ഒരു സീഡ്, അതിന് ജെർമിനേഷൻ നടന്നു. സോ ഇവിടെ ടോപ്പ് വയബിലിറ്റി നമുക്ക് പറയാം 2000 ഇയേഴ്സ്, ഇതെത്രയാണ് 10,000 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതിനുശേഷം സീഡിൻ്റെ സൈസ് ബേസ്ഡ് ആയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ടൈനി സീഡുള്ള ആൾക്കാർ, അതിന് എക്സാമ്പിളായിരുന്നു ഒന്ന് ഓർക്കിഡ്, ഏറ്റവും ചെറിയ സീഡാണ് ഓർക്കിഡ് സീഡ്. പിന്നെ അതുപോലെ പറയുന്ന 2 പ്ലാന്റ്, ഒന്ന് അതായത് പാരസൈറ്റിക് പ്ലാന്റുകളായ ഓറോബാൻസെ എന്ന് പറയുന്ന പ്ലാന്റ്, ഓറോബാൻസെ, സ്ട്രൈഗ ആൻഡ് ഓറോബാൻസെ, ദെൻ ഓർക്കിഡ്, ഇവരൊക്കെ ടൈനി സീഡ്സുള്ള ആൾക്കാരാണ്. ഈവൻ നമുക്ക് പറയാം ഫൈക്കസിൻ്റെ സ്പീഷീസ് ഏതായാലും. ഇവിടെ ഫ്യൂക്കസ് അല്ല, ഫൈക്കസ് ആണ്. ഫൈക്കസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബനിയൻ ട്രീ ആണ്, ഫൈക്കസ് ബംഗാളൻസിസ് ബനിയൻ ട്രീ ആണ്. ഫൈക്കസ് റിലീജിയോസ പീപ്പിൾ, അപ്പോൾ പീപ്പിൾ, ബനിയൻ ട്രീ. പിന്നെ ഒന്ന് ഫൈക്കസ് ഫ്രൂട്ടിസൻസ് എന്ന് പറഞ്ഞാൽ അത് വരുന്നത് നമ്മളെ അത്തിപ്പഴമാണ്. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ വരുന്ന ഏതായാലും ഫിഗ് ട്രീ ആണ് എന്ത്, ഫൈക്കസ് ഫ്രൂട്ടിസൻസ്, അത്തിമരം. അപ്പോൾ ഫൈക്കസ് എന്ന ഇവിടെ വേർഡ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അവരാരും ആവാം, ബനിയൻ ട്രീ, പീപ്പിൾ ട്രീ, ഫിഗ് ട്രീ. അവർക്കൊക്കെ സീഡ് എന്താണ്, ടൈനി സീഡുകളാണ്. ടൈനി സീഡ്സിൽ ടോട്ടലി ഇത്രയും പ്ലാന്റുകൾ നമ്മൾ ആ കൂട്ടത്തിലൊന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി സീഡിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. സീഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു അത് പറയുന്നത് സീഡ് വയബിലിറ്റിക്ക് തൊട്ട് മുമ്പേ ആയിട്ടാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്, അതാണ് നമ്മളെ നെക്സ്റ്റ് പോയിന്റ്. നോക്ക്, 5 പോയിന്റ് ടെസ്റ്റിലുണ്ട്. ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക്, advantages of seed. Number 1, since reproductive events like fertilization, pollination is water independable, but seed formation is more dependable. ശ്രദ്ധിക്കണം, ആ മീനിങ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ശരിയാണെന്ന് തോന്നും. കാരണം എന്താ, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പോളിനേഷന് വെള്ളം ആവശ്യമില്ല, ഫെർട്ടിലൈസേഷന് വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളം ആവശ്യമുണ്ടല്ലോ, പോളിനേഷന് വാട്ടർ, പോളിനേഷൻ ഹൈഡ്രോഫിലി. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. സാധാരണയായിട്ട് പോളിനേഷനിൽ ഇവിടെ വെള്ളം ആവശ്യമില്ല, ഫെർട്ടിലൈസേഷനും വെള്ളം വേണ്ട. ബട്ട് സീഡ് ഫോർമേഷൻ മോർ ഡിപ്പെൻഡബിൾ എന്നല്ല പറയുന്നത്. തിരിച്ചു വന്നാൽ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെക്കുക. പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് വാട്ടർ ഡിപ്പെൻഡബിൾ എന്നാക്കും, ആൻഡ് സീഡ് ഫോർമേഷൻ ഈസ് ഇൻഡിപെൻഡബിൾ. അപ്പോൾ നമ്മൾ ഇരിക്കാം സീഡ് ഉണ്ടാവാൻ വെള്ളം ആവശ്യമില്ല, പോളിനേഷന് വെള്ളം ആവശ്യമുണ്ട്. ബട്ട് അങ്ങനെയല്ല, സീഡ് ഫോർമേഷൻ മോർ ഡിപ്പെൻഡബിൾ. ഇപ്പോൾ എംബ്രിയോ എപ്പോഴാണ് ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകാമെന്ന് പറയുന്നത്? വെള്ളം ഇല്ലാത്തപ്പോഴാണ് അവർ ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ അവരിങ്ങനെ വളർന്ന് സീഡ് ഡോമൻസി ബ്രേക്ക് ചെയ്ത്, അതായത് ജെർമിനേഷൻ നടക്കേണ്ടതാണ്. എന്നാൽ അവർ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഡോമൻ്റായി. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മുളയ്ക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്ക് വാട്ടർ അവൈലബിലിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും, വാട്ടറിൻ്റെ അവൈലബിലിറ്റി അവർക്ക് ഉറപ്പിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫെയിലിയർ അവർക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അഡ്വാൻറ്റേജാണ്. എന്താണ്? സീഡ് ഫോർമേഷൻ ഈസ് മോർ ഡിപ്പെൻഡബിൾ. ക്ലിയർ? വാട്ടർ ഡിപ്പെൻഡബിൾ ആണ് സീഡ് ഫോർമേഷൻ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പോയിന്റ് നോക്ക്. സെക്കൻഡ് പോയിന്റ്, seeds have better adaptive strategies for its dispersal to new habitat. സീഡ്സിന് പല ഹാബിറ്ററ്റിലേക്ക് ഡിസ്പേഴ്സ്ഡ് ആവാൻ പല അഡാപ്റ്റേഷനും ഉണ്ട്. സോ ദേ ക്യാൻ കോളനൈസ് ഇൻ അതർ ഏരിയ. അവർക്ക് വേറെ വേറെ ഏരിയയിൽ കോളനൈസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വാട്ടർ ഡിസ്പേഴ്സലാവാം, വിൻഡ് ഡിസ്പേഴ്സലാവാം, ആനിമൽ ഡിസ്പേഴ്സലാവാം. ഇപ്പോൾ കൊക്കനട്ട് ഒരു വാട്ടർ ഡിസ്പേഴ്സൽ ഫ്രൂട്ടാണ്.
തേങ്ങയുടെ ഫ്രൂട്ട് വാളിൽ ചകിരി മീസോകാപ്പ് ഫൈബ്രസ് ആയി. അതൊരു വാട്ടർ ഡിസ്പേഴ്സൽ അഡാപ്റ്റേഷനാണ്. തെങ്ങ് ഇങ്ങനെ വളഞ്ഞു നിൽക്കും പുഴയിലേക്ക്. അപ്പോൾ തേങ്ങ വീണ് കഴിഞ്ഞാൽ പുഴയിലൂടെ ഒഴുകി ഒഴുകി പോകുന്ന, എന്നിട്ട് എവിടെയെങ്കിലും അത് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് സ്പ്രൗട്ട് ചെയ്ത് ഒരു പുതിയ തെങ്ങ് അവിടെ ഉണ്ടാവുന്ന. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ ഹാബിറ്റിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ അവർക്ക് പല അഡാപ്റ്റേഷൻ ആവാം. അത് ഫ്രൂട്ട് വാള് ഫ്ലഷി ആവാം, ആനിമൽ ഡിസ്പേഴ്സലാണെങ്കിൽ. ചിലപ്പോൾ എന്താവാം, വിങ് ഡിസ്പേഴ്സലാവും, വിങ്ഡ് ആയ ഫ്രൂട്ടുകൾ ഉണ്ടാവാം, സീഡുകൾ ഉണ്ടാവാം. ഇപ്പോൾ വിങ് ഉള്ള സീഡ്സ്, ഇപ്പോൾ ഡ്രം സ്റ്റിക് സീഡൊക്കെ ആ കാറ്റഗറിയാണ്, വിങ്സ് ഉള്ള ടൈപ്പാണ്. ഇനി അതുപോലെ പല ഇപ്പം അപ്പൂപ്പന്താടി അസ്ക്ലിപ്പീഡിയ എന്ന് പറയുന്നത്, അതിൻ്റെ ടഫ്റ്റ് ഓഫ് ഹെയർസ് സീഡിലുള്ളത് എന്താണ്, വിൻഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയാണ്. അപ്പം സീഡ്സിന് പല അഡാപ്റ്റേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഹെയർ ആവാം, ഫൈബ്രസ് മീസോകാപ്പ് ആവാം, അതിൻ്റെ ഫ്രൂട്ട് വാളിൽ, ഇങ്ങനെ പല അഡാപ്റ്റേഷൻസിലൂടെ സീഡിന് ഡിസ്പേഴ്സ് ചെയ്യാൻ കഴിയുന്നതാണ് ഡിസ്റ്റന്റ് ഏരിയയിലേക്ക്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ആസ് ദേ ഹാവ് സഫീഷ്യൻറ്റ് ഫുഡ് റിസോഴ്സ് യങ് സീഡ്ലിങ്സ് ആർ നറിഷ്ഡ് അണ്ടിൽ ദേ കേപ്പബിൾ ഓഫ് ഫോട്ടോസിന്തസിസ് ഓഫ് ദെയർ ഓൺ. ക്ലിയർ? അവർക്ക് ആവശ്യത്തിന് ഫുഡ് ഉള്ളത് കാരണം എന്ത് ചെയ്യാം, അവർക്ക് യങ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ സീഡ് കോട്ട്ലിഡൻസിൽ അല്ലെങ്കിൽ എൻഡോസ്പോമിൽ ഫുഡ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ യങ് സ്റ്റേജിൽ അവർ സെൽഫായിട്ട് വളർന്ന് അവർ ഫോട്ടോസിന്തസിസിന് കപ്പാസിറ്റി വരെയുള്ള ന്യൂട്രിയൻസ് അതിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയും. ദെൻ സീഡ് കോട്ട്, ഹാർഡ് സീഡ് കോട്ട് ഉള്ളത് കൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ലാസ്റ്റ് പോയിന്റ് ഇതാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർക്ക് വാരിയേഷൻ ഉണ്ടാവും, അതുകൊണ്ട് എവല്യൂഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് NCERT നോക്കിയാൽ കാണാം. പാരഗ്രാഫ് ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് കോഴ്സിൽ വരാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റിലാണ്, വായിക്കുക പഠിക്കുക കേട്ടോ. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സീഡും ഫ്രൂട്ട് വാളും ചേരുമ്പോഴാണ് എന്ത് ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡ്രൈ ഫ്രൂട്ട്, ഫ്ലഷി ഫ്രൂട്ടാണ്. ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് പെരികാർപ്പ് ആണെങ്കിലാണ് ഡ്രൈ ഫ്രൂട്ട്. അൺഡിഫറൻഷിയേറ്റഡ് പെരികാർപ്പ്, ഫോർ എക്സാമ്പിൾ ഗ്രൗണ്ട്നട്ട് ആൻഡ് മസ്റ്റാർഡ്, ടെസ്ല എക്സാമ്പിൾ ചെയ്ത് ഇവർക്ക് ഫ്രൂട്ട് വാൾ എന്താണ്, അൺഡിഫറൻഷിയേറ്റഡ് ആണ്. ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് ഫ്രൂട്ട് വാൾ, ലൈക്ക് ഔട്ടർ എപ്പിക്കാം, മിഡിൽ മീസോക്കാം ആൻഡ് ഇന്നർ എൻഡോക്കാം. ഇതാണ് എന്ത്, ഫ്ലഷി ഫ്രൂട്ട്. ക്ലിയർ? ഫ്ലഷി ഫ്രൂട്ട് എക്സാമ്പിൾ ആണ് ഗോവ, മാംഗോ, ഓറഞ്ച്. ഞാനിങ്ങനെ ഷോർട്ടായിട്ട് ഇതാ GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയാറില്ലേ, ഏതൊക്കെയാണ്, ഗോവ, മാംഗോ, ഓറഞ്ച്, GM ക്രോപ്പ്, ഗ്രൗണ്ട്നട്ട് ആൻഡ് മസ്റ്റാർഡ്. ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ട്രൂ ഫ്രൂട്ട്. വാട്ട് ഈസ് ട്രൂ ഫ്രൂട്ട്? ഫ്രൂട്ട് ഫോംഡ് ഓൺലി ഫ്രം ഓവറി, then it is ട്രൂ ഫ്രൂട്ട്. ഓവറിൽ നിന്ന് മാത്രമാണെങ്കിലാണ് എന്ത് പറയുക, ട്രൂ ഫ്രൂട്ട്. ഫാൾസ് ഫ്രൂട്ടോ, നോട്ട് ഓൺലി ഫ്രം ദി ഓവറി ബട്ട് ഓൾസോ സം അതർ പാർട്ട് ലൈക്ക് തലാമസ്, അല്ലേ? ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ പറ. ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ, ട്രൂ ഫ്രൂട്ടിന് കുറേ എണ്ണം പറയാം. ഇപ്പം ഞാനിവിടെ മാംഗോ എന്ന് ഇതാണ്, കുറേ എണ്ണം പറയാം. ഫാൾസ് ഫ്രൂട്ടിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് എക്സാമ്പിൾ ഒന്ന് ആപ്പിൾ, കാഷ്യൂ നട്ട്, പിന്നെ ഏതാണ്, സ്ട്രോബെറി അല്ലേ? യെസ്. ദെൻ അടുത്ത പാർത്തനോകാപ്പി ഫ്രൂട്ട്. എന്താണ് പാർത്തനോകാപ്പി? ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട്, പാർത്തനോയുടെ മീനിങ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. കാർപ്പ് മീൻസ് ഫ്രൂട്ട്. Fruit formed without fertilization inside the ovary, that is the parthenocarpy fruit. Parthenocarpy fruit natural ആയതിന് എക്സാമ്പിൾ ആണ് ഇത് ബനാന. ഓക്കെ അല്ലേ? ക്ലിയർ? സോ ഈ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുക. ഇത് ഓവറിൽ നിന്ന് മാത്രമാണ്, ഇത് ഓവറിയുടെ കൂടെ തലാമസോടെ ഇൻവോൾവ് ആണ്. ഇത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് ഉണ്ടായതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി രണ്ട് ടേമും കൂടെ നമുക്ക് ഈ സാമ്പിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടേം, അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോമിക്സിസ് ഇസ് ദി ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫോർമേഷൻ ഓഫ് സീഡ് without fertilization inside the ovary. Without fertilization inside the ovary, inside the ovule. ഓവ്യൂളിനുള്ളിൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഉണ്ടായി.
ശരിക്കും ഇതിന് റീസൺ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് എഗ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ. സാധാരണ MMCക്ക് മിയോസിസ് നടന്നാൽ എന്തുണ്ടാവുക? 4 ഹാപ്ലോയിഡ് ആയ മെഗാസ്പോർ. പകരം ഇവിടെ ഒരു MMCയിൽ നിന്നും മൈറ്റോസിസിലൂടെയാണ് 2 മെഗാസ്പോർ ഉണ്ടായതെങ്കിൽ ഇത് ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ഒന്നിന് ഡീജനറേഷൻ നടന്നു, ഒന്ന് ഫങ്ഷണലായി. ഇതിൽ നിന്നാണ് എംബ്രിയോ സാക്ക് ഉണ്ടായത്. മൈറ്റോസിസിലുണ്ടായ ഡിപ്ലോയിഡ് ആയ മെഗാസ്പോർ, അതിൽ നിന്ന് എംബ്രിയോ സാക്ക് ഉണ്ടായി. അപ്പോൾ ഇതിലുള്ള എഗ് എന്തായിരിക്കും? ഡിപ്ലോയിഡ്. ഇതെന്താവും? നേരെ ഡിപ്ലോയിഡ് സൈഗോട്ട്. അങ്ങനെ എംബ്രിയോ ആവും. അപ്പോൾ ഒവ്യൂൾ സീഡ് ആവും. അങ്ങനെ സൈഗോട്ടായി എംബ്രിയോ ആയി അത് സീഡായി കഴിഞ്ഞാൽ അത് ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് അല്ല, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ക്ലിയർ? സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബട്ട് മിമിക് ദി സെക്ഷുവൽ. കണ്ടാൽ തോന്നും ഫ്ലവർ ഫ്രൂട്ട് ആയത് കണ്ടാൽ കറക്റ്റ് ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടായതാണ്. ബട്ട് ഒരിക്കലും ഫെർട്ടിലൈസേഷൻ നടന്നില്ല. ഈ രീതിയിലാണ് അവിടെ എംബ്രിയോ ഉണ്ടായത്. ഈ ടൈപ്പിന് പറയാറ് ഡിപ്ലോസ്പോറി. ഡിപ്ലോയിഡ് മെഗാസ്പോർ ആയതുകൊണ്ട് പറയാം ഡിപ്ലോസ്പോറി ടൈപ്പ് അപ്പോമിസിസ് എന്ന്. ക്ലിയർ? ഒരു അപ്പോമിറ്റിക് എംബ്രിയോ ഉണ്ടായി, അതെങ്ങനെയാണ്? ഡിപ്ലോയിഡ് ആയ മെഗാസ്പോറിൽ നിന്ന്. അപ്പോൾ ഡിപ്ലോസ്പോറി ടൈപ്പ്. എന്നാൽ ചിലപ്പം ഇങ്ങനെ ഒരു എംബ്രിയോ ഇവിടെ ഉണ്ടാകുന്നത് കൂടാതെ, അതായത് നോർമൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടൊരു എംബ്രിയോ ഉണ്ടാകും, ഇവിടെ ഒരു എംബ്രിയോ ഉണ്ടാകും. ഇത് സിംഗമി വഴി ഉണ്ടായ എംബ്രിയോ, സിംഗമിയിലൂടെ ഉണ്ടായ എംബ്രിയോ. ഇനി ഒരു അപ്പോമിറ്റിക് എംബ്രിയോ ന്യൂസെല്ലസിൽ നിന്നും പ്രോളിഫറേഷൻ ഉണ്ടായാൽ, ന്യൂസെല്ലാറായ ഒരു എംബ്രിയോ ഉണ്ടായി, ഇതൊരു അപ്പോമിറ്റിക് എംബ്രിയോ ആണ്. ഇത് അപ്പോമിറ്റിക് എംബ്രിയോ, അപ്പോമിറ്റിക് എംബ്രിയോ. ഇപ്പൊ 2 എംബ്രിയോ ഉണ്ടായാൽ ആ കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് പോളി എംബ്രിയോണി. ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഈസ് ടേംഡ് ആസ് പോളി എംബ്രിയോണി. ഈ അപ്പോമിറ്റിക് എംബ്രിയോ എന്ന് പറഞ്ഞാൽ അതേതാണ്? നോർമൽ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടായതല്ല. ഇത് സിംഗമി വഴി ഉണ്ടായതാണ്. ഇത് അപ്പോമിറ്റിക് എംബ്രിയോ, ന്യൂസെല്ലസിൽ നിന്നുണ്ടായതാണ്. ഇതിന് പറയും നമ്മൾ അപ്പോസ്പോറി ടൈപ്പ് അപ്പോമിസിസ് എന്ന്. അപ്പോസ്പോറി, അപ്പോസ്പോറി ടൈപ്പ് അപ്പോമിസിസ്. ക്ലിയർ? എന്താണ്? വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് സ്പോർ. സ്പോറേ ഉണ്ടായില്ല, MMC ഉണ്ടായില്ല, നേരെ എന്തായി? ന്യൂസെല്ലസ് MMC ആവാതെ തന്നെ എംബ്രിയോ ആയാൽ അതാണ് എന്ത്? അപ്പോസ്പോറി ടൈപ്പ് അപ്പോമിസിസ്. ഇപ്പം 2 കാര്യം ഓർത്ത് വെക്കാം. ഡിപ്ലോസ്പോറി ഉണ്ട്, അപ്പോസ്പോറി ഉണ്ട്. ടെസ്റ്റിൽ വേണ്ട വേർഡില്ല. പക്ഷേ ഇത് രണ്ടും 2 ടോപ്പിക് അല്ല. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ അപ്പോമിസിസിന്റെ ഭാഗം തന്നെ. കാരണം ഇവിടെ ഡിപ്ലോസ്പോറിയുടെ എക്സാമ്പിൾസിലാണ് ശരിക്കും എന്ത് വരിക? സം സ്പീഷീസ് ഓഫ് ഏതാ പറയുന്നത്? ആസ്റ്ററേഷ്യ ആൻഡ് ഗ്രാസസ് എന്നിട്ട് മോർ ഓഫൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് പറയുന്നു. മോർ ഓഫൺ എന്ന് പറഞ്ഞിട്ടാണ് എന്ത്? ഇത് മാത്രമല്ല, ഇങ്ങനെയും അപ്പോമിറ്റിക് എംബ്രിയോ ഉണ്ടാവും എന്നിട്ടാണ് ഈ കേസ് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് സം, മെനി ആണ് കേട്ടോ. ഈ വേർഡ് ശ്രദ്ധിക്കണേ. മെനി വെറൈറ്റീസ് ഓഫ് സിട്രസ് ആൻഡ് മാംഗോ. മെനി വെറൈറ്റീസ് ഓഫ് സിട്രസ് ആൻഡ് മാംഗോ ആണ് ഇതിൽ പോളി എംബ്രിയോണിയുടെ കേസിൽ പറയുന്നത്. അതായത് ഈ ന്യൂസെല്ലസ് എംബ്രിയോ ആവുന്ന കേസ്, ന്യൂസെല്ല സെൽ അണ്ടർഗോ പ്രോളിഫറേഷൻ ആൻഡ് പ്രൊട്രൂഡ് ഇൻടു എംബ്രിയോ സാക്ക് ബിക്കം ഡിസ്റ്റിറ്റ് എംബ്രിയോ. അതാണ് ശരിക്കും സിട്രസ് മാംഗോ. അവിടെ പറയുന്നത് എന്താ? മെനി വെറൈറ്റി. ഇവിടെ പറയുന്നു സം സ്പീഷീസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ ഹോൾ പോയിന്റ്സ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഇൻഡ്യൂസ്ഡ് അപ്പോമിസിസ് സാധാരണ പ്ലാന്റ് ബ്രീഡിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഹൈബ്രിഡ് ആയ സീഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ അപ്പോമിറ്റിക് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം അവരുടെ അപ്പോമിറ്റിക് ജീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മിയോസിസ് സ്റ്റോപ്പ് ആവും. മിയോസിസ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ആ ഹൈബ്രിഡ് വെറൈറ്റിയുടെ മുഴുവൻ ക്യാരക്ടേഴ്സും സെഗ്രിഗേറ്റ് ചെയ്യാതെ പ്രിസർവ് ചെയ്യും. അതുകൊണ്ട് പ്ലാന്റ് ബ്രീഡിംഗ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള സീഡുകൾ ഉണ്ടാക്കുന്നത് ഫാമേഴ്സിൻ്റെ ആ ഒരു ഹൈ എക്സ്പെൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഫാമേഴ്സിന് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. കാരണം ഹൈബ്രിഡ് സീഡ് എല്ലാ വർഷവും വാങ്ങേണ്ടി വന്നിരുന്നു.
പക്ഷെ ഇനി ആവശ്യമില്ല. കാരണം എന്താ, ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് ലോസ് ആകുന്നത് ഒഴിവാക്കാൻ കഴിയും അപ്പോമിറ്റീവ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ. ആ കാര്യം നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഹോൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ നന്നായി ഫോളോ ചെയ്തെന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നോക്കാം ക്വസ്റ്റ്യൻ. മൈക്രോപൈൽ ഇൻ സീഡ് ഹെൽപ്സ് ദി എൻട്രി ഓഫ്, നേരത്തെ പറഞ്ഞു ഏതാണ്, പൊള്ളൻ ട്യൂബ്. സീഡാ ചോദിച്ചത്, സീഡാ ചോദിച്ചത്. അപ്പൊ എന്താ പറയേണ്ടത്, വാട്ടർ ആൻഡ് ഓക്സിജൻ. ഒവ്യൂൾ ചോദിച്ചാൽ എന്താ പറയാ, പൊള്ളൻ ട്യൂബ്. ഒവ്യൂൾ ആണെങ്കിൽ പൊള്ളൻ ട്യൂബ്, സീഡ് ആണെങ്കിൽ വാട്ടർ ആൻഡ് ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഫർ ടു ദി ഗിവൺ ഫിഗർ, ഐഡന്റിഫൈ ദി പ്രോസസ് എക്സ് വൈ ആൻഡ് സെറ്റ്. നോക്ക്, എക്സ് എന്താണ്, ഓട്ടോഗമി, വൈ ഗെയ്റ്റനോഗമി, സെഡ് സിനോഗമി. റൈറ്റ് വൺ എന്തായിരിക്കും, യൂണിസെക്ഷുവാലിറ്റി ഓഫ് ഫ്ലവേഴ്സ് പ്രിവെന്റ് ബോത്ത് ദീസ് എക്സ് ആൻഡ് വൈ. നോക്ക്, എക്സ് മാത്രമേ പ്രിവെന്റ് ചെയ്യൂ, വൈ പ്രിവെന്റ് ചെയ്യോ ഇല്ല. ആൻഡ് എക്സ്റ്റേണൽ ഏജന്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ കാരിങ് ദി എക്സ് ആൻഡ് വൈ. നോ, വൈക്ക് എന്ത് വേണം, ഏജന്റ് വേണം. പ്രോസസ് സെഡ് ഇൻക്രീസ് ദി അഡാപ്റ്റബിലിറ്റി ഓഫ് ദി ഓഫ്സ്പ്രിംഗ് ടുവാർഡ് ദി ചേഞ്ചസ് ഇൻ ദി എൻവയോൺമെന്റ്. ശരിയല്ലേ? സീനോഗമിയിലൂടെയാണ് വാരിയേഷൻ ഉണ്ടാവുക, വാരിയേഷനിലൂടെയാണ് അഡാപ്റ്റേഷൻസ് കിട്ടുക. സോ റൈറ്റ് വൺ ഓപ്ഷൻ ഇവിടെ ഏതാണ്, സി ആണ്. ഫോളോ ചെയ്തല്ലോ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? യെസ്. അടുത്ത് നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് സീഡ് ഫ്രം ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് കോൾഡ്, ഏതാണ്, അപ്പോമിക്സിസ്. ക്ലിയർ അല്ലേ? അപ്പോമിക്സിസ്. ഇപ്പൊ പറഞ്ഞു നമ്മൾ, ഒരു അൺഫെർട്ടിലൈസ്ഡ് ആയ എഗ്, അതൊരു ഡിപ്ലോയിഡ് എഗ് ആണെങ്കിൽ അത് നേരെ എംബ്രിയോ ആയാൽ എന്താവും, സീഡായിട്ട് മാറുന്നത്. ഇൻ എംബ്രിയോ ടിപ്പിക്കൽ ഡൈക്കോട്ട് ആൻഡ് ഗ്രാസ് ട്രൂ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്. നോക്ക്, കോളിയോൺ ഏതായിരിക്കും, കോളിയോറൈസ് ആൻഡ് കോളിയോട്ടൈൽ ആണോ? ഹോമോലോഗസ് ആയത് ഡൈക്കോട്ടില് കോട്ടിലിഡൻസിനെ പറയൂ, സ്ക്യൂട്ടൽ എന്ന് പറയില്ല. സ്ക്യൂട്ടൽ എന്ന് പറയേ ഗ്രാസില്ല. അപ്പൊ ഇതല്ല ഹോമോലോഗസ്. കോട്ടിലിഡൻ ഗ്രാസ് ആണ് എന്ത്, സ്ക്യൂട്ടൽ. സോ ഓപ്ഷൻ ഏതാണ്, സി. The phenomenon observed in some plants wherein parts of the sexual apparatus is used for forming embryo without fertilization. ഏതാണ്, നോക്ക്, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ എന്തുണ്ടാവുന്നു, എംബ്രിയോ ഫോം ചെയ്യുന്നു. അതന്നെയാണ് എന്ത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ, അപ്പോമിസിസ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ്സ് ഹാസ് നോൺ ആൽബുമിനസ് സീഡ്. ഇപ്പം കൊക്കനട്ട് ആണ് ഇവിടെ, കൊക്കനട്ട് ഇവിടെ ആൽബുമിനസ് ആണ്, മെയ്സ് ആൽബുമിനസ്, കാസ്റ്റർ ആൽബുമിനസ് ആണ്, ഗ്രൗണ്ട് നട്ട് നോൺ ആൽബുമിനസ് ആണ്. ഇവർ രണ്ടുപേരും മോണോക്കോട്ടായിരുന്നു, ഇയാൾ എന്താണ്, ഡൈക്കോട്ടാണ് അല്ലേ? ഓക്കെ, പെരിസ്പേം മീൻസ് പറ, റെമനന്റ് ഓഫ് എൻഡോസ്പേം, പെർസിസ്റ്റന്റ് ഓഫ് ന്യൂസെല്ലസ്. പറയാം എന്താണ്, പെർസിസ്റ്റന്റ് ഓഫ് ന്യൂസെല്ലസ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട്. പിന്നെ അതുപോലെ നമ്മൾ എല്ലാ പോയിന്റും ഓൾമോസ്റ്റ് കവർ ചെയ്തു. കുറച്ച് ലെങ്തി ആണെങ്കിലും നമുക്ക് എല്ലാ പോർഷനും കവർ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ പോയിന്റും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ്, നിങ്ങൾ അത്രയും കാര്യങ്ങൾ ശരിക്കും ടെസ്റ്റ് വായിച്ച് പഠിക്കുക, നന്നായി പഠിക്കുക. ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥനയോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.